ഹായ് ഹലോ വെൽക്കം ടു IS ഫാക്ടർ. നമ്മൾ പ്രിലിംസ് എക്സാമിന് വേണ്ടി ലാസ്റ്റ് മിനിറ്റ് ഒരു ഹൈ വാല്യൂ മോഡേൺ ഇന്ത്യയുടെ ക്വിക്ക് റിവിഷനാണ് ചെയ്യുന്നത്. റിവിഷൻ ഇൻ ദ സെൻസ് വി ആർ ഡീറ്റെയിലിംഗ് ദ ഏരിയാസ് ഫ്രം 1920s to 1947. സോ എവിടെയോ നമുക്ക് UPSCയുടെ മോഡേൺ ഇന്ത്യയുടെ ഒരു PYQs നോക്കുമ്പോൾ ഈ നാഷണൽ മൂവ്മെൻറ്റ് ഗാന്ധിക്ക് ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയാസ് ഈ ക്ലാസ് മൊത്തം ഒരു ഹൈപ്പർ വേർഡ് വാല്യൂ സെഷൻ എന്ന് പറയും. കാരണം കംപ്ലീറ്റ്ലി പ്രിലിംസിന് വേണ്ടിയുള്ള ഒരു ഫാക്ട് ബേസും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഓൾറെഡി നിങ്ങൾക്ക് ടൈം ലൈൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ എക്സാമിൻ്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് സെഷൻ എടുത്തു പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ സെഷൻ വിത്ത് മീ അർജുൻ ആർ ശങ്കർ. യു ക്യാൻ റീഡ് മോർ അബൌട്ട് മീ ആൻഡ് ക്വിക്ക്ലി മൂവ് ഓൺ ടു ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിന് ശേഷം 1920s ശേഷമുള്ള ഒരു പീരീഡാണ്. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജ് പാർട്ടി വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വരാജ് പാർട്ടി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ദർ ആർ വേരിയസ് തിങ്സ് ടു ബി സ്റ്റഡീഡ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ഫ്ലോ എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രിലിംസിൻ്റെ മേജർ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു പോകുന്നത്. സോ വളരെ ക്വിക്കായിട്ട് സ്വരാജ് പാർട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഗാന്ധിയുടെ അറസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നമ്മൾ ആദ്യം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരാം. ഇപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇത് 1920s നടന്നൊരു സംഭവം, ഇത് 1930s നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇത് രണ്ടും സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധി കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ്. സോ നോൺ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും കോപ്പറേറ്റ് ചെയ്യാതിരിക്കുക ഗവൺമെൻറ്റിൻ്റെ കൂടെ. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ ബ്രേക്ക് ചെയ്യുക, സോൾട്ട് ലോ ബ്രേക്ക് ചെയ്യുക. സോ രണ്ട് ഇവൻറ്റിൻ്റെ പേരല്ല ആക്ച്വലി, ദേ ആർ ബേസിക്കലി ടു ടെക്നിക്സ്. ഈ വ്യത്യാസം വളരെ നന്നായിട്ട് അറിഞ്ഞു വെക്കുക. ഒരേ മൂവ്മെൻറ്റിൽ തന്നെ ചിലപ്പോൾ സിവിൽ ഡിസൊബീഡിയൻസും കാണാൻ ലോ ബ്രേക്ക് ചെയ്താൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ആയെന്ന് പറയുന്ന പോലെ ആ ഒരു ചേഞ്ച് ഓഫ് ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. എന്തായാലും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിന് ശേഷം വി ഹാഡ് ലേൺഡ് അബൌട്ട് ചോരി ചോര എന്ന് പറഞ്ഞ ഇൻസിഡൻറ്റിന് ശേഷം കോൺഗ്രസിൻ്റെ മൂവ്മെൻറ്റ് ആകെ സ്പ്ലിറ്റ് ചെയ്തു പോയി. പല ആൾക്കാരും കോൺഗ്രസിനോട് ഇഷ്ടമില്ലാതെ പോയി, കുറേ ആൾക്കാർ വെറുത്തുപോയി, കുറേ ആൾക്കാർ പ്രോ സപ്പോർട്ടേഴ്സായി നിന്നു. അപ്പോൾ എന്തായാലും ഡിസോർഗനൈസ്ഡ് ആയി ഇതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് സ്വാഭാവികമായിട്ടും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. പാർട്ടി രണ്ടായിട്ട് അല്ലെങ്കിൽ പുതിയൊരു വിഭാഗം ആൾക്കാരും കൂടെ വന്നു. സ്വരാജിസ്റ്റ് എന്ന് പറയുന്ന പ്രോ കൗൺസിൽ എൻട്രി, CR ദാസ്, മോത്തിലാൽ നെഹ്റു, അജ്മാൻ ഖാൻ, ഈ പേരുകളെല്ലാം പ്രിലിംസിന് വേണ്ടി ഓർത്ത് വെക്കാവുന്നതാണ്. ഇവരുടെ ബേസിക് ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ലെജിസ്ലേച്ചറും ഇതേപോലെ തന്നെ കൗൺസിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഭാഗമാകണം. യു ഷുഡ് ബി എ പാർട്ട് ഓഫ് ദ കൗൺസിൽ. ചുമ്മാ പുറത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. യു ഹാവ് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ്. ബ്രിട്ടീഷുകാരെ എക്സ്പോസ് ചെയ്യുക, ഗവൺമെൻറ്റിനെ ഒബ്സ്ട്രക്ട് ചെയ്യുക, ഇൻസൈഡിൽ നിന്നും ഗവൺമെൻറ്റിനെ പാരലൈസ് ചെയ്യുക, അതായിരുന്നു ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതാണ് ഈ സ്വരാജിസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗാന്ധിജിയെ തള്ളിപ്പറയാത്ത ആൾക്കാരും അല്ലെങ്കിൽ ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സസ്പെൻഡ് ചെയ്തെങ്കിൽ അതിലൊരു കാരണം കാണും എന്ന് വിശ്വസിച്ച് കൂടെ നിന്ന കുറേ ആൾക്കാരുണ്ട്. ഇവർ കൗൺസിൽ എൻട്രിയിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ കൗൺസിൽ എൻട്രിയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഗാന്ധിജി പറയുന്ന പോലെ കൺസ്ട്രക്റ്റീവ് വർക്കും ഫ്യൂച്ചറിലൊരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ അതിലേക്ക് ജനങ്ങളെ തയ്യാറെടുപ്പിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് പോയത്. കൂടുതലും ഗാന്ധിയുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള രാജഗോപാലാചാരി, പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, MA അൻസാരി, ഇവരൊക്കെയാണ് കൂടുതലും ഇതിൻ്റെ കൂട്ടത്തിൽ നിന്നത്. അപ്പോൾ ഈ രണ്ട് വിഭാഗം ആൾക്കാരുണ്ടെന്നും അറിയാം. അപ്പോൾ 1923 സ്വരാജ് പാർട്ടി ഫോം ചെയ്തു. ഗായ സെഷൻ 1922, ഇതൊക്കെ പ്രിലിംസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. ഇറ്റ് വാസ് ഫോംഡ് ഇൻ ദ ഗായ സെഷൻ. അങ്ങനെ പതുക്കെ പിന്നീട് CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്ന് പറയുന്ന ഈ രണ്ടുപേരുടെ മെയിൻ ഇതിലാണ് നമുക്ക് സ്വരാജ് പാർട്ടി ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കൗൺസിൽ എൻട്രി എന്ന് പറഞ്ഞാൽ നോൺ കോപ്പറേഷൻ അബാൻഡൻ ചെയ്യുന്നു എന്നല്ല ഇവർ പറഞ്ഞത്. ഇതൊരു പുതിയ സ്ട്രഗിൾ ഓഫ് മെത്തേഡ്. ഇത്രയും കാലം ഞങ്ങൾ ഒരു പുതിയ രീതിയിൽ ഗാന്ധി പറയുന്ന രീതിയിൽ ഫൈറ്റ് ചെയ്തു. നമുക്ക് പതുക്കെ ഒരു ഡീവിയേഷൻ വഴി മാറ്റി നോക്കുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഗാന്ധി എഗൻസ്റ്റ് ആണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇനിഷ്യലി ഗാന്ധി വാസ് നോട്ട് സപ്പോർട്ടിങ് ദിസ്. ആദ്യം ഒരു കോംപ്രമൈസ് കൊണ്ടുവന്ന് ഇങ്ങനൊരു രണ്ട് രീതിയിൽ പോണോ. പിന്നീട് അവർ കൊണ്ടുവന്നെന്ന് വെച്ചാൽ ഇവർ കോൺഗ്രസിനകത്ത് തന്നെ നിന്നിട്ട് ഇലക്ഷൻസ് കണ്ടസ്റ്റ് ചെയ്തോട്ടെ, ഞങ്ങൾ വേറെ വഴിക്ക് മറ്റു കാര്യങ്ങൾ നോക്കാം, നിങ്ങൾ ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്തുള്ളൂ എന്നുള്ള ലെവലിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ സ്വരാജ് പാർട്ടി വലിയ രീതിയിൽ വലിയ മാനിഫെസ്റ്റോ ഒക്കെ കൊണ്ടുവന്നു. അന്നത്തെ പ്രധാനപ്പെട്ട ഇലക്ഷനിൽ പങ്കെടുത്തു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദേ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ഇലക്ഷൻ. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഒരു സീറ്റ്സ് ഇവർ വിന്നും ചെയ്തു. അപ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ഐഡിയോളജി വാസ് കറക്റ്റ്. ഗാന്ധിജി ഇനിഷ്യലി ഒപ്പോസ് ചെയ്തിരുന്നു. സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഗാന്ധിജി ഒപ്പോസ് ദ സ്വരാജ് പാർട്ടി ഇനിഷ്യലി. യെസ്, ലേറ്റർ ജയിലിന് വന്നതിന് ശേഷം ഹി അക്സെപ്റ്റഡ് ഇറ്റ്. പബ്ലിക് സപ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടി വന്നപ്പോൾ ഹി തോട്ട് ദാറ്റ് ഇറ്റ്സ് ഗുഡ് ടു ബി വിത്ത് ദം.
പിന്നെ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആനുവൽ ഫിനാൻഷ്യൽ ബഡ്ജറ്റിലും ഈ ബഡ്ജറ്റും ഇതിൻ്റെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ വോട്ട് ചെയ്യുകയും ഇത് കുറച്ചൊക്കെ ഒബ്സ്ട്രക്റ്റ് ചെയ്യാനൊക്കെ ഒരു പരിധി വരെ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. കുറേ ബില്ലുകൾ പാസ്സാവാൻ പറ്റാതെ നോക്കി. അപ്പോൾ ഇതൊക്കെ ഇവർ വലിയ രീതിയിൽ ഈ ഒരു ഏരിയ മെയിൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എന്നാലും ഒരുപാട് എഫക്റ്റീവായിട്ട് ഇവർ നടത്തി കുറേ കാര്യങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചു. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് പരീക്ഷയ്ക്ക് പ്രിലിംസിന് വേണ്ടി ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് വിത്തൽ ഭായ് പട്ടേൽ, വൺ ഓഫ് ദ മോസ്റ്റ് സീനിയർ മോസ്റ്റ് കോൺഗ്രസ് ലീഡർ. സർദാർ പട്ടേലിൻ്റെ ബ്രദറാണ്, എൽഡർ ബ്രദറാണ്. ഹി ബിക്കെയിം ദ സ്പീക്കർ ഓഫ് ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആ കാലത്ത് അത് വലിയൊരു നേട്ടം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊരു പ്രിലിംസ് ഏരിയയ്ക്കും കൂടെ ഓർത്ത് വെച്ചോളൂ. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ബി എലക്റ്റഡ് ടു ദ സ്പീക്കർ ഓഫ് എ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി വിത്തൽ ഭായ് പട്ടേൽ സ്വരാജ് പാർട്ടിയുടെ ആളായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും ഇവർ ബ്ലോക്ക് ചെയ്ത പ്രധാന ബില്ലുകളിലൊന്ന് പബ്ലിക് സേഫ്റ്റി ബില്ലാണ്. 1928 പ്രിലിംസിന് ചോദിക്കാം. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് റെവല്യൂഷണറി ആൻഡ് കമ്മ്യൂണിസ്റ്റ് ആക്ടിവിറ്റി തടയാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ബിക്കോസ് അവർക്ക് എവിടെയോ അറിയായിരുന്നു ഇന്ത്യക്കകത്ത് ഒരുപാട് ആൻറ്റി ബ്രിട്ടീഷ് മൂവ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ്സ് രാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യക്കെതിരെ കോൺസ്പയർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ്. സോ പീപ്പിൾ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ, എസ്പെഷ്യലി യൂറോപ്പിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന റെവല്യൂഷണറി ഐഡിയ സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ, ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ് ഓർഗനൈസർ, ലേബർ ആക്ടിവിസ്റ്റ്, ഇവർക്കെതിരെ വേണ്ടി കൊണ്ടുവന്നതാണ് പബ്ലിക് സേഫ്റ്റി ബില്ല് എന്ന് പറയുന്നൊരു ബില്ല്. അത് ഉറപ്പായിട്ടും നമ്മൾ ഇതിനകത്ത് ഓർത്ത് വെക്കണം. അവർക്ക് ബേസിക്കലി ബോൾഷവിക് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി, റഷ്യൻ റവല്യൂഷൻ 1917 ശേഷം അവർക്ക് ഭയങ്കര പേടിയായിരുന്നു ഇത് എങ്ങനെയാണ് ഇന്ത്യനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ അതും കണക്കാക്കിയിട്ടാണ് ആ ഒരു ബില്ലും കൂടെ കൊണ്ടുവന്നത്. പിന്നെ രണ്ട് വിഭാഗം ആൾക്കാരുടെ നമ്മൾ പഠിക്കും, നോൺ റെസ്പോൺസിവിസ്റ്റ് ആൻഡ് റെസ്പോൺസിവിസ്റ്റ്. നോൺ റെസ്പോൺസിവിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജ് നോൺ കോപ്പറേഷൻ, നോ കോപ്പറേഷൻ, ഓൺലി ഒബ്സ്ട്രക്ഷൻ. ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റായിട്ട് വേണമെങ്കിൽ ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരും കൂടെ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നോ കോപ്പറേഷൻ, ഓൺലി ഒബ്സ്ട്രക്ഷൻ. മോത്തിലാൽ നെഹ്റു, സി ആർ ദാസ് ഒക്കെ ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചതാണ്. പക്ഷെ വേണമെങ്കിൽ മദൻ മോഹൻ മാളവ്യ, ലാല ലജ്പത് റായ് ഒക്കെ വേണമെങ്കിൽ ആവശ്യം വന്നാൽ ഗവൺമെൻറ് കൂടെ കൊലാബറേറ്റ് ചെയ്യുന്നത് തെറ്റില്ല എന്ന് വിശ്വസിച്ച രണ്ട് വിഭാഗം ആൾക്കാരും ഇവിടെ വന്നു എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ നോ ചേഞ്ചസ്, അവർ കൗൺസിലൊന്നും പോകാത്തതുകൊണ്ട് ഖാദി, ചർക്ക പ്രൊമോഷൻ, സോഷ്യൽ റിഫോം, വിമൻ പാർട്ടിസിപ്പേഷൻ, ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടിയും അൺടച്ചബിലിറ്റി, ഹരിജൻസിൻ്റെ ആക്ടിവിറ്റിക്ക് ആ കാലത്ത് ഒരുപാട് വർക്ക് ചെയ്തിരുന്നായിരുന്നു ഇവരുടെ മെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പതുക്കെ 1928 കടക്കുമ്പോൾ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്ന, സൈമൺ ഗോബാക്ക് എന്ന് പറഞ്ഞ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 1919 ആക്ടിന് ശേഷം 10 years കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ഇതിൻ്റെ വർക്കിംഗ് പഠിക്കാൻ വേണ്ടി ഒരു സംഭവം വരും എന്ന് അവർക്കറിയാം. 1919 കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നു 10 വർഷത്തിനുള്ളിൽ. അപ്പോൾ 1927-28 ഇത് വരുന്നതെന്ന് വെച്ചാൽ ബ്രിട്ടനിൽ ഇലക്ഷൻ നടക്കുകയാണ്. അതിന് മുന്നേ തന്നെ ഇവരെ അങ്ങോട്ട് വിട്ടു. സൈമൺ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഇവിടെ വരുന്നുണ്ട്. സോ ഇത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ നോക്കിയ കാര്യങ്ങൾ തന്നെയാണ്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഇലക്ഷൻ വിത്തൽ ഭായ് പട്ടേലിൻ്റെ സൈമൺ കമ്മീഷൻ. എന്തുകൊണ്ടാണ് സൈമൺ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? ഇതും പ്രിലിംസിന് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന്, 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ് ചെയ്തിരുന്നു. ആ ആക്ട് ഓൾറെഡി ഡയാർക്കി കൊണ്ടുവന്നു. ഡയാർക്കി എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് ആൾക്കാർ നമുക്കും കുറച്ച് അധികാരങ്ങളൊക്കെ തന്നു ഭരിക്കാൻ. പക്ഷേ മേജറായിട്ട് ഭരിക്കേണ്ട മേജറായിട്ടുള്ള റിസർവ് ചെയ്ത സാധനം, മേജർ സംഭവങ്ങളെല്ലാം ഭരിച്ചിരുന്നത് അവരാണ്. പക്ഷെ നമുക്കും ചില കാര്യങ്ങളിലേക്ക് പവർ തന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് കുറച്ചേ ഉള്ളൂ. ഇന്ത്യൻ പാർട്ടിസിപ്പേഷനൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. 10 വർഷത്തിന് ശേഷം ഒരു കമ്മീഷൻ വരും ഇത് റിവ്യൂ ചെയ്യാൻ, എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി. ശരിക്കും 1929 വരേണ്ട സൈമൺ കമ്മീഷനാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ ഈ സൈമൺ കമ്മീഷനിൽ കാണുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരനെ പോലും അവർ ഇൻസൈഡ് ദ കമ്മീഷൻ അവർ വെച്ചിരുന്നില്ല. ഇന്ത്യയിൽ വന്ന് കണ്ടു, ആൾക്കാരെ കണ്ടു പോയെങ്കിലും ദർ വാസ് നോ ഇന്റർനെറ്റ്. ഇത് എത്രയോ പ്രാവശ്യം UPSCയുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. സോ എന്തുകൊണ്ടാണ് നേരത്തെ വന്നതെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ പ്രഷർ നടക്കുന്നുണ്ട്. അവിടുത്തെ കൺസർവേറ്റീവ് ഗവൺമെൻറ് വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ലേബർ പാർട്ടി ഫ്യൂച്ചറിൽ ഇലക്ഷൻ ജയിച്ചാൽ ചിലപ്പോൾ ഇന്ത്യക്കാർക്ക് കൂടുതൽ കൺസെഷൻസ് കൊടുക്കുമോ എന്നുള്ളൊരു പേടി ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ they actually came a bit early so that they could control and manipulate the whole thing in India. So it was kind of a manipulation. അതിനു വേണ്ടി തന്നെയാണ് അവരിവിടെ വന്നത്. സോ അത് നേരത്തെ വരാൻ കാരണം കൺസർവേറ്റീവ് ഗവൺമെൻറ് പേടിയായി. സോ ഏകദേശം 7 മെമ്പേഴ്സ് എല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു, 0 ഇന്ത്യൻ. ഇത് തന്നെയായിരുന്നു ഏറ്റവും വലിയ കോൺട്രവേഴ്സി. ആൻഡ് ജോൺ സൈമൺ അന്നത്തെ പ്രധാനപ്പെട്ട മെമ്പേഴ്സാണ്. ജോൺ സൈമൺ, ക്ലെമന്റ് ആറ്റ്ലി. പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ആണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. സോ കംപ്ലീറ്റ്ലി നിങ്ങൾ നേരത്തെ കണ്ട സൈമൺ ഗോബാക്ക് കമ്മീഷൻ, ഇവിടെ ഫോട്ടോസും
പ്ലക്കാർഡ്സ് ഒക്കെ പിടിച്ച് നമ്മൾ ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തു. ഭയങ്കര വലിയ ബോയ്ക്കോട്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, മുസ്ലിം ലീഗ് മുഴുവനായിട്ടല്ല, ചില സെക്ഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ലിബറൽസ്, ഹിന്ദു മഹാസഭ, ട്രേഡ് യൂണിയൻ, സ്റ്റുഡൻസ് എല്ലാവരും ഈ ബോയ്ക്കോട്ട്, ഇന്ത്യക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ബോയ്ക്കോട്ടിൽ പങ്കെടുത്തു. സോ അവിടെ വെച്ചിട്ടാണ് അടുത്ത ചരിത്രത്തിന്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ലിങ്ക് പോകുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ലാലാ ലജ്പത് റായ്ക്ക് ബ്രൂട്ടലി ഒരു ലാത്തി ചാർജ് ഏറ്റത്. ജെയിംസ് സ്കോട്ട് എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസർ കാരണം he was blown on the head and he died later. He was seriously injured. So അതൊരു വലിയൊരു ഫാക്ടറാണ്. ആൻഡ് ലാലാ ലജ്പത് റായുടെ ഫേമസ് സ്റ്റേറ്റ്മെന്റ് ആണ്, എവറി ബ്ലോ ഓൺ മൈ ബോഡി വിൽ പ്രൂവ് എ നെയിൽ ഇൻ ദ കോഫിൻ ഓഫ് ബ്രിട്ടീഷ് ഇംപീരിയലിസം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിലിംസിന് ചോദിക്കാം. ഈ കോട്ട് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇത് ആണിയടിക്കുന്ന എൻ്റെ എവറി ബ്ലോ ഓൺ മൈ ബോഡി വിൽ പ്രൂവ്, എൻ്റെ നേത്തടിക്കുന്ന ഓരോ ഇതും ബ്രിട്ടീഷുകാരുടെ ശവപ്പെട്ടിക്ക് അടിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ ലാലാ ലജ്പത് റായുടെ ഫേമസ് കോട്ടാണ്. ആൻഡ് സ്ലോലി ഇതിൽ നിന്നാണ് ഇവരുടെ ലാലാ ലജ്പത് റായുടെ ഏറ്റവും വലിയ ഫോളോവേഴ്സ് ആയിരുന്നു ഭഗത് സിംഗ്. പഞ്ചാബിലുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സിന്റെ, ഷേറി പഞ്ചാബിന്റെ വലിയ ഫാൻസ് ആയിരുന്നു ഇവർ. സ്വാഭാവികമായിട്ടും ലാലാ ലജ്പത് റായ് മരിച്ചതിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഡെമോക്രാറ്റിക്കലി നേരിട്ടിട്ട് കാര്യമില്ല, വയലൻസ് ആണ് ഏറ്റവും നല്ലതെന്ന് തിരിച്ചറിഞ്ഞ് പതുക്കെ പുതിയൊരു അസോസിയേഷൻ സൈഡ് ബില്ല് ഓൾറെഡി ഉണ്ടായിരുന്നു. ദർ വാസ് എസ് അസോസിയേഷൻ കോൾഡ് HRA. ഓൾറെഡി നമ്മൾ റെവല്യൂഷണറി മൂവ്മെന്റ്സ് 2 കാറ്റഗറി ആയിട്ടാണ് പഠിച്ചിട്ടുണ്ടാവുക. ഒന്ന് 1800s തുടങ്ങിയ 1860s ശേഷമുള്ള റെവല്യൂഷണറി മൂവ്മെന്റ്, ഏകദേശം 1910 വരെ പോയ മൂവ്മെന്റുകളുണ്ട്. പിന്നീടുള്ള 1920s ശേഷമുള്ള 22 ശേഷമുള്ള ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ് ഡോമിനേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ റെവല്യൂഷണറി മൂവ്മെന്റ് വേറെ. HRA രാം പ്രസാദ് ബിസ്മിൽ, സച്ചിൻ സാന്യാൽ, ഇത് സച്ചിൻ സാന്യാലാണ്. സച്ചിൻ സാന്യാൽ, രാം ബിസ്മിൽ ഇവരൊക്കെ നയിച്ചൊരു HRA ഉണ്ടായിരുന്നു. അതിൽ വളരെ പ്രശസ്തമായ പിന്നീടുണ്ടായിരുന്ന ഭഗത് സിംഗിന്റെ ഒക്കെ സമയത്ത് വരുന്ന കുറെ കോൺസ്പിരസി കേസുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കക്കോരി കോൺസ്പിരസി. ഇവിടെ നിന്നൊരു ട്രെയിൻ ലൂട്ട് ചെയ്യാനാണ്, കാരണം ഇതിനകത്തു നിന്നുള്ള റെവല്യൂഷണറി ആക്ടിവിറ്റീസിന്റെ ഫണ്ട് എടുക്കാൻ വേണ്ടി ഈ ട്രെയിൻ ലൂട്ട് ചെയ്തതാണ് കക്കോരി കോൺസ്പിരസി എന്ന് പറയുന്നത്. അവിടെ കക്കോരി ഉത്തർപ്രദേശിലാണ്, പ്രത്യേകം ഓർത്തു വയ്ക്കുക. പിന്നെ കക്കോരിക്ക് ശേഷം HRA HSRA ആയി മാറി. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറഞ്ഞ HSRA ആയി മാറി. പ്രധാനമായിട്ടും ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ്, രാജ്ഗുരു, ബട്ടുകേശ്വർ ദത്ത് ഇവരാണ് നമ്മൾ പിന്നീട് കാണുന്നത് ഗ്രേറ്റ് റെവല്യൂഷണറി മൂവ്മെന്റിലുള്ള ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു 3 പേരെ ഒരുമിച്ച് എക്സിക്യൂഷൻ ചെയ്തു. ബട്ടുകേശ്വർ ദത്താണ് ആ സമയത്ത് അസംബ്ലിയിൽ ബോംബ് ഇട്ടത്. നിങ്ങളുടെ ചെവി കേൾക്കാൻ വേണ്ടി ബോംബ് ഇടുന്ന ഒരു രംഗമുണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ നോക്കാം. അപ്പോൾ ഇതെല്ലാം ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് പരീക്ഷയ്ക്ക് വേണ്ടി, പ്രിലിംസിന് വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നൗജവാൻ ഭാരത് സഭ വാസ് ഫൗണ്ടഡ് ബൈ ചന്ദ്രശേഖർ ആസാദ് എന്ന്. ഇറ്റ് വാസ് ആക്ച്വലി ഫൗണ്ടഡ് ബൈ ഭഗത് സിംഗ്. റവല്യൂഷണറി നാഷണലിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതായിരുന്നു നൗജവാൻ ഭാരത് സഭ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അസോസിയേഷൻ വളരെ പോപ്പുലർ ആയിട്ട് ലാഹോർ കോൺസ്പിരസി കേസ് എന്ന് പറയുന്ന സോണ്ടേഴ്സിന്റെ അസാസിനേഷൻ, ജെയിംസ് സ്കോട്ടാണ് ലാലാ ലജ്പത് റായിനെ കൊന്ന കേസിൽ പ്രധാനപ്പെട്ട ആൾ. പക്ഷെ ജെയിംസ് സ്കോട്ടിനെ കൊല്ലാൻ വേണ്ടി ഇവരൊരു പ്ലാൻ ഇട്ടു. എല്ലാവരും കൂടെ അവിടെ വന്ന് നിന്ന് സൈക്കിളൊക്കെ കറക്കിയാൽ വളരെ ഫേമസ് സീനാണത്. പക്ഷേ സ്കോട്ടിന് പകരം സോണ്ടേഴ്സിനെയാണ് ഇവർ കൊന്നുകളഞ്ഞത്. ഭഗത് സിംഗ്, സുഖ്ദേവ്, ചന്ദ്രശേഖർ ആസാദ് ഇവരെല്ലാവരും ഇതിന്റെ പാർട്ടായിരുന്നു. അങ്ങനെയാണ് ലാഹോർ കോൺസ്പിരസി കേസ് വന്നത്. ആള് മാറി ഇവരെ അസാസിനേറ്റ് ചെയ്തു. അത് വലിയൊരു കേസായി മാറി. ഇതിൽ വളരെ ഫേമസ് രംഗമാണ്. സ്കോട്ടിന് പകരം സോണ്ടേഴ്സിനെ അവർ കൊന്നുകളഞ്ഞു. ഇന്ന ആളാണെന്ന് മാറിപ്പോയി, അങ്ങനെ കൊന്നുകളഞ്ഞു. അതേപോലെ തന്നെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഈ ഒരു രംഗം വളരെ പോപ്പുലർ ആണ്. ഒരു ലോ ഇന്റൻസിറ്റി ബോംബ് ഇട്ടിട്ട് ബഹ്റോ കോ സുനാനെ കെ ലിയെ ആവാസ് ബഹുത് ഊഞ്ചി ഹോനി ചാഹിയെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, ചെവി കേൾക്കാത്തവരെ കേൾപ്പിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭഗത് സിംഗും ബട്ടുകേശ്വർ ദത്തും ആണ് ബോംബ് പറഞ്ഞത്. സോ BK ദത്ത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ആളാണ്. അപ്പോൾ ഇതിനും ഈ സംഭവം ചോദിച്ചിട്ടുണ്ട്. ഇവരുടെ ഡിസ്കഷൻ നടക്കുകയായിരുന്നു. പബ്ലിക് സേഫ്റ്റി ബിൽസിനെ കുറിച്ചിട്ടും ഇതിന് ചർച്ച വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുണ്ട്. പിന്നെ ഇവർ ജയിലിൽ പോയതിനു ശേഷം ഒരുപാട് കഥകളുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ജതീന്ദ്രനാഥ് ദാസ് പാസസ് അവേ. ഏകദേശം 64ഓളം ദിവസം ഫാസ്റ്റ് ചെയ്തു, ഹങ്കർ സ്ട്രൈക്ക്. ഭയങ്കര ആയിരക്കണക്കിന് ആൾക്കാരാണ് അതിന് ശേഷം വന്നത്. മാസീവ് ഇവന്റ് ആയിരുന്നു നാഷണൽ ലെവലിൽ. അപ്പോൾ ജതിൻ ദാസ് ഹങ്കർ സ്ട്രൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് ഭഗത് സിംഗിനെ മാർച്ച് 23, 1931 ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരുവിനെ അവർ ഹാങ് ചെയ്തു. അവരുടെ ബോഡി കൊടുത്തിട്ടില്ല, വളരെ സീക്രട്ട് ആയിട്ട് ഇവരെ ഹാൻഡിൽ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വലിയൊരു റെവല്യൂഷണറി മൂവ്മെന്റിന്റെ അവസാനമായിരുന്നു ഇതിനകത്ത് നമ്മൾ പറയുന്നത്. പിന്നെ പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട നമുക്ക് നോക്കേണ്ടത് ഭഗത് സിംഗിന്റെ ഈ ഒരു കോൺസെപ്റ്റ് വൈ ഐ എം എൻ എത്തീസ്റ്റ്, ഒരു വൺ ഓഫ് ഹിസ് മോസ്റ്റ് ഫേമസ് എസ്സേ ആണ്. റാഷണലിസം, ഇന്റലക്ച്വൽ മെച്യൂരിറ്റി ഒക്കെ കൊണ്ടുവരുന്ന ഒരു എസ്സേ ആണ്. അത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കണം.
ആൻഡ് മൂവിങ് ഓൺ ടു ചന്ദ്രശേഖർ ആസാദ്, ആൽഫ്രഡ് പാർക്ക്, അലഹബാദിലെ വളരെ ഫേമസ് ആയിട്ട് സ്ഥലമാണ്. ചന്ദ്രശേഖർ ആസാദ് ഓൾവേസ് എസ്കേപ്ഡ് ഫ്രം ദിസ് ആൻഡ് ഫൈനലി ആള് പിടിക്കുന്ന ഒരു ഘട്ടമാവുന്ന സമയത്ത് ഹി ഷോട്ട് ഹിംസെൽഫ് ഡെഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഷോട്ട് ഹിംസെൽഫ് ഡെഡ്. അങ്ങനെ ആ ഒരു ചാപ്റ്ററും അവിടെ അവസാനിക്കുകയാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു പാരലൽ സംഭവം ചിറ്റഗോങ്, ഇന്നത്തെ ബംഗ്ലാദേശിൽ, ആ സമയത്ത് ബംഗ്ലാദേശ് ആ ഒരു ഏരിയയിൽ പ്രധാനപ്പെട്ട ചിറ്റഗോങ് ആർമറി റെയ്ഡ് എന്ന് പറയുന്ന സൂര്യസെൻ അന്നത്തെ ഏറ്റവും ഞെട്ടിച്ച ഒരു വലിയ സംഭവം തന്നെയാണ്. അതായത് ബ്രിട്ടീഷ് സിസ്റ്റം മൊത്തം നശിപ്പിക്കുക, ബ്രിട്ടീഷ് ആംസും അമ്യൂണേഷൻസും പിടിച്ചെടുക്കുക, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകർക്കുക, ഇതൊക്കെയാണ് ഇവർ ചെയ്തത്. സൂര്യസെൻ എന്ന് പറയുന്ന റെവല്യൂഷണറി ആളാണ് ചിറ്റഗോങ് ആർമറി റെയ്ഡ് നടത്തിയത്. എക്സാക്ട്ലി ഭഗത് സിംഗിന്റെ അത്രയും തന്നെ പോപ്പുലർ ആയിരുന്നു, പക്ഷെ അത്രയും ആൾക്കാരിലേക്ക് എത്തിയില്ലെന്നേ ഉള്ളൂ. ബട്ട് അവരുടെ ഹീറോയിസം കുറവൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിനെ മാസ്റ്റർ ദ എന്നാണ് വിളിച്ചിരുന്നത്, ബംഗാളി പേരാണ്. സ്കൂൾ ടീച്ചർ. ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിച്ചത്. അവിടെ ബ്രിട്ടീഷ് ആംസ് പിടിച്ചെടുത്തു. ചിറ്റഗോങ്ങിൽ 2 ആർമറി പിടിച്ചെടുത്തു, പോലീസ് ആർമറി, ഓക്സിലറി ഫോഴ്സ് ആർമറി, ആംസും അമ്യൂണിഷൻസ് പിടിച്ചെടുത്തു. ടെലിഗ്രാഫ്, ടെലിഫോൺ, റെയിൽവേ കണക്ഷൻസ് എല്ലാം തകർത്ത് കളഞ്ഞു. ചിറ്റഗോങ്ങിനെ ബ്രിട്ടീഷിന്റെ പുറത്താക്കാനായിരുന്നു അവരുടെ പ്ലാൻ. ഈവൻ ഒരു റെവല്യൂഷണറി, ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്യണം, ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഗവൺമെന്റ് നമുക്ക് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചിന്തിച്ച വലിയൊരു മൂവ്മെന്റ് ആയിരുന്നു ചിറ്റഗോങ് ആർമറി റെയ്ഡ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഈ പരീക്ഷയ്ക്ക് നമ്മളിത് എന്തായാലും പ്രിലിംസിന്റെ ഹൈ വാല്യൂ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ PYQ കൂടെ വെച്ചിട്ടാണ് പറയുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട്. ഈ ഇവന്റിനോട് ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിലും ഇതിലെ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൽപ്പന ദത്ത ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഓൾസോ പ്രീതിലത വഡേക്കർ, വൺ ഓഫ് ദ മോസ്റ്റ് ചിറ്റഗോങ് ആർമറി റെയ്ഡിലെ ദ ഡെയറിംഗ് ഫയർ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഒരുപാട് വാർത്തകളുണ്ട്. സോ ദിസ് ഇസ് പ്രീതിലത വഡേക്കർ ആൻഡ് കൽപ്പന ദത്ത. ഇവരും ഈ ഒരു സൂര്യസെന്നിന്റെ ചിറ്റഗോങ് ആർമറി റെയ്ഡിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആൾക്കാരാണ്. അവിടെ സൂര്യസെന്നിന്റെ നേതൃത്വത്തിൽ അവർ ഇന്ത്യൻ ഫ്ലാഗ്, നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തു. പിന്നീട് ഒരു പ്രൊവിൻഷ്യൽ റെവല്യൂഷണറി ഗവൺമെന്റ് അനൗൺസ് ചെയ്തു. അപ്പം അത്രയൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ ചെയ്യാൻ പറ്റി അവർക്ക്. പിന്നെ ഫൈനലി ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല, ബാറ്റിൽ ഓഫ് ജലാലാബാദ് ഹിൽസ്, ഇങ്ങനൊരു ബാറ്റിൽ നടന്നു. ആ ബ്രിട്ടീഷുകാർ ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്തു. റെയ്ഡ് നടന്നു, മാസീവ് കൗണ്ടർ അറ്റാക്ക് നടത്തി ബ്രിട്ടീഷ് ആർമി. റെവല്യൂഷണറീസ് എല്ലാം അടുത്തുള്ള ജലാലാബാദ് എന്ന് പറഞ്ഞൊരു മലയുടെ ഹില്ലിന്റെ മുകളിൽ പോയി ഒളിച്ചിരുന്നു. അങ്ങനെ വലിയൊരു ബാറ്റിൽ, അവിടെ ബാറ്റിൽ ഓഫ് ജലാലാബാദ് ഹിൽസ് എന്ന് പറയുന്നത് സൂര്യസെന്നിന്റെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഓർത്തു വെക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ക്യൂ ജമ്പ് ചെയ്ത് ഞാൻ റെവല്യൂഷണറി പറഞ്ഞുവെങ്കിലും നമ്മൾ സൈമൺ കമ്മീഷൻ 1927, 28, 29 എത്തിയപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ UPSCയുടെ PYQസിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു PYQ സ്റ്റാറ്റസ് കിട്ടുന്ന ഒരു സംഭവമാണ് മോത്തിലാൽ നെഹ്റുവിൻ്റെ നെഹ്റു റിപ്പോർട്ട്. എത്രയോ പ്രാവശ്യം നെഹ്റു റിപ്പോർട്ടിൻ്റെ പ്രൊവിഷൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രൊവിഷൻസ് എന്ന് നമുക്ക് വളരെ ഭംഗിയായിട്ട് അറിയണം. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇതിൽ കാണുന്നുണ്ട്, അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ലോർഡ് ബിർക്കിൻ ഹെഡ് ഇന്ത്യക്കാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് ഒരു സെൽഫ് റൂൾ വേണം, ഇന്ത്യക്ക് ഇത് വേണം, സ്വരാജ് വേണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ കളിയാക്കി ചോദിച്ചു, സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു രാജ്യമൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ അറിയൂ എന്ന് സർക്കാസ്റ്റിക്കലി ചലഞ്ച് ചെയ്തപ്പോഴാണ് മോത്തിലാൽ നെഹ്റു ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്തത്. സോ ഇത് ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ ചലഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു നെഹ്റു റിപ്പോർട്ടിൻ്റെ. സോ ഒരു കമ്മിറ്റി ഫോം ചെയ്തു. മോത്തിലാൽ നെഹ്റു ഉണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട തേജ് ബഹാദൂർ സപ്രു, ആനെ ഇമാം, ഷുഹാബ് ഖുറേഷി, പ്രധാനമായിട്ടും സുഭാഷ് ചന്ദ്ര ബോസ് നെഹ്റു റിപ്പോർട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട മെമ്പർ ആയിരുന്നു ഡ്രാഫ്റ്റിങ്ങിൽ. സോ അതും ഇതിൽ ഓർത്ത് വെക്കേണ്ട ഒരു ഫാക്റ്റാണ്, എക്സാമിന് ഉപകരിക്കും. സോ ഇവരുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതായിരുന്നു ഒരു ഐഡിയ. സോ ഇന്ത്യക്കാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്യുന്നത് തന്നെയായിരുന്നു ഇവരുടെ മേജർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഇവർ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു, ഈ ഡിമാൻഡുകളൊക്കെ കൊണ്ടുവന്നു. ഇത് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി കാണിച്ചിട്ടും അവർ അംഗീകരിച്ചൊന്നുമില്ല. അതിൻ്റെ പ്രൊട്ടസ്റ്റ് വലുതായിട്ടുണ്ടായിരുന്നു. നെഹ്റു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടും ബ്രിട്ടീഷുകാർ കാര്യമായിട്ട് റെസ്പോണ്ട് ചെയ്തൊന്നുമില്ല. സോ അന്നത്തെ യങ് ലീഡേഴ്സ് ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസും നെഹ്റുവും ഒക്കെ ഭയങ്കരമായിട്ട് ഇതിൻ്റെ എതിരെ പ്രതിഷേധിച്ചു. കാരണം പണ്ട് കുറേ കാലം സ്വരാജ് ചോദിച്ചു നടന്നു ബ്രിട്ടീഷുകാർ, നമ്മൾ അങ്ങോട്ട് സ്വരാജ് തരൂ. പിന്നെ പതുക്കെ ഡൊമീനിയൻ സ്റ്റാറ്റസ് ആയി തുടങ്ങി. ഞങ്ങൾക്ക് അയർലൻഡിലും ഇതേപോലെ തന്നെ ബ്രിട്ടീഷിലുള്ള ഡൊമീനിയൻ സ്റ്റാറ്റസ് തന്നാൽ മതി, ഭരിച്ച് ഞങ്ങൾക്ക് കുറച്ച് പവർ വേണം. സോ സെൽഫ് റൂൾ മാറി ഡൊമീനിയൻ സ്റ്റാറ്റസ് ആയി. പിന്നെ ഇവർ തീരുമാനിച്ചു, നെഹ്റുവും ബോസിനെ പോലത്തെ ആൾക്കാർ 1929 ആ സമയത്തൊക്കെ ആയപ്പോൾ തീരുമാനിച്ചു ഇനി കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് മതി. അങ്ങനെയാണ് പൂർണ്ണ സ്വരാജ് വേണമെന്ന് പറയുന്നത്. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചു January 26, 1930. അന്നത്തെ രവി നദിയിൽ ജവഹർലാൽ നെഹ്റു ഒരുപാട് വലിയൊരു മീറ്റിംഗ് ഒക്കെ നടത്തി, വളരെ ഫേമസ് ആണ്. അപ്പോൾ
ഇത് വർക്കൗട്ട് ആയില്ല. പക്ഷേ ഇതിൻ്റെ പ്രൊവിഷൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എല്ലാ പ്രൊവിഷൻസും നമ്മൾ കാണാതെ പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നോക്കുക. ഡൊമിനിയൻ സ്റ്റാറ്റസ് വേണം. കാനഡ, ഓസ്ട്രേലിയ പോലെ തന്നെ ബ്രിട്ടീഷ് കോമൺവെൽത്തിനകത്തുള്ള രാജ്യം, പക്ഷേ ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, പക്ഷേ കോമൺവെൽത്തിൻ്റെ അധീനതയിലായിരിക്കും എന്ന് പറയുന്ന പോലെ ഇത് വേണമെന്ന് പറഞ്ഞു. റെസ്പോൺസിബിൾ ഗവൺമെൻറ് സെൻറ്ററിൽ വേണമെന്ന് പറഞ്ഞു. വൈസ്രോയുടെ പവേഴ്സ് കുറയ്ക്കുക. പാർലമെൻ്ററി സിസ്റ്റം വേണം. ഫെഡറൽ സ്ട്രക്ചർ വേണം. സ്റ്റേറ്റും സെൻറ്ററൊക്കെ പോലെ നമ്മുടെ ഇന്നത്തെ മോഡേൺ ഫെഡറലിസം പോലെ തന്നെ ഒരു സ്ട്രക്ചർ വേണം. ഇതിൽ മെൻഷൻ ചെയ്യാത്തത്, പവേഴ്സ് മെൻഷൻ ചെയ്യാത്ത റെസ്യൂഡി പവർ എല്ലാം സെൻറ്ററിൻ്റെ കയ്യിൽ കൊടുക്കണം. വൈസ്രോയുടെ കയ്യിൽ ഇങ്ങനെ ഓവർ പവർ, ആർബിട്രറി പവർ കൊടുക്കാൻ പാടില്ല. പിന്നെ പ്രൊവിൻഷ്യൽ ഓട്ടോണോമി, ഒരു തരത്തിൽ ഫെഡറലിസം ഫെഡറൽ ആസ്പെക്ട് ടൈറ്റ് ചെയ്യുന്ന വലിയൊരു കോൺസെപ്റ്റ് തന്നെയാണ്. പ്രൊവിൻസിലേക്ക് കൂടുതൽ അധികാരം കിട്ടണം. ജോയിൻറ്റ് ഇലക്ടറേറ്റ്സ് വേണം. സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് വേണ്ട, ജോയിൻറ്റ് ഇലക്ടറേറ്റ്സ് വേണം. ഒബ്വിയസ്ലി ഇത് മുസ്ലിം ലീഗിന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. വെൻ യു ഹാവ് എ ജോയിൻറ്റ് ഇലക്ടറേറ്റ്സ് ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് നെഹ്റു റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇക്വാലിറ്റി ബിഫോർ ലോ, റിലീജിയസ് ഫ്രീഡം, എലിമെന്ററി എഡ്യൂക്കേഷൻ, ഇതെല്ലാം നെഹ്റു റിപ്പോർട്ടിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ അഡൽട്ട് ഫ്രാഞ്ചൈസ്, വോട്ടിംഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സൽ വേണമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ വോട്ടിംഗ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ജുഡീഷ്യറി വേണം. ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ, ഇപ്പോൾ ആന്ധ്ര, തമിഴ്നാട്, കർണാടക, തമിഴ്, തെലുഗു, കന്നഡ, മലയാളം എന്നൊക്കെ പറയുന്ന പോലെ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ വേണം. ഇത് പണ്ട് തിലക്കും പറഞ്ഞിട്ടുണ്ട്. 1916 സമയത്ത് തിലക്കും പറഞ്ഞിട്ടുണ്ട്. മൈനോറിറ്റി റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇത് മുസ്ലിം ലീഗിന് ചിലപ്പോൾ ഇൻട്രസ്റ്റ് പെട്ടേക്കാം. നോ സ്റ്റേറ്റ് റിലീജിയൻ, സെക്യുലർ ആയിരിക്കും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. നമ്മൾ ഇന്ന് പറയുന്ന പോലെ സ്റ്റേറ്റിന് ഒരു മതമില്ല, അതൊന്നും ഉണ്ടായിരുന്നതാണ്. സിന്ധിനെ ബോംബെയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യണം. ഇങ്ങനത്തെ കുറേ ആശയങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന മേജർ കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയുമുണ്ട്. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിൽ അവിടെ വലിയൊരു പ്രൊവിൻഷ്യൽ സ്റ്റാറ്റസ് ഈ സ്ഥലത്ത് കൊടുക്കണം. ഇന്ത്യൻസിന് കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കൊണ്ടുവരണം. അന്നത്തെ സിവിൽ സർവീസ് പോലെ തന്നെ സിവിൽ ലിബർട്ടീസ് കൊണ്ടുവരണം. ആക്സസ് ടു എഡ്യൂക്കേഷൻ വേണം. ക്യാബിനറ്റ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ. നമ്മൾ ഇന്ന് ഫംഗ്ഷൻ ചെയ്യുന്ന പോലെ മിനിസ്റ്റർ ഷുഡ് ഫംഗ്ഷൻ ബി റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന പോലെ. സിംഗിൾ സിറ്റിസൺഷിപ്പ്, എല്ലാവരും ഒരു ഇന്ത്യക്കാരാണെന്നുള്ളത്. ശരിക്കും ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശമുള്ള മേജർ കാര്യങ്ങളെല്ലാം നെഹ്റു റിപ്പോർട്ടിൽ അവർ എഴുതി വെച്ചു. പക്ഷേ ബ്രിട്ടീഷുകാർ ഇതൊന്നും പ്രത്യേകിച്ച് കാര്യമായിട്ട് അംഗീകരിച്ചൊന്നുമില്ല. സ്വാഭാവികമായിട്ടും നെഹ്റു റിപ്പോർട്ട് കണ്ടപ്പോൾ, ഈ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെയും മുസ്ലിം ലീഗിൻ്റെ അങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മുഹമ്മദ് അലി ജിന്ന പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ശരിയാവില്ല. സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് മാറ്റിയ മുസ്ലിംസിൻ്റെ ഇലക്ടറേറ്റ്സ് പോയില്ലേ. 1909 മോർലി മിൻറ്റോയിൽ കൊണ്ടുവന്നതല്ലേ. റെസിഡറി പവർ സെൻറ്ററിന് കൊടുക്കേണ്ട ആവശ്യമില്ല. മുസ്ലിംസിന് വേണ്ടത്ര സേഫ് ഗാർഡ്സ് ഇല്ല. മുസ്ലിംസിന് ഇൻട്രസ്റ്റ് സെർവ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു വലിയൊരു പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗ് ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. ജിന്നാസ് 14 പോയിന്റ്സ് എന്ന് പറഞ്ഞ് വേറൊരു സംഭവം ഇറക്കി. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താണ് ജിന്നയുടെ 14 പോയിന്റ്സ് എന്ന് പറയുന്ന വേറൊരു കാര്യം? ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ഫെഡറലിസം ഒക്കെ വേണം, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വേണം, പ്രൊവിൻഷ്യൽ ഓട്ടോണമി വേണം, അത് ഓക്കെ. റെസ്യൂഡറി പവർ, പ്രൊവിൻസിന് പവറുകൾ വേണം. മുസ്ലിംസിന് അഡിക്വേറ്റ് ആയിട്ടുള്ള, ഇതാണ് എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. മുസ്ലിമിന് 1/3 റിസർവേഷൻസ് സെൻട്രലിൽ വേണം, 1/3 അവിടെ വേണം. സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ ജോയിന്റ് ഇലക്ടറേറ്റ്സ് ഒന്നും പറ്റില്ല. മുസ്ലിംസ് തന്നെ എലക്ട് ചെയ്യട്ടെ. പഞ്ചാബ്, ബംഗാൾ, നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക അത് കൊടുക്കണം. ഫുൾ റിലീജിയസ് ഫ്രീഡം ഫോർ ഓൾ കമ്മ്യൂണിറ്റി വീറ്റോ അഗെയിൻസ്റ്റ് ഹാംഫുൾ ലെജിസ്ലേഷൻ. ഒരു വിഭാഗം ആൾക്കാർക്കെതിരെ കമ്മ്യൂണിറ്റി വീറ്റോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാവുന്നതാണ്. കമ്മ്യൂണിറ്റി വീറ്റോ വേണമെന്നുള്ളത് ജിന്നയുടെ 14 പോയിന്റ്സിൽ പറഞ്ഞതാണ്. എന്തെങ്കിലും ഞങ്ങളുടെ മതത്തിനെതിരെ വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ വീറ്റോ ചെയ്ത് കളയും. സെപ്പറേഷൻ ഓഫ് സിന്ധ്, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ബലോചിസ്ഥാനി വേണം. മുസ്ലിംസിന് ഫെയർ ഷെയർ ഓഫ് ഗവൺമെൻറ് സർവീസ് കിട്ടണം. നേരത്തെ എല്ലാവർക്കും കൊടുക്കണമെന്നാണ്, ഇവിടെ മുസ്ലിംസിന് മാത്രം കൊടുക്കണം. പ്രൊട്ടക്ഷൻ ഓഫ് മുസ്ലിം കൾച്ചർ, ലാംഗ്വേജ് വേണം. സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ക്യാബിനറ്റ്സിലും സെൻട്രൽ ഗവൺമെൻറ്റിലും താഴെ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റുകളിലെല്ലാം മുസ്ലിംസിന് ഭയങ്കരമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. ഇതായിരുന്നു ജിന്നയുടെ 14 പോയിന്റ്സ്. സ്വാഭാവികമായിട്ടും ഇത് കോൺഗ്രസിനും ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല. നെഹ്റു റിപ്പോർട്ട് ഉണ്ടാക്കിയതും ഇത് രണ്ടും രണ്ട് രീതിയിലാണ്. ഇത് കൂടുതൽ പാകിസ്ഥാൻ ഒരു മുസ്ലിം ഡോമിനേഷൻ കൂടുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഒരിക്കലും ഇത് സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ടുള്ള ടൈമിൽ നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി അങ്ങോട്ടുള്ള സമയത്ത് മുസ്ലിം ലീഗ് മുസ്ലിംസിൻ്റെതായിട്ടുള്ള ഒരു ഐഡിയോളജി പറഞ്ഞ് പോകുന്നുണ്ട്. കോൺഗ്രസ്
ഹിന്ദുസിന്റെയും മുസ്ലിംസിന്റെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് എപ്പോഴും ഈ ഒരു ഡൈനാമിക്സിലാണ് അവരുടെ വിഷൻ പറയുന്നത്. കോൺഗ്രസ് ഒരിക്കലും ഇത് അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. സോ ഇനി വരാൻ പോകുന്ന 40s തുടക്കത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഫൈറ്റ് വരുമ്പോൾ ഈ റിഫ്റ്റ് വരാനുള്ള കാര്യം ഇതാണ്. ഇവർ തമ്മിലുള്ള ആശയങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് മുസ്ലിം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് അത് ഇഷ്ടപ്പെടില്ല. ഒബ്വിയസ്ലി ഡെഡ് ലോക്ക് വരും. നമ്മളിനി 40s ശേഷം കാണാൻ പോകുന്ന മെയിൻ കാര്യങ്ങൾ ഇതാണ്. ഈ ഡെഡ് ലോക്ക് വന്ന് സോൾവ് ചെയ്യാൻ പറ്റാതെയാണ് ശരിക്കും പറഞ്ഞാൽ 1947 രണ്ട് വിഭജനം, നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ സെപ്പറേഷൻ നടന്നത്, പാർട്ടീഷൻ നടന്നത്. ഈ ഡെഡ് ലോക്ക് ഇവിടെ നിന്നേ ഉണ്ട്. അതായത് ഇപ്പം ഇതൊരു ബേസിക് കോൺസെപ്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഒരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ ആ പ്രപ്പോസലിൽ മുസ്ലിം ഡോമിനേഷൻ അല്ലെങ്കിൽ മുസ്ലിം ഇൻട്രസ്റ്റ് സെർവ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ലീഗ് അപ്പം തന്നെ പ്രശ്നം ഉണ്ടാക്കും. കോൺഗ്രസ് ഇവരുണ്ടാക്കുന്ന ബദൽ സംഭവം കോൺഗ്രസ് അപ്രൂവ് ചെയ്യൂല. ഈ ഡെഡ് ലോക്ക് കാരണം മൗണ്ട് ബാറ്റന്റെ സമയത്ത് 1947 പറയുന്നുണ്ട്, ഈ ഡെഡ് ലോക്ക് ഒരു പരിധിക്ക് മുകളിൽ സോൾവ് ചെയ്യാൻ പറ്റാതെ വയലന്റ് ആയി മാറിയപ്പോഴാണ് ശരിക്കും 1948 കൊടുക്കാനിരുന്ന സ്വാതന്ത്ര്യം 1947 കൊടുത്ത് ഒഴിവാക്കിയതില്ലേ. സോ ഇത് ഓർത്ത് വെക്കുക. ജിന്നാസ് 14 പോയിന്റ്സ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു 1929 ലാഹോർ കോൺഗ്രസ് സെഷൻ നടത്തി. ജവഹർലാൽ നെഹ്റു ആയിരുന്നതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. 26 ജനുവരി നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ അതേ ദിവസം ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചു. ഇന്ത്യ മൊത്തം വലിയ രീതിയിൽ സെലിബ്രേഷൻ നടത്തി എന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് പൂർണ്ണ സ്വരാജ്, ഇത് ഭയങ്കര ഇതായിട്ട് അതിനുശേഷമാണ് ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ജനുവരി 26 എന്ന് പറയുന്ന ഡേറ്റ് അന്ന് വളരെ പ്രധാനമാണ്. ഇനി പതുക്കെ കുറച്ച് ഗാന്ധിയൻ മൂവ്മെന്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ വളരെ UPSCയുടെ പ്രധാനപ്പെട്ട ഏരിയാസിലാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, അതേപോലെ തന്നെ അതായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പ്രധാനപ്പെട്ട മൂവ്മെന്റുകൾ, റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിൽ എന്തൊക്കെയാണ് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സബ്ജക്റ്റുകളും ഫുള്ളായിട്ട് ഞാൻ എടുത്തു പറയുന്നില്ല. ഞാൻ ബേസിക്കലി പ്രിലിംസിന് വേണ്ടിയുള്ള മേജർ പോയിന്റുകൾ മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ മെയിനായിട്ട് ആ പോയിന്റുകളാണ് ഇതിൽ ഷെയർ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് ഗാന്ധിജിയുടെ 11 ഡിമാൻഡ്സ് കാണാം. കാരണം 1922 ശേഷം പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് 31 ആക്കിയപ്പോൾ വലിയൊരു മൂവ്മെന്റ് ആയി. അപ്പോൾ അന്നത്തെ ഇർവിൻ ദ ഗ്രേറ്റ്, ലോർഡ് ഇർവിൻ, അത് അവിടുത്തെ വലിയ ആളായിരുന്ന സംഭവം. ഗാന്ധി ഇർവിൻ പാക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇർവിൻ തീരുമാനിച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. സോ അവിടെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇർവിനോട് പറഞ്ഞു ഞങ്ങൾ കുറച്ച് ഡിമാൻഡ് തരാം. അങ്ങനെ ഇർവിനോട് ചേർന്നിട്ട് ഗാന്ധിജി വലിയൊരു ഡിമാൻഡ് കൊടുത്തു. 11 കാര്യങ്ങൾ. ലാൻഡ് റവന്യൂ 50% കുറയ്ക്കുക, സോൾട്ട് ടാക്സ് നിർത്തുക, സോൾട്ട് മോണോപ്പൊളി അല്ലാതിരിക്കുക, മിലിറ്ററി എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക, ബ്രിട്ടീഷ് ഓഫീസേഴ്സിന്റെ സാലറി കുറയ്ക്കുക, പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ വിട്ടഴിക്കുക, വയലന്റ് അല്ലാത്ത ആൾക്കാരെ, വയലൻസ് ചെയ്യാത്ത ആൾക്കാരെ, CID ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടെ റിഫോം ചെയ്യുക, പ്രൊട്ടക്റ്റീവ് ടാരിഫ് ആണ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന്, ഫേവറബിൾ റുപ്പി സ്റ്റെർലിംഗ്, ഇന്ത്യൻസിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് റേഷ്യോ കൊണ്ടുവരിക, അന്നത്തെ പൗണ്ട് സ്റ്റെർലിംഗ് റുപ്പി പൗണ്ട് സ്റ്റെർലിംഗ്. പിന്നെ ഷിപ്പിങ്ങിന് വേണ്ടി നല്ല ഫ്രീഡം ഇന്ത്യക്കാർക്ക് കൊടുക്കണം. ടോട്ടൽ പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കൻസ്, ലിക്കറും ഡ്രഗ്സും വേണ്ട. സെൽഫ് ഡിഫെൻസിന് വേണമെങ്കിൽ ആംസ് വെക്കാം. അപ്പം ഇതിനകത്ത് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ ലാൻഡ് റവന്യൂ, സോൾട്ട് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ലാൻഡ് റവന്യൂ, സോൾട്ട്, മിലിറ്ററി, സാലറി, പ്രിസണേഴ്സ്, CID, ടെക്സ്റ്റൈൽക്കാർക്ക് ബെനിഫിറ്റ്, പൗണ്ട് ഇത്, ഷിപ്പിങ്ങിന് ഫ്രീഡം, ലിക്കർ ഒഴിവാക്കുക, ആയുധം കൈവശം വയ്ക്കാനുള്ള അധികാരം. അപ്പം ഇത് ഇങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാൽ 11 ഡിമാൻഡ് കണ്ടാൽ തന്നെ ഒബ്വിയസ്ലി എല്ലാം നിർബന്ധമായിട്ട് അവർ വെക്കില്ല, ഒരിക്കലും അംഗീകരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. സോ ഒബ്വിയസ്ലി പരാജയപ്പെട്ടു. 12 മാർച്ച് 1930 ഗാന്ധി സബർമതി ആശ്രം ടു ദാണ്ഡി വരെ ദണ്ഡി സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തു. ഉപ്പ് സത്യാഗ്രഹം, സോൾട്ട് ലോ എന്ന് പറയുന്ന രീതിയിൽ 240-390 കിലോമീറ്റർ 24 ദിവസം എല്ലാവരും നടന്നു എന്നാണ് പറയപ്പെടുന്നത്. സോ എല്ലാവരും ഇതിൽ പങ്കെടുത്തു. പെസൻസ്, സ്റ്റുഡൻസ്, വിമൻ. ഇതെന്തിനാ ചോദിക്കുന്നത് വെച്ചാൽ പ്രിലിംസിന് പലപ്പോഴും ചോദിക്കാറുണ്ട് ഇതിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്നൊക്കെ ചോദിച്ചാൽ അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അന്നത്തെ സ്റ്റുഡൻസ്, വിമൻ, ടീച്ചർ, മിഡിൽ ക്ലാസ്, കോൺഗ്രസിന്റെ വില്ലേജുകാർ, നാഷണലിസ്റ്റുകൾ, ടെക്സ്റ്റൈൽ വർക്കേഴ്സ്, തീരദേശ പ്രദേശത്തിൽ സോൾട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, യൂത്ത്, ബിസിനസ്സുകാർ, ജേർണലിസ്റ്റ്, ജോലി റിസൈൻ ചെയ്ത ആൾക്കാർ, അങ്ങനെ എല്ലാവരും പങ്കെടുത്തു. സോൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കുന്ന എല്ലാവർക്കും ബേസിക് ആയിട്ട് ആവശ്യമുള്ള സംഭവമാണ് ഉപ്പ്. അതുകൊണ്ടാണ് ഉപ്പിൽ നിന്നും തുടങ്ങിയത്. കാരണം ഉപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല, അത് മോണോപ്പൊളിയാണ്. മോണോപ്പൊളി എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെന്റിന് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് സോൾട്ട് ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഗാന്ധിജി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയും ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം ദർശന സോൾട്ട് വർക്ക്സ്. അന്നത്തെ വളരെ ഫേമസ് എപ്പിസോഡാണ് ഈ സോൾട്ട് ലോ എന്നൊക്കെ രീതിയിൽ. ഇപ്പോൾ രാജഗോപാലാചാരി ഇപ്പോൾ തമിഴ്നാട്ടിൽ വരികയാണെങ്കിൽ വേദാരണ്യം എന്ന് പറയുന്ന സ്ഥലത്തും സോൾട്ട് സത്യാഗ്രഹം ഓൾ ഓവർ ഇന്ത്യ പല സ്ഥലത്തും അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ദർശന സോൾട്ട് വർക്ക് എന്ന് പറയുന്ന സരോജിനി നായിഡുവാണ് ഇത് ലീഡ് ചെയ്തത്. ഇവിടെ വോളണ്ടറിലി മാർച്ച് ചെയ്ത് പോയപ്പോൾ പോലീസ് വളരെ ബ്രൂട്ടലായിട്ട് ഇവരെ അറ്റാക്ക് ചെയ്തു. അന്നത്തെ അമേരിക്കൻ ജേർണലിസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് വെബ് മില്ലർ എന്ന് പറയുന്ന ഒരാളാണ് ഇത് പോപ്പുലറൈസ് ചെയ്തത്. ഇന്റർനാഷണൽ മീഡിയയിൽ ദേ പോർട്രേറ്റ് ബ്രിട്ടീഷ് പീപ്പിൾസ് സപ്രഷൻ ആസ് വെരി സാവേജ്ലി. അങ്ങനെയാണ് അതിൽ ബ്രിട്ടീഷ് ആർമി, ദ ബ്രിട്ടീഷ് പീപ്പിൾ, അവരുടെ ഇന്റൻഷൻസ് എല്ലാം ആ സമയത്ത് കൃത്യമായിട്ട്. അപ്പോൾ ദർശന സോൾട്ട് വർക്ക് സോൾട്ട് സത്യാഗ്രഹയുടെ ഭാഗമായിട്ട് ഓർത്തു വെക്കണം. ആൻഡ് ഈവൻ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിലും അവിടെയും വളരെ വയലന്റ് ആയിട്ടുള്ള, ഭയങ്കര അത്ര നോൺ വയലന്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. പക്ഷേ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ദ ഫ്രോണ്ടിയർ ഗാന്ധി എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഹി വാസ് ദ ഫ്രോണ്ടിയർ ഗാന്ധി. ഈവൻ ഗാന്ധിയുടെ ഫാൻഷിപ്പ് ഉണ്ട്. ദേ ഓൾസോ ബിക്കം നോൺ വയലന്റ്. അങ്ങനെ ദേ സ്റ്റാർട്ടഡ് എ മൂവ്മെന്റ് കോൾഡ് റെഡ് ഷർട്ട് മൂവ്മെന്റ്. കണ്ടോ, റെഡ് ഷർട്ട് ഇട്ട് ഇത് ഖുദായി ഖിദ്മത്ഗാർ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഖുദായി ഖിദ്മത്ഗാർ എന്ന് പറയുന്ന ഒരു സംഭവം ഓർത്തു വെക്കുക. സോ ദിസ് ഇസ് വെരി റിമാർക്കബിൾ ഹിയർ. അപ്പോൾ അവിടെയും ഇത് വളരെ പോപ്പുലർ ആയിരുന്നു. അപ്പോൾ ഇത് ഓർത്തു വെക്കുക. പെഷാവറിലും കുറേ ഇൻസിഡൻസ് നടന്നു. അവിടുത്തെ സോൾജേഴ്സ് ആയിരുന്ന ഗഡ്വാൾ സോൾജേഴ്സ് ഫയർ ചെയ്തില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം നമുക്ക് ഇതിൻ്റെ സോൾട്ട് സത്യാഗ്രഹയുടെ ഭാഗമായിട്ട്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഭാഗമായിട്ട് ഓർത്തു വെക്കേണ്ടതാണ്. അങ്ങനെ പതുക്കെ ഏകദേശം ഒരു ധാരണയായി തുടങ്ങി. ഗാന്ധിയും ഇർവിനും എന്നാൽ പിന്നെ ഒരു പാക്ട് ഒപ്പിട്ട് കളയാം, വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ഇനി എഗ്രിമെന്റിന്റെ ലിസ്റ്റുകൾ അങ്ങോട്ട് ഇട്ടു. ഞങ്ങൾ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ റിലീവ് ചെയ്യാം, പക്ഷേ വയലൻസിൽ പങ്കെടുത്ത ആൾക്കാർ വിടില്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെയാണ് ഗാന്ധിജീനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഗാന്ധി വിചാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഭഗത് സിംഗിൻ്റെയും സുഖ്ദേവിൻ്റെയും രാജ്ഗുരുവിൻ്റെയും എക്സിക്യൂഷൻ വേണമെങ്കിൽ തടയാമായിരുന്നു എന്ന് പറയുന്നൊരു വാദം അവിടെയുണ്ട്. അപ്പോൾ പെർമിറ്റ് പീസ്ഫുൾ പിക്കറ്റിംഗ് ഓഫ് ലിക്കർ ആൻഡ് ഫോറിൻ ക്ലോത്ത് സമ്മതിക്കാം, സോൾട്ട് മാനുഫാക്ചറിങ് ഞങ്ങൾ സമ്മതിക്കാം, എമർജൻസി ഓർഡിനൻസസ് നിർത്താം, പിടിച്ചെടുത്ത സത്യാഗ്രഹിയുടെ സ്ഥലങ്ങളും സ്ഥാപനം എന്നൊക്കെ പറയുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള അവരുടെ പ്രോപ്പർട്ടി, ലീഗൽ പ്രോപ്പർട്ടി, അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ കണ്ടുകെട്ടിയ സ്ഥലങ്ങൾ, വീടുകൾ എല്ലാം തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന പീസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി നമ്മൾ കൊടുക്കാന്നുള്ള രീതിയിൽ പറയുന്നു. അങ്ങനെ ഗാന്ധി കോൺഗ്രസ് എഗ്രി ചെയ്തു. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഇവർ വിളിച്ചു വരുത്തിയ റൗണ്ട് ടേബിൾ കോൺഫറൻസ്, അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കൂടെ ഗാന്ധിയും ഇത്രയൊക്കെ കാര്യം ചെയ്യുമ്പോൾ ഗാന്ധി വിചാരിച്ചു നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. ബോയ്ക്കോട്ടുകൾ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് നടന്നു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരൻ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് എത്രയോ സ്ഥലങ്ങൾ, ജയിലുകൾ ഫുള്ളാക്കി എന്നാണ് പറയുന്നത് സിവിൽ ഡിസൊബീഡിയൻസിൻ്റെ സമയത്തൊക്കെ. ആൻഡ് ഫൈനലി ആദ്യമായിട്ട് ദ ഫസ്റ്റ് മേജർ പൊളിറ്റിക്കൽ നെഗോസിയേഷൻ ബിറ്റ്വീൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈക്വൽ ടേമിൽ ഗാന്ധി ഇർവിൻ പാക്റ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗാന്ധി ഇർവിൻ ഈക്വൽ പാക്റ്റിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സമ്മതിച്ചു. ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായി ഗാന്ധിനെ കൃത്യമായിട്ട് ലിഫ്റ്റ് ചെയ്തു. സോ അതുകൊണ്ടാണ് ഇത് വന്നത്. പിന്നെ അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറേ റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കണം. ലണ്ടനിൽ നടന്ന് ഇതേപോലെ പടത്തിൽ കാണുന്ന പോലെ എല്ലാവരും കൂടെ ചർച്ച നടത്തിയ ഒരു വലിയ ഇതാണ്. ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ് പ്രധാനപ്പെട്ട അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫെയിം അത്രയും പോപ്പുലറൈസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഫയർ ബ്രാൻഡ് സ്പീച്ച് ഇൻ ദ റൗണ്ട് ടേബിൾ കോൺഫറൻസ് വാസ് വെരി പോപ്പുലർ. ഇറ്റ് വാസ് വൈഡ്ലി സെലിബ്രേറ്റഡ്. അംബേദ്കർ സിനിമ, മമ്മൂട്ടിയുടെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസിൻ്റെ സീനുണ്ട്, മമ്മൂട്ടിയുടെ ഒരു സ്പീച്ച് ഉണ്ട്. അത് അംബേദ്കറിൻ്റെ ആ ഒരു വളരെ ഫയർ ബ്രാൻഡ് സ്പീച്ചായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നോക്കാം. ലണ്ടനിൽ വെച്ച് നടന്നു. എന്തിനാന്ന് വെച്ചാൽ എന്താണ് ഇന്ത്യയുടെ ഭാവി, ഒന്ന് എങ്ങനെയായിരിക്കും പുതിയ കോൺസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും ഇന്ത്യയിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടല്ലോ, ഹിന്ദുസ്, മുസ്ലിംസ്, മുസ്ലിം ലീഗ്, കോൺഗ്രസ്, ഇനി അംബേദ്കറിൻ്റെ ദളിത് വിഭാഗങ്ങൾ, ഡിപ്രസ് ക്ലാസ്സസ്, സിഖ്സ്, ഇവരെല്ലാം എങ്ങനെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം. ഓരോരുത്തർക്ക് കമ്മ്യൂണലായിട്ടും ഓരോരോ സ്റ്റേറ്റുകൾക്കും പ്രിൻസ്ലി സ്റ്റേറ്റുകൾക്ക് അവരവരുടെ ഡിമാൻഡുകളുണ്ട്. ഇന്ന മതത്തിൽപ്പെട്ടവർക്കും ഇന്ന പ്രൊവിൻസുകൾക്കുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇത് പരിഹരിക്കാൻ പോകുന്നത്, ഇത് ചോദിക്കാൻ റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്തിനാണ് നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്യൂച്ചർ, കോൺസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്, പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ്, കമ്മ്യൂണൽ, പ്രൊവിൻഷ്യകൾ, ഓരോരുത്തരുടെ ഡിമാൻഡുകൾ നമ്മൾ എങ്ങനെയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു മോഡിലാണ് കംപ്ലീറ്റ്ലി പോയത്.
അങ്ങനെ നമുക്ക് 3 റൗണ്ട് ടേബിൾ എല്ലാം ലണ്ടനിൽ വെച്ചാണ് നടന്നത്. 1930, 31, 32 3 വർഷം കൊണ്ട് ഫസ്റ്റ് റൗണ്ട് ടേബിൾ, സെക്കൻഡ് റൗണ്ട് ടേബിൾ, തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നു. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ആരൊക്കെയാണ് പങ്കെടുത്തത്, എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് എന്നുള്ളത് എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടൊരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നത് നല്ലത്. 1930 ആദ്യത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നു. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ റാംസെ മാക്ഡൊണാൾഡ് ആണ് വിളിച്ചു വരുത്തിയത്. അന്നത്തെ പ്രിൻസസ്, മുസ്ലിം ലീഗ്, ലിബറൽസ്, ഡിപ്രസ് ക്ലാസസ്, അംബേദ്കറിന്റെ സിഖ്, ആംഗ്ലോ ഇന്ത്യൻസ്, യൂറോപ്യൻസ്, BR അംബേദ്കർ, ജിന്ന, തേജ് ബഹാദൂർ സപ്രു ഉണ്ട്. ഇതിൽ കോൺഗ്രസ് ഇല്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ബി നോട്ടഡ്, ഡിപ്രസ് ക്ലാസ് അംബേദ്കർ ഭയങ്കര പോപ്പുലറായി, പക്ഷെ ഇതിൽ കോൺഗ്രസ് ഇല്ല. അതാണ് ഇതിനകത്ത് ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന്റെ. ദേ ബോയ്കോട്ടഡ് ദ കോൺഫറൻസ് ബിക്കോസ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ലണ്ടനിൽ ഞങ്ങൾ വരില്ല, ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കെതിരെ പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾ നടത്തുന്ന പരിപാടിക്ക് ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ കോൺഗ്രസ് ആബ്സെന്റ് ആയിരുന്നു. പ്രധാനപ്പെട്ട സംഭവം ഓർത്തു വെക്കേണ്ടതാണ്. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആയി കഴിഞ്ഞപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1931 അടുത്ത വർഷം തന്നെ നടന്നു. ഡിസംബർ 31, 1931 നടന്നു. ഗാന്ധി ആസ് എ സോൾ റെപ്രസെന്റേറ്റീവ് ഓഫ് കോൺഗ്രസ്, പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഗാന്ധി സോൾ റെപ്രസെന്റേറ്റീവ് ഓഫ് കോൺഗ്രസ്. ഗാന്ധി ഇർവിൻ പാക്ടിന് ശേഷമാണ്, കാരണം ഗാന്ധി ഇർവിനും ഫ്രണ്ട്സ് ആയല്ലോ, കുറേയൊക്കെ സാധിച്ചു കൊടുത്തു. ഭഗത് സിംഗിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. അതുകൊണ്ട് തന്നെ ഗാന്ധി ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാംസിൽ ഇവർ പങ്കെടുക്കാൻ തുടങ്ങി. സോ അതുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ പങ്കെടുത്തത്. BR അംബേദ്കറും ജിന്നയും പ്രിൻസസും സിഖ്സും ആംഗ്ലോ ഇന്ത്യൻസും യൂറോപ്യൻസും എല്ലാവരും ഉണ്ടായിരുന്നു അതിനകത്ത്. വലിയൊരു മീറ്റിംഗ് ആയിരുന്നു. പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റിന്റെ തുടക്കം അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. കാരണം ഗാന്ധി അംബേദ്കർ ഡിബേറ്റിന്റെ മേജർ പോയിന്റും വളരെ സിമ്പിൾ ആയിട്ട് അതാണ്. BR അംബേദ്കർ ഡിമാൻഡ് ചെയ്തു സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് വേണം, ഡിപ്രസ്ഡ് ക്ലാസസിനും മുസ്ലിംസിനും സിഖ്സിനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ദളിത്സിനെയും ഇനി ദളിത്സ് തന്നെ എലക്ട് ചെയ്യട്ടെ എന്നുള്ളൊരു സംഭവം വന്നു. ഇതാണ് ഗാന്ധി ഇവിടെ പ്രധാനപ്പെട്ട ഡിബേറ്റ് ഉണ്ടായത്. അംബേദ്കർ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഡിപ്രസ്ഡ് ക്ലാസസിന് സെപ്പറേറ്റ് ആയിട്ടൊരു ഐഡന്റിറ്റി കൊടുക്കണം, സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് കൊടുക്കണം, സോ ദാറ്റ് അവർക്ക് റിസർവേഷൻ വരുന്ന സീറ്റുകളിൽ ഡിപ്രസ് ക്ലാസസ് അവിടുത്തെ ദളിത്സിനെ അവർ നിർത്തുന്നു, ദളിത്സ് തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു, മുസ്ലിംസിനെ ഇലക്ടറേറ്റ്സ് കൊടുക്കുന്ന പോലെ. ഗാന്ധിജി പറഞ്ഞു മുസ്ലിംസിനും സിഖ്സിനും ബാക്കിയുള്ള ആംഗ്ലോ ഇന്ത്യൻസിനൊക്കെ കൊടുത്തോ, ദളിത്സിന് കൊടുക്കാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് ഡിപ്രസ് ക്ലാസസിന് കൊടുക്കാൻ പറ്റില്ല, കാരണം അവർ ഹിന്ദുയിസത്തിന്റെ ഭാഗമാണ്, ഇത് ഹിന്ദുയിസത്തിനകത്തുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് സോൾവ് ചെയ്യണം. ഇത് ശരിക്കും ഏതാണ് ശരിയെന്ന് നിങ്ങളും വേണമെങ്കിൽ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. അന്ന് ഡിപ്രസ് ക്ലാസസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുത്തെന്ന് വേറൊരു വിഭാഗമായി മാറിയിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഗാന്ധിജി പറഞ്ഞു അത് ഒരിക്കലും നന്നാവില്ല. അങ്ങനെയാണ് ഗാന്ധി അംബേദ്കർ ഡിബേറ്റ് കൊണ്ടുവന്ന് പിന്നീട് പൂനെ പാക്ട് വരുന്നത് ഇവിടെയാണ്. നമ്മൾ അതിലേക്ക് വരാം. ആ ഡിബേറ്റ് ഇവിടെ തുടങ്ങുന്നുണ്ട്, പിന്നീട് ആ ഡിബേറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവസാനം മൂന്നാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1932 നടക്കുന്നു. ദിസ് ഇസ് ദ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അപ്പോൾ ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ഡിസ്കഷൻസ് ആണ് പിന്നീട് വരാൻ പോകുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രധാനപ്പെട്ട ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഈ ആക്ടിന്റെ ഒരുപാട് പ്രിസെറ്റുകൾ ഇവിടെ നിന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇവിടെയും എല്ലാവരും കോൺഗ്രസ് ഇതിലും വന്നില്ല, ബോയ്ക്കോട്ട് ചെയ്തു. അപ്പോൾ രണ്ടാമത്തേൽ മാത്രമേ ഉള്ളൂ. ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പല നേതാക്കളും വന്നില്ല. കൂടുതലും പ്രിൻസസും കമ്മ്യൂണൽ ഗ്രൂപ്പ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ഉള്ളതിൽ ഇതിൽ കുറേ ഡിസ്കഷൻസ് കൊണ്ടുവന്നു. ആ ഡിസ്കഷൻസ് പിന്നീട് വളരെ ഹെൽപ്ഫുള്ളായി. അപ്പോൾ എന്താണ് ആ ഡിസ്കഷൻസ്? പിന്നീട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നമ്മൾ ഏറ്റവും നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രൊവിൻഷ്യൽ ഓട്ടോണമി. ഒരു തരത്തിൽ നമ്മുടെ ഫെഡറലിസം എന്ന് പറയുന്ന സ്റ്റേറ്റുകൾക്ക് കൂടുതൽ പവർ കൊടുക്കണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അന്ന് സ്റ്റേറ്റ് പ്രൊവിൻസുകളാണ്. ഫെഡറൽ ഫ്രെയിംവർക്ക്, അതായത് എല്ലാം പ്രൊവിൻഷ്യൽ ഓട്ടോണമിയും ഫെഡറൽ ഫ്രെയിംവർക്കും, ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ, 2 ഹൗസസ് ഉള്ളതെന്ന് പറയുന്ന പോലെ, കൂടുതൽ വോട്ടിംഗ് അധികാരം, ഫെഡറൽ കോർട്ട്, പിന്നീട് ഒരു സുപ്രീം കോടതിയായി മാറിയിട്ടുള്ള അങ്ങനത്തെ കുറേ ഫെഡറൽ കോർട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കുറേ കാര്യങ്ങളുടെയൊക്കെ തുടക്കം 1935 ആക്ട് ആണ്. അതിനെ സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട റൗണ്ട് ടേബിൾ കോൺഫറൻസ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ്. അപ്പോൾ ആവശ്യമുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കമ്മ്യൂണൽ അവാർഡ്. 1932 കമ്മ്യൂണൽ അവാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാംസെ മാക്ഡൊണാൾഡ് അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കൊണ്ടുവന്നതാണ്. സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് തരാമെന്ന് പറഞ്ഞല്ലോ. ഓൾറെഡി മുസ്ലിംസിനുണ്ട്, സിഖ്സിനുണ്ട്, ഇന്ത്യൻ ക്രിസ്ത്യൻസിനുണ്ട്, ആംഗ്ലോ ഇന്ത്യൻസിനുണ്ട്, യൂറോപ്യൻസിനുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഡിപ്രസ്ഡ് ക്ലാസസും കൂടെ ചേർത്ത് കൊടുത്താൽ അംബേദ്കർ ചോദിച്ച പോലെ എന്നാൽ പിന്നെ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് റെഡിയായി. ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അന്ന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ഗ്രാൻഡ് ചെയ്തു.
ഡിപ്രസ്ഡ് ക്ലാസ്സസിനെ അവർ തന്നെ ഷെഡ്യൂൾ കാസ്റ്റ് ആൾക്കാർ തന്നെയാണ് ഷെഡ്യൂൾ കാസ്റ്റ് ആൾക്കാരെ സെലക്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നു. ഇത് അംബേദ്കറിന് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഗാന്ധിജിക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഗാന്ധിജി ജയിൽ സമയത്തായിരുന്നു ഗാന്ധിജിയോടെ ഫാസ്റ്റ് നടത്തി യർവാദ സെൻട്രൽ ജയിലിൽ ഹി ഡിഡ് ദ ഫാസ്റ്റ് അൺ ടു ഡെത്ത്. അങ്ങനെ ഒരുപാട് പ്രഷർ അംബേദ്കറിൽ വന്നു. ഗാന്ധിജി ഓൾമോസ്റ്റ് മരിക്കാറായി, ഭയങ്കര വീക്കായി തുടങ്ങിയപ്പോൾ, ഫ്രജൈലായി തുടങ്ങിയപ്പോൾ എല്ലാ ലീഡേഴ്സും അംബേദ്കറിൽ പ്രഷർ ചെലുത്തി. ഫൈനലി അംബേദ്കറിനെ കൊണ്ട് സമ്മതിപ്പിച്ചു. ബിക്കോസ് ഇഫ് യു ഡു നോട്ട് സബ്ഡ്യൂ നൗ ഗാന്ധി വിൽ ഡൈ, സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു എഗ്രി വിത്ത് ഗാന്ധീസ് ഡിമാൻഡ്. അങ്ങനെ നിർബന്ധിച്ച് എഗ്രി ചെയ്യിപ്പിച്ചതാണ് പൂന പാക്ട്. 1932 ഗാന്ധിയും അംബേദ്കറും തമ്മിൽ ഒപ്പുവെച്ചു. പൂനെയിലാണ് ഒപ്പുവെച്ചത്. അപ്പോൾ സെപ്പറേറ്റ് എലക്ടറേറ്റ്സ് ഇല്ല, അബോളിഷ് ചെയ്തു. ജോയിന്റ് എലക്ടറേറ്റ്സ് സ്വീകരിച്ചു. നമ്മൾ ഓൾറെഡി ഡിപ്രസ്ഡ് ക്ലാസ്സസിന്, അതായത് ഷെഡ്യൂൾ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് റിസർവേഷൻ തരാം. നിങ്ങൾ വേറെ പോകേണ്ട ആവശ്യമില്ല. ഹിന്ദുവിസത്തിനുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യാം. 71 സീറ്റിന് പകരം 148 സീറ്റ്സ് നിങ്ങൾക്ക് തരാം. ഇരട്ടി സീറ്റ്സ് തരാം. നിങ്ങൾക്ക് റിസർവേഷൻ തരാം. പബ്ലിക് സർവീസിലും എഡ്യൂക്കേഷണൽ ഗ്രാന്റിലും പൊളിറ്റിക്കൽ സേഫ് ഗാർഡിലും എല്ലാത്തിലും നിങ്ങൾക്ക് കൂടുതൽ അധികാരം തന്നുകൊണ്ടുള്ള രീതി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് സമ്മതിച്ചപ്പോൾ അംബേദ്കറിനെ കൊണ്ട് സമ്മതിപ്പിച്ചു അവർ. അപ്പോൾ ഇതാണ് പൂന പാക്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട നമുക്ക് 1935 ആക്ടിന്റെ പ്രൊവിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തരത്തിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റുകളെല്ലാം നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. ഇത് പ്രിലിംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടതാണ്. ഒന്ന്, ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ കൊണ്ടുവന്നു. ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഇവിടെ കൊണ്ടുവന്നു. എന്താണ് ഈ ഓൾ ഇന്ത്യ ഫെഡറേഷൻ? ബ്രിട്ടീഷ് പ്രോവിൻസുകളും പ്രിൻസ്ലി സ്റ്റേറ്റുകളും എല്ലാവരും ഒരുമിച്ച് വരും. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഫെഡറേഷൻ വന്നില്ല, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് പങ്കെടുത്തില്ല. അതുകൊണ്ട് ഫെഡറേഷൻ വാസ് പ്രപ്പോസ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പ്രിലിംസിന്. ഓൾ ഇന്ത്യ ഫെഡറേഷൻ പ്രപ്പോസ് ചെയ്തു, പക്ഷേ ഇത് ഇംപ്ലിമെന്റ് ചെയ്തില്ല. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് പങ്കെടുത്തില്ല, ജോയിൻ ചെയ്തില്ല. അപ്പോൾ ഓൾ ഇന്ത്യ ഫെഡറേഷൻ പ്രപ്പോസ് ചെയ്തു, ബട്ട് ഇറ്റ് നോട്ട് കം ഇൻ ടു എഫക്ട്. പ്രൊവിൻഷ്യൽ ഓട്ടോണോമി. നേരത്തെ പ്രൊവിൻസുകളിൽ ഡയാർക്കി ഉണ്ട്. പ്രൊവിൻസുകൾക്ക് കുറച്ച് ഓട്ടോണമി ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ത്യക്കാർക്ക് ചെയ്യാൻ, കുറച്ച് കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ ചെയ്യും എന്ന് പറയുന്ന രണ്ടല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പ്രൊവിൻഷ്യൽ മിനിസ്റ്റേഴ്സ് ബിക്കെയിം റെസ്പോൺസിബിൾ ടു പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചർ. മിനിസ്റ്റേഴ്സ് ടു ബി റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ. പക്ഷെ അപ്പോഴും ഗവർണറിന് പ്രത്യേക പവറുകൾ ഉണ്ടായിരുന്നു. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അബോളിഷൻ ഓഫ് ഡയാർക്കി ഇൻ പ്രൊവിൻസസ്. 1919 ആക്ടിലാണ് ഡയാർക്കി പ്രൊവിൻസുകൾ കൊണ്ടുവന്നത്. ഇവിടെ വാസ് അബോളിഷ്ഡ് ബിക്കോസ് ട്രാൻസ്ഫേർഡ് ആൻഡ് റിസർച്ച് സബ്ജക്ട്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ 1919 ട്രാൻസ്ഫേർഡ് സബ്ജക്ട്, റിസർവ്ഡ് സബ്ജക്ട്, ചിലത് നിങ്ങൾക്ക് ചിലത് നമുക്ക്, അങ്ങനെ ട്രാൻസ്ഫേർഡും റിസർവ്ഡും ഉണ്ടാക്കി ആ ഡിസ്റ്റിങ്ഷനൊക്കെ എടുത്ത് കളഞ്ഞു ഗവൺമെന്റ് ഓഫ് 1935 ആക്ടിൽ. ഡയാർക്കി ഇത് കണ്ടോ, പ്രിലിംസിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയാർക്കി പ്രൊവിൻസുകളിൽ നിന്ന് മാറ്റി സെൻറ്ററിൽ കൊണ്ടുവച്ചു. സെൻറ്ററിൽ പിന്നീട് റിസർവ്ഡ് സബ്ജക്റ്റും ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു. സെൻട്രൽ ലെവലിൽ പ്രൊവിൻസിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അത് പ്രൊവിൻസിൽ നിന്ന് സെൻട്രലിലേക്ക് കൊണ്ടുവന്നു, പക്ഷേ റിസർവ്ഡ് സബ്ജക്റ്റുകളെല്ലാം ഗവർണർ ജനറൽ കൺട്രോൾ ചെയ്യും. ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ വേണമെന്ന് പറഞ്ഞ് അത് കൊണ്ടുവന്നു. ബംഗാൾ, ബോംബെ, മദ്രാസ്, ബീഹാർ, അസം, UP അന്നത്തെ യുണൈറ്റഡ് പ്രോവിൻസിലൊക്കെ കൊണ്ടുവന്നു. അതേപോലെ തന്നെ സെൻട്രലിൽ ഫെഡറൽ അസംബ്ലിയും കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, നമ്മൾ ഇന്ന് ലോക്സഭ രാജ്യസഭ പോലെ തന്നെ കൊണ്ടുവന്നു. ഫെഡറൽ കോർട്ട് എസ്റ്റാബ്ലിഷ്ഡ് 1937. ഇത് തന്നെയാണ് നമ്മുടെ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നീട് നമ്മുടെ സുപ്രീം കോടതിയായി മാറിയ ഇത്. അതുമാത്രമല്ല, ഇതേപോലെ തന്നെ RBI കൊണ്ടുവന്നു. ഇതെല്ലാം 1935 ആക്ടിന്റെ പ്രധാനപ്പെട്ടതാണ്. RBIയുടെ ക്രിയേഷൻ നടന്നു 1935 പ്രധാനപ്പെട്ട കാര്യം നടന്നു. ആൻഡ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് കണ്ടിന്യൂ ചെയ്തു. മുസ്ലിം, സിഖ്സ്, യൂറോപ്യൻ, ആംഗ്ലോ ഇന്ത്യൻ, ഇന്ത്യൻ ക്രിസ്ത്യൻസ്, ഡിപ്രസ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. പക്ഷേ പൂന പാക്ട് വഴി അത് വേറെ രീതിയിൽ കൊണ്ടുവന്നു. ഇത് തന്നെ ഒരു തരത്തിൽ കമ്മ്യൂണൽ ഇഷ്യൂ വളർത്താവുന്നതിൻ്റെ അങ്ങേയറ്റം ഇവർ കൊണ്ടെത്തിച്ചു. സോ ഓൾ ദീസ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് 1935 ആക്ടിൻ്റെ മെയിൻ പ്രൊവിഷൻസ് ആണ്. വോട്ടിംഗ് റൈറ്റ്സ് എക്സ്പാൻഡ് ചെയ്തു. പക്ഷെ അപ്പോഴും കുറച്ച് ശതമാനം ആൾക്കാർക്ക് മാത്രമേ വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രാഞ്ചൈസ് വാസ് എക്സ്പാൻഡഡ്, ബട്ട് സ്റ്റിൽ പീപ്പിൾ ഹാഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഫ്രാഞ്ചൈസ്. ഗവർണറിൻ്റെ സ്പെഷ്യൽ പവേഴ്സ്, ഡിസ്ക്രിഷണറി പവറും എമർജൻസി പവറും അതോറിറ്റി ടു ഓവർ റൈഡ് മിനിസ്റ്റേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. ഗവർണറിൻ്റെ പവർ കൊണ്ടുവന്നു. ഗവർണർ ജനറലിന് എമർജൻസി പവറും കൂടെ കൊണ്ടുവന്നു. ദാറ്റ് ഈസ് ടു ബി നോട്ടഡ് ഹിയർ. ഗവർണർ ജനറലിന് വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി നിർത്തിവെക്കാം, അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ചെയ്യാം, ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാം. ബ്രിട്ടീഷ് എക്സിക്യൂട്ടീവ് വളരെ സ്ട്രോങ് ആക്കി നിർത്തുന്ന ഒരു സംഭവമാണ്. എമർജൻസി പവർ ഗവർണർ ജനറലിന് കൊണ്ടുവന്നു. പുതിയ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, നമ്മുടെ PSC എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റിൽ FPSC, അന്നത്തെ UPSC പോലെ തന്നെ
FPSC ആയിരുന്നു, ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരുന്നു. PSC ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇറ്റ് ആക്ച്വലി സ്ട്രക്ചേർഡ് ആൻഡ് സ്ട്രെങ്തൻഡ് മോർ, കുറച്ചുകൂടെ. ആൻഡ് പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷനും വന്നു. FPSC നമ്മൾ സെൻട്രൽ ലെവലിലുള്ളതും പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള PSC കൊണ്ടുവന്നു ഈ ആക്ട്. ബർമ വാസ് സെപ്പറേറ്റഡ് ഫ്രം ഇന്ത്യ ഫൈനലി. ബർമയും കൂടെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു, അതിനെയും ഇവർ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി എന്നുള്ളതാണ്. ആൻഡ് സിന്ധ് ബിക്കേം എ സെപ്പറേറ്റ് പ്രോവിൻസ്. ബോംബെയിൽ നിന്നും സിന്ധിനെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. മിയാൻമാറിനെ ബർമേനെ സെപ്പറേറ്റ് കൊണ്ടുവന്നു, സിന്ധിനെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്നു. അതെല്ലാം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒറീസ ബിക്കേം എ സെപ്പറേറ്റ് പ്രോവിൻസ്. അപ്പോൾ സ്റ്റേറ്റ് വൈസ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആൻഡ് പുതിയ ഫെഡറൽ റെയിൽവേ അതോറിറ്റി കൊണ്ടുവന്നു. ഭയങ്കര പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു FR, നമ്മൾ അന്നത്തെ രീതിയിൽ ഒരു FRA എന്ന് പറയുന്ന ഫെഡറൽ റെയിൽവേ അതോറിറ്റി എന്ന രീതിയിൽ ഇവർ ആക്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എലക്ഷൻസ് ആണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പ്രൊവിൻഷ്യൽ ഇലക്ഷൻ ഓഫ് 1937 തന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് മിനിസ്ട്രീസ് റിസൈൻ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. പരീക്ഷയിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പ്രൊവിൻഷ്യൽ ഇലക്ഷൻ നമ്പർ 1 എന്തുകൊണ്ട് റിസൈൻ ചെയ്തു എന്നുള്ള കാര്യം. സോ 1935 ആക്ട് അനുസരിച്ചിട്ട് നമ്മൾ ഓൾറെഡി നോക്കി, പ്രൊവിൻഷ്യൽ ഓട്ടോണോമി കൊടുത്തിരുന്നു. സോ പ്രൊവിൻഷ്യൽ ഓട്ടോണോമി എന്ന് പറയുമ്പോൾ കൂടുതൽ പവർ കിട്ടിയെന്നാണ്. അപ്പോൾ പ്രൊവിൻസുകൾക്ക് എലക്റ്റഡ് ഗവൺമെൻറ്റിനെ കൊണ്ടുവരാൻ പറ്റി, ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് ഉണ്ടായി. അന്നത്തെ കാലത്ത് എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, ലോക്കൽ ഗവൺമെൻറ്, ഹെൽത്ത് പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി അവർക്ക്. ഇന്ത്യൻസിന് മിനിസ്റ്റേഴ്സ് ആകായിരുന്നു. അപ്പോൾ അത് 1935 ആക്ട് അനുസരിച്ചിട്ട് പുതിയ എലക്ഷൻസ് വന്നു. അപ്പോൾ ഗവർണറിന് അപ്പോഴും വലിയ പവർ ഉണ്ട്. ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, പോലീസ് ഒക്കെ ഗവർണറിന് ബ്രിട്ടീഷിന്റെ കയ്യിൽ തന്നെ ഇരുന്നത്. പക്ഷേ പാർഷ്യൽ പവർ ഉണ്ട്. ഒരു തരത്തിൽ റിയൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ പോലും ഒരു പാർഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്. അപ്പോൾ എലക്ഷൻസ് എന്ന രീതിയിൽ 1937 35 ആക്ടിന് അനുസരിച്ച് പ്രൊവിൻഷ്യൽ ഓട്ടോണോമി അനുസരിച്ച് പുതിയ എലക്ഷൻസ് വരും. കൂടുതൽ പവറോടുകൂടിയുള്ള എലക്ഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ കൂടുതൽ പവറോടുകൂടിയുള്ള എലക്ഷൻസ് വരുന്ന സമയത്ത് കോൺഗ്രസ് ഓൾസോ ഡിസൈഡഡ് ദാറ്റ് ഇറ്റ് വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ്. സോ ഇനിഷ്യലി കോൺഗ്രസ് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബിക്കോസ് വൈ ഷുഡ് വി എൻറ്റർ എ ഫേക്ക് ഗവൺമെന്റ് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ? കോൺഗ്രസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അത് ശരിക്കും പറഞ്ഞാൽ. ഇഫ് വി എൻറ്റർ വി ക്യാൻ ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ഗെയിൻ എക്സ്പീരിയൻസ്. അങ്ങനെ ടു എക്സ്പോസ് ബ്രിട്ടീഷ് ലിമിറ്റേഷൻസ് ആൻഡ് സ്ട്രെങ്തൻ ദ നാഷണലിസം, ബ്രിട്ടീഷ് പീപ്പിൾ, ദ കോൺഗ്രസ് പീപ്പിൾ ഡിസൈഡഡ് ദാറ്റ് വി വിൽ കണ്ടസ്റ്റ് ദി ഇലക്ഷൻ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എലക്ഷൻസ് കോൺടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇത് പിന്നീട് റിസിഗ്നേഷനിൽ എത്തുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലോണം കോൺഗ്രസ് പെർഫോം ചെയ്തു. മദ്രാസ്, ബോംബെ, യുണൈറ്റഡ് പ്രോവിൻസസ്, ബീഹാർ, സെൻട്രൽ പ്രോവിൻസസ്, അതേപോലെ തന്നെ ഒഡീഷ, അന്നത്തെ ഒറീസ, നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസ്, അസാം, ഈ ഭാഗങ്ങളെല്ലാം കോൺഗ്രസ് മിനിസ്ട്രീസ് ഫോം ചെയ്തു, ജയിച്ചു. ചെറിയ പവേഴ്സ് അവർക്ക്, ചെറിയ ചെറിയ അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, ലോക്കൽ ഹെൽത്ത് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് മിനിസ്റ്റേഴ്സ് പവറിൽ വന്നപ്പോൾ തന്നെ ഉറപ്പായിട്ടും പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ വിട്ടു, ഖാദി കൊണ്ടുവന്നു, പെസൻസിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, എഡ്യൂക്കേഷൻ കൂട്ടാൻ തുടങ്ങി, പോലീസ് റിപ്രഷൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, സിവിൽ ലിബർട്ടി ഇംപ്രൂവ്മെന്റ്സ് തുടങ്ങി. ഒബ്വിയസ്ലി ബ്രിട്ടീഷുകാരുടെ കയ്യിലിരുന്ന എല്ലാ പവറും ഇവർ ഉപയോഗിച്ചു തുടങ്ങി. പിന്നെ ഫൈനലി 1939 ആയപ്പോൾ ഇവർ പെട്ടെന്ന് റിസൈൻ ചെയ്തു. കോൺഗ്രസ് മിനിസ്ട്രീസ് ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു മിനിസ്ട്രി പെട്ടെന്ന് 1939 സമയത്ത് റിസൈൻ ചെയ്യാനുള്ള കാരണം കൂടെ നോക്കി കഴിയുമ്പോൾ 2ാം ലോക മഹായുദ്ധം തുടങ്ങുകയാണ്. ഇത് വളരെ പിവട്ടലാണ്. ഇനി അങ്ങോട്ട് സെക്കൻഡ് വേൾഡ് വാറിന്റെ കോണ്ടെക്സ്ച്വൽ ആസ്പെക്റ്റിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മൊത്തം മാറി മറിയുന്നത്. ശരിക്കും സെക്കൻഡ് വേൾഡ് വാർ വന്നത് ഒരു വലിയ രീതിയിൽ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ നമുക്ക് 1947 ആയപ്പോൾ സ്വാതന്ത്ര്യം കിട്ടാൻ നമ്മൾ ഒന്നും കൂടെ സഹായിച്ചു എന്ന് വേണം പറയാൻ. കാരണം ബൈ 1945-46 ബ്രിട്ടൻ വാസ് കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. ഇനി ഇല്ല, തകർന്ന് നശിച്ചു പോയി. അപ്പോൾ ഇനി കൂടുതൽ ഒരു ഇന്ത്യ പോലത്തെ രാജ്യം കൺട്രോൾ ചെയ്യാനുള്ള റിസോഴ്സസ് ഒന്നുമില്ല, വിട്ടിട്ട് പോയാൽ മതി എന്നുള്ള ലെവലായി. അപ്പം സെപ്റ്റംബർ 1939 ജർമ്മനിക്കെതിരെ ബ്രിട്ടൻ യുദ്ധം പ്രഖ്യാപിച്ചു. സെക്കൻഡ് വേൾഡ് വാറിന്റെ തുടക്കമാണ്. അന്നത്തെ ലോർഡ് ലിൻലിത്ഗോ പറഞ്ഞു, ഇന്ത്യ ഈസ് ഓൾസോ അറ്റ് വാർ. നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചു ജർമ്മനിക്കെതിരെ, അപ്പം നമ്മളും ബ്രിട്ടീഷിന്റെ ഭാഗമല്ലേ, വി ആർ ഓൾസോ അറ്റ് വാർ. സോ ഇന്ത്യൻസിനോട് ചോദിച്ചതേ ഇല്ല, ഒരു ഇന്ത്യൻ ലീഡറിൻ്റെ അടുത്ത് ചോദിച്ചില്ല, കൺസൾട്ട് ചെയ്തില്ല. പ്രൊവിൻഷ്യൽ മിനിസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറെ മിനിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറെ ഓട്ടോണോമി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോട് ആരോടും കൺസൾട്ട് ചെയ്തില്ല. അപ്പം കോൺഗ്രസ് മിനിസ്റ്റർ വിചാരിച്ചു ഞങ്ങളോടൊന്നും ചോദിക്കാതെ ഇങ്ങനെ ഇന്ത്യനെ വാറിന്റെ പാർട്ടാക്കാൻ. ദേ ഡിഡ് ദ സെയിം തിങ് ഇൻ വേൾഡ് വാർ 1. ഇതേപോലെ സപ്പോർട്ട് ചെയ്ത സ്വാതന്ത്ര്യം തരാമെന്ന് അത് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു, നമ്മളെ ഇത് തരാമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചത് അവരെ. സോ ഇപ്രാവശ്യം അവർ പറഞ്ഞു റിയൽ ആയിട്ട് ഫ്രീഡം കിട്ടാതെ ഇനി നമ്മൾ ഈ പാർട്ടിസിപ്പേഷനെ കുറിച്ച് ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്നുള്ള രീതിയിൽ
പ്രധാനമായിട്ടും വന്നു. അതിൻ്റെ പ്രൊട്ടസ്റ്റിൽ ഡെഫിനറ്റ്ലി മിനിസ്ട്രി ഭയങ്കര ആരെയും കൺസൾട്ട് ചെയ്യാതെ പിന്നെന്തിനാ മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നത് എന്ന രീതിയിൽ ഇവർ മിനിസ്ട്രി കംപ്ലീറ്റ്ലി വേണ്ടെന്ന് വെച്ചു. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ തുടക്കമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ലോർഡ് ലിൻലിത്ഗോ യുദ്ധത്തിൽ നമ്മളെ ചേർത്തു. മുസ്ലിം ലീഗിൻ്റെ റെസ്പോൺസ് വളരെ പ്രധാനമാണ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇത് സെലിബ്രേറ്റ് ചെയ്തു. ഈ ദിവസം വളരെയധികം സെലിബ്രേറ്റ് ചെയ്തു. കാരണം അവരിതിനെ ഡേ ഓഫ് ഡെലിവറൻസ് എന്നാണ് വിളിച്ചത്. മുസ്ലിംസ് ആർ നൗ ഫ്രീ ഫ്രം കോൺഗ്രസ് റൂൾ. അവർക്ക് ഇത്രയും കിട്ടിയാൽ പോരാന്നില്ല. കോൺഗ്രസ് ഇത്രയും സപ്പോർട്ട് ഇലക്ഷനൊക്കെ നടത്തിയിട്ട് ഫൈനലി ഇവരോട് ചോദിക്കാതെ യുദ്ധത്തിന് പങ്കെടുപ്പിച്ചു. സോ ഇതിനെ അവർ ഡേ ഓഫ് ഡെലിവറൻസ് എന്നാണ് മുസ്ലിം ലീഗ് ഇതിനെ വിളിക്കുന്നത്. ബിക്കോസ് നൗ വി തിങ്ക് ദറ്റ് വി ആർ ഫ്രീ ഫ്രം ദ കോൺഗ്രസ് റൂൾ. ദിസ് വാസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് മുസ്ലിം ലീഗ്. അപ്പോൾ ഡേ ഓഫ് ഡെലിവറൻസ് ഓർത്ത് വെക്കുക. ആൻഡ് ഇനി പതുക്കെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ നമ്മൾ സുഭാഷ് ചന്ദ്രബോസിന്റെ ചരിത്രവും കഥയൊന്നും പറയാൻ പോകുന്നില്ലെങ്കിൽ പോലും വൺ ഓഫ് ദ മോസ്റ്റ് പിവറ്റൽ ആൻഡ് മോസ്റ്റ് ഇഷ്ടം പോലെ ഫാൻ ബേസ് ഉള്ള ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ലീഡേഴ്സിൽ ഒരാളാണ് ബോസ് എന്ന് പറയുന്നത്. സോ ബോസും നെഹ്റുവും തമ്മിൽ ഒരുപാട് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ പോലും പിന്നീട് ഒരുപാട് പോയിന്റ് ഓഫ് ഡിഫറൻസ് ഉണ്ട്. അതേപോലെ ബോസും ഗാന്ധിയും തമ്മിൽ ആവശ്യത്തിൽ കൂടുതലുള്ള നെഗറ്റീവ്സും വേറെ ഉണ്ട്, പോയിന്റ് ഓഫ് ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ ബോസിന്റെ ഒരു പ്രധാനപ്പെട്ട കുറേ അച്ചീവ്മെന്റ്സ് ഉണ്ട്. നമുക്ക് ആകെ പെട്ടെന്ന് ഓർക്കുന്നത് ഇന്ത്യൻ നാഷണൽ ആർമി, ആസാദ് ഹിന്ദ് ഫൗജ്, ഇദ്ദേഹം അവിടെ പോയി കുറേ സംഭവങ്ങൾ ചെയ്തു. തന്നെ അപ്പുറത്തേക്ക് നമുക്ക് എക്സാം ലെവലിൽ കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് 1938 തൊട്ട് തന്നെ, ഇദ്ദേഹം യങ് ആയിരുന്നു. 1928 നെഹ്റു റിപ്പോർട്ട് തൊട്ട് നമുക്ക് ഇദ്ദേഹത്തിന് അറിയാം, പൂർണ്ണ സ്വരാജ് തൊട്ട് അറിയാം. പക്ഷെ 1938 തൊട്ട് ഗാന്ധിയുടെ ഒരു ഒപ്പണൻ്റായി മാറി പിന്നീട് കോൺഗ്രസിനകത്തുനിന്ന് മടുത്ത് വെറുത്ത് ഹി ലെഫ്റ്റ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി. ഇനി നോൺ വയലൻ്റ് ഒന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. യുദ്ധം നടത്തി ആർമിയെ കൊണ്ട് ഒരു ആംഡ് സ്ട്രഗിൾ നടത്തി ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു ബോസ് വിശ്വസിച്ചിരുന്നത്. സോ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കിവിടെ നോക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ബ്രിട്ടീഷ് റൂൾ കുഡ് ബി റിമൂവ് ത്രൂ ആംഡ് സ്ട്രഗിൾ. അല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല, മിലിറ്ററി ആക്ഷൻ വേണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അപ്പോൾ INA, ആസാദ് ഹിന്ദ് ഫൗജിൻ്റെ ഇതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ഫാക്റ്റുകളുണ്ട്. നമുക്ക് പ്രിലിംസിൻ്റെ PYQ കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഏരിയ കൃത്യമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത്. കൺസിഡറിങ് ദി PYQ ആസ്പെക്ട്സ് ടു, അതും കൂടെ ചേർത്തിട്ട് തന്നെ ഇതിനകത്ത് എടുക്കുന്നത്. സോ അതും കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ആദ്യം തന്നെ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന സമയത്ത്, പ്രത്യേകിച്ച് 20s 30കളുടെ കാലഘട്ടം നോക്കുമ്പോൾ ഹരിപുര സെഷൻ കോൺഗ്രസ് പ്രസിഡൻസി ഉണ്ടായിരുന്നു. ഹി വാസ് എ കോൺഗ്രസ് പ്രസിഡന്റ് ഇൻ 1938. ഹരിപുര കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ബോസ് പറഞ്ഞു ഇൻഡസ്ട്രിയലൈസേഷൻ വേണം, സോഷ്യലിസം, സയന്റിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ വേണം, സെൻട്രൽ സ്റ്റേറ്റ് നല്ല സ്ട്രെങ്ത് വേണം, ആൻറ്റി ഇംപീരിയലിസ്റ്റ് മൊബിലൈസേഷൻ വേണം, നമുക്ക് ആൾക്കാരെ കൊണ്ടുവരണം. അങ്ങനെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്നൊരു സംഭവം കൊണ്ടുവന്നു. വെരി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ആവശ്യം, ഇമ്പോർട്ടൻ്റ് ആണ് പ്രിലിംസിന് ചോദിക്കാൻ. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി കൊണ്ടുവന്നു. നെഹ്റു ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇത്രയും വിഷണറി ആയിരുന്നു. സാധാരണ അന്നത്തെ രീതിയിലല്ല. ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ഫ്രീഡത്തിലേക്ക് അടുക്കണമെന്ന് കൃത്യമായി. ബിക്കോസ് ഓൾറെഡി യു ഷുഡ് നോ സുഭാഷ് ചന്ദ്ര ബോസ് വാസ് ഓൾറെഡി ആസ് ഇന്ത്യൻ സിവിൽ സർവൻറ്റ്. നമ്മുടെ ഇന്നത്തെ IAS പോലെ തന്നെ അന്നത്തെ ഇന്ത്യൻ സിവിൽ സർവീസ് ICS എക്സാം ക്ലിയർ ചെയ്ത ടോപ്പ് റാങ്കിൽ വാങ്ങിച്ച ഒരാളാണ് സുഭാഷ് ചന്ദ്രബോസ്. അന്നത്തെ ഒരു സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്ന പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ്. സോ അത് നടപ്പിലാക്കിയ ഒരാളും കൂടാണ്. സോ അദ്ദേഹം പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ ഐഡിയ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവിടെ പെട്ടെന്ന് ഒറ്റ വാക്കിൽ ഓർക്കേണ്ടത്, ഹി വാസ് വെരി ബോൾഡ് ആൻഡ് ഹി വാസ് എ മാൻ ഓഫ് ആക്ഷൻ. ചുമ്മാ വർത്താനം പറഞ്ഞ് നമുക്ക് നാളെ നോക്കാന്നല്ല, കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കും. ഈ ബോൾഡ് ആക്ഷൻ എടുക്കുക എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് ബോസിന് ഏറ്റവും പോപ്പുലർ ആയിരുന്നത്. ആൻഡ് കോൺഗ്രസ് പാർട്ടി അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം വാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ദിസ് കൈൻഡ് ഓഫ് എൻ അഗ്രഷൻ. ഈ സ്പീഡ് ഇറ്റ് വാസ് നോട്ട് റെഡി ഫോർ ദാറ്റ്. അത് തന്നെയാണ് വലിയ പ്രധാനമായത്. ത്രിപുരി ക്രൈസിസ് 1939 സുഭാഷ് ചന്ദ്രബോസ് പിന്നെയും കോൺഗ്രസ് പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം പട്ടാഭി സീതാരാമയ്യ, ഗാന്ധി മുന്നോട്ട് വെച്ച കാൻഡിഡേറ്റ് ആണ് പട്ടാഭിനെ ഗാന്ധി കൊണ്ട് നിർത്തിയ കാൻഡിഡേറ്റ് ആണ്. പക്ഷേ ഇയാളെ പരാജയപ്പെടുത്തി സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു. അങ്ങനെ കുറേ സീനിയർ ലീഡേഴ്സ് ബോസിന്റെ അപ്രോച്ചിനെ റാഡിക്കൽ അപ്രോച്ച് എന്ന് വിളിച്ചു. ബ്രിട്ടീഷിന്റെ എതിരെ ഇങ്ങനെ ഇത്രയും അഗ്രഷൻ ബ്രിട്ടീഷുകാരോട് കാണിച്ചു കഴിഞ്ഞാൽ ശരിയല്ല എന്ന് വിചാരിച്ചു. ഗാന്ധി വെന്റ് ഓൺ റെക്കോർഡ് ആൻഡ് പബ്ലിക്ലി സ്റ്റേറ്റഡ് പട്ടാഭിസ് ഡിഫീറ്റ് ഇസ് മൈ ഡിഫീറ്റ്. പട്ടാഭി പരാജയപ്പെടുത്തിയത് എന്നെ പരാജയപ്പെടുത്തിയതുപോലെയാണ്. അപ്പോൾ ബോസിന് എവിടെ മനസ്സിലായി, കോൺഗ്രസിനകത്ത് ബോസിന്റെ വൈബ് ഇൻ ദ സെൻസ് ആ ഒരു വൈബ് എന്ന് പറയുന്ന ഒരു വൈബ്രൻസി, അഗ്രസീവ് വൈബ്രൻസി ഉള്ള റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരില്ല എന്നുള്ള ലെവലിൽ ബോസിന് മനസ്സിലായി. അപ്പോൾ ഹി ഹാഡ് ടു ലീവ് ഔട്ട് ദാറ്റ്. ബേസിക്കലി ഇറ്റ് വാസ് അറ്റ് വൈബ്രൻസി. റെസിഗ്നേഷൻ ഫ്രം കോൺഗ്രസ് പ്രസിഡൻസി.
പിന്നീട് പോയി അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് കൊണ്ടുവന്നു. അതായത് ആൻറ്റി ബ്രിട്ടീഷ് ആൾക്കാരെ റാഡിക്കൽ ഒരുമിപ്പിക്കാനും യുണൈറ്റ് ചെയ്യാനും ഫോർവേഡ് ബ്ലോക്ക് എന്നൊരു സംഭവം കൊണ്ടുവന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ബോസിനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുന്ന ഹൗസ് അറസ്റ്റിൽ വെച്ചു. ബോസ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആളാണെന്ന് മനസ്സിലായി. കോൺഗ്രസ്സുകാർ തന്നെ സത്യം പറഞ്ഞ ബോസിന് എഗൻസ്റ്റ് ആയിട്ട് കോൺസ്പയർ ചെയ്തു ആൻഡ് ഹി വാസ് പ്ലേസ്ഡ് അണ്ടർ ഹൗസ് അറസ്റ്റ്. പിന്നെ നടന്ന രസകരമായ ചരിത്രമാണ്. അവിടെ നിന്നും ബോസ് വളരെ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ട് അഫ്ഗാനിസ്ഥാനിലൂടെ കടന്ന് അവിടെ നിന്ന് സോവിയറ്റ് യൂണിയനിൽ പോയി, അവിടെ നിന്നും ജർമ്മനി പോയി, ജപ്പാനിൽ പോയി, അങ്ങനെ പല സ്ഥലത്തും പോയി അഡോൾഫ് ഹിറ്റ്ലറെ കണ്ടു. പിന്നീട് ബോസ് ജർമ്മനിയിലെത്തി. അവിടുത്തെ ആക്സിസ് സപ്പോർട്ടിൻ്റെ ബ്രിട്ടന് അഗെയിൻസ്റ്റ് ആയിട്ട് ബ്രിട്ടീഷുകാരെ എന്തായാലും ജർമ്മനിക്കാർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അഡോൾഫ് ഹിറ്റ്ലറിനെ മീറ്റ് ചെയ്തു. ഒരുപാട് വളരെ കഷ്ടപ്പെട്ടിട്ട് വേഷം മാറിയൊക്കെയാണ് ബോസ് പലയിടത്തും പോയത്. വേറെ ആളായി മാറിയൊക്കെ പോയി ജർമ്മനിയിലെത്തി. ആൻഡ് ഫൈനലി ഹി ക്രിയേറ്റഡ് ഫ്രീ ഇന്ത്യ സെൻറ്റർ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. ഫ്രീ ഇന്ത്യ സെൻറ്റർ ബെർലിനിലാണ്, ജർമ്മനിയിലാണ് ക്രിയേറ്റ് ചെയ്തത്. അതേപോലെ തന്നെ അവിടുത്തെ ജർമ്മനിയിലുള്ള പ്രിസണേഴ്സ് ഓഫ് വാറിനെ എല്ലാം അവിടെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കാരെ കുറേ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. POW നമ്മൾ വിളിക്കില്ലേ, പ്രിസണേഴ്സ് ഓഫ് വാർ എന്ന് പറയുന്ന പോലെ, അവരെയൊക്കെ കൊണ്ടുവന്നു. ആൻഡ് ഹി ക്രിയേറ്റഡ് ഇന്ത്യൻ ലീജിയൻ. ഇതെല്ലാം ജർമ്മനിയിൽ ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങളാണ്. ഫ്രീ ഇന്ത്യ സെൻറ്റർ. ആസാദ് ഹിന്ദ് റേഡിയോ ക്രിയേറ്റ് ചെയ്തു, വളരെ ഫേമസ്. റേഡിയോയിൽ വന്നിരുന്ന് ഗിവ് മീ ബ്ലഡ് ഐ ഷൽ ഗിവ് യു ഫ്രീഡം എന്ന് പറയുന്ന ഫേമസ് കോട്ട് എല്ലാം ഇവിടെ വളരെ പ്രസക്തമാണ്. അപ്പോൾ ഫ്രീ ഇന്ത്യ സെൻറ്റർ, ഇന്ത്യ ലീജിയൻ, ആസാദ് ഹിന്ദ് റേഡിയോ ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ബോസിന് മനസ്സിലായി യൂറോപ്പിൽ നിന്നിട്ട് കാര്യമില്ല, യൂറോപ്പിൽ ഒരുപാട് നിന്നിട്ട് കാര്യമില്ലല്ലോ, ഇവരുടെ പ്രശ്നങ്ങൾ സോൾവ് ആവുന്നില്ല. ആ സമയത്താണ് ഇനി ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ പ്രധാനപ്പെട്ട നോക്കേണ്ടത് ജപ്പാൻ്റെ റോള്. ശരിക്കും ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ ജപ്പാൻ്റെ റോള് വേണമെങ്കിൽ മെയിൻസിനൊക്കെ ചോദിക്കാവുന്നതാണ്. വാട്ട് വാസ് ദ റോൾ ഓഫ് ജപ്പാൻ ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, എസ്പെഷ്യലി ഡ്യൂറിങ് ദ ടൈം ഓഫ് ദ സുഭാഷ് ചന്ദ്രബോസ്? ജപ്പാൻ ആ സമയത്ത് വളരെ കൃത്യമായിട്ട് ബ്രിട്ടീഷ് ഫോഴ്സസിനെ പരാജയപ്പെടുത്തി. മലയയിൽ പരാജയപ്പെടുത്തി, സിംഗപ്പൂരിൽ പരാജയപ്പെടുത്തി, ബർമയിൽ പരാജയപ്പെടുത്തി. ഒരുപാട് ഇന്ത്യൻ സോൾജേഴ്സിനെ പിടിച്ചു വെച്ചു, POW ആക്കി, പ്രിസണേഴ്സ് ഓഫ് വാർ. കാരണം ബ്രിട്ടീഷ് ആർമി എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണല്ലോ യുദ്ധം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പിടിച്ചു വെച്ചു. ബോസിന് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, കാരണം യൂറോപ്പിൽ നിന്നും ഇന്ത്യ പിടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ജാപ്പനീസ് ഏരിയ, സിംഗപ്പൂർ, മലേഷ്യ, ബർമ, നോർത്ത് ഈസ്റ്റ്, പ്രധാനപ്പെട്ട ബർമ, നോർത്ത് ഈസ്റ്റ്, ഈ ഭാഗങ്ങളിലെല്ലാം നമുക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജപ്പാൻകാരുടെ കൂടെ നിന്നാൽ നമുക്ക് സഹായിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി, ഒരിക്കലും ഓർത്തു വെക്കേണ്ട വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ആർമി ഫൗണ്ട് ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ് അല്ല. ദ ഇനിഷ്യൽ INA എന്ന് പറയുന്നത് വാസ് ഫോംഡ് ബൈ ജനറൽ മോഹൻ സിംഗ്. ഇദ്ദേഹം 1989 വരെ ജീവിച്ചിരുന്നു. അന്നത്തെ ബ്രിട്ടീഷ് ആർമിയിൽ ഉണ്ടായിരുന്നതാണ്. ഹി വാസ് ജനറൽ മോഹൻ സിംഗ്. ജാപ്പനീസ് സപ്പോർട്ടോടു കൂടെയാണ് ഇന്ത്യൻ നാഷണൽ ആർമി കൊണ്ടുവന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ദ ലീഡർഷിപ്പ് ഹാഡ് എ വെരി ബിഗ് ക്രൈസിസ് ആൻഡ് സുഭാഷ് ചന്ദ്രബോസ് ടുക്ക് ഓവർ ദാറ്റ്. അതാണ് അതിൻ്റെ മേജർ കാര്യം. 1943 സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ബോസ് വന്നു. ഈ INA എന്ന് പറയുന്ന ഇന്റർനാഷണൽ ആർമീനെ റീഫ്രെയിം ചെയ്തു, കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന രീതിയിൽ പുതിയൊരു മേക്ക് ലിഫ്റ്റ് കൊടുത്തു അതിന്. അവിടെ ബോസ് ചെയ്ത സിംഗപ്പൂരിൽ പ്രൊവിഷണൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ്, അതായത് നമ്മൾ വേറെ ഇന്ത്യൻ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് സിംഗപ്പൂരിലാണ്. പ്രൊവിഷണൽ ഗവൺമെൻറ് ഓഫ് ഫ്രീ ഇന്ത്യ ആൻഡ് ആസാദ് ഹിന്ദ് ഗവൺമെൻറ് എന്ന് പേരിട്ട് വിളിച്ചു. സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയുള്ള ടെമ്പററി ആയിട്ടുള്ള ഗവൺമെൻറ് സ്ഥാപിച്ചു കഴിഞ്ഞു. ഭയങ്കര ഫാൻഷിപ്പ് ആയിരുന്നു ഇന്ത്യയിൽ. ആൻഡ് ആ ഗവൺമെൻറ്റിന്, ആസാദ് ഹിന്ദ് ഗവൺമെൻറ്, ഇന്ത്യൻ ഫ്രീ, the provisional government of free India was even recognized by Japan, Germany, Italy and Axis alliance states എല്ലാം റെക്കഗ്നൈസും ചെയ്തു. അതാണ് ഏറ്റവും രസം. റാണി ഝാൻസി റെജിമെന്റ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി സഹഗലിന്റെ ഒരു വിമൻ കോംബാറ്റ് റെജിമെന്റ് ഉണ്ടാക്കി. INA വാസ് അറ്റ് ഇറ്റ്സ് പീക്ക്. ഇന്ത്യയിൽ ഭയങ്കര ഫാൻഷിപ്പ് ആയിരുന്നു. ഗാന്ധിയൻ സപ്പോർട്ടിനോട് യോജിക്കാത്ത ഒരുപാട്, അവിടെയാണ് പ്രധാനപ്പെട്ട ഓർക്കേണ്ടത്. 1940s തുടക്കത്തിൽ ഗാന്ധിയൻ ആശയങ്ങളോട് ചേരാത്ത ഒരുപാട് ആൾക്കാർ ബോസിന്റെ ഫാനായിരുന്നു. അത് ബോസ് ചെയ്യുന്നതാണ് ശരി, അങ്ങനെയാണ് വേണമെന്ന് വലിയ രീതിയിൽ വലിയൊരു ഫാക്ടർ ഉണ്ടായിരുന്നു അവിടെ. ഇവിടെ നോക്കേണ്ട പ്രസക്തമായ ജപ്പാൻ്റെ റോൾ എന്താണെന്ന് ഞാൻ ചോദിച്ചു. നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡ്സ് 2ാം ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് 1942 വേൾഡ് വാർ 2ന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഫോഴ്സസിനെ പരാജയപ്പെടുത്തി ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് ജപ്പാൻ്റെ കയ്യിലായിരുന്നു. ഹൗ മെനി ഓഫ് യു ന്യൂ ദാറ്റ്? ജപ്പാൻ്റെ കയ്യിലായിരുന്നു. ആൻഡ് ദാറ്റ് ഐലൻഡ് വാസ് റീനെയിംഡ് ഷഹീദ് ആൻഡ് സ്വരാജ് എന്ന് പറഞ്ഞൊരു പേരിലാണ്. നേതാജി സുഭാഷ് ചന്ദ്ര ബോസിന് 1943 ജപ്പാൻകാരെ ഈ ഐലൻഡ് കൊടുത്തു. സോ ഇത് കണ്ടു, ഇംഗ്ലീഷുകാർ തോറ്റു മടങ്ങുന്ന ഒരു സംഭവമാണ്. ഇംഗ്ലീഷുകാർക്ക് ഭയങ്കര പേടിയായിരുന്നു ജപ്പാൻകാർ ആ സമയത്ത്. ബിക്കോസ്
അവരെ പരാജയപ്പെടുത്തി ഇവർ ഏറ്റെടുത്തു. അത് ബോസിന് കിട്ടി. പ്രധാനപ്പെട്ടത് ഐലൻഡാണ് ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ് എന്നാണ് അതിൻ്റെ പേര്. യു കെൻ ടേക്ക് എ ലുക്ക് അറ്റ് ഹൗ ദേ വർ ഫ്ലീയിങ് ഫ്രം ദിസ് പ്ലേസ്. അപ്പോൾ INA പ്രധാനപ്പെട്ട ഒരുപാട് ബാറ്റിലുകൾ ആ സമയത്ത് ഫൈറ്റ് ചെയ്തു. പക്ഷേ INAയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് എല്ലാം മെയിൻ സംഭവം ജപ്പാനാണ്. ജർമ്മനി പോയെങ്കിലും ജപ്പാന്റെ ധൈര്യത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ ഒരു വലിയ പരിധി വരെ കളിച്ചിരുന്നത്. സോ യു ക്യാൻ സേ ദാറ്റ് ഹിസ് കോൺഫിഡൻസ് വാസ് റൂട്ടഡ് ഇൻ ദ ജാപ്പനീസ് കോൺഫിഡൻസ്. ദ ജാപ്പനീസ് പവർ ഇസ് വീക്ക്, സുഭാഷ് ചന്ദ്രബോസ് വാസ് വീക്ക് എന്ന് പറയുന്ന ഒരു ഐഡിയ ഡിഡക്ഷൻ ആണ് അവിടെ നമുക്ക് മനസ്സിലാവേണ്ടത്. ബർമീസ് ഫ്രണ്ട്, നോർത്ത് ഈസ്റ്റ്, ഇതുവഴിയാണ് ഇന്ത്യ ബ്രിട്ടീഷുകാർ അറ്റാക്ക് ചെയ്യാൻ ഒരു പ്ലാൻ ഇട്ടത്. ഇംഫാലിലും കൊഹിമയിലും വലിയ ബാറ്റിലുകൾ നടന്നു. ബാറ്റിൽ ഓഫ് ഇംഫാൽ ആൻഡ് കൊഹിമയിൽ നടന്നു. ഇന്ത്യൻ സോൾജേഴ്സ് ഇൻ ബ്രിട്ടീഷ് ആർമി വുഡ് റിവോർട്ട്. INAയുടെ കോൺസെപ്റ്റ് ഇതായിരുന്നു, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ആർമിയിലുള്ള ഇന്ത്യക്കാരും ഇത് തിരിച്ചറിഞ്ഞ് നമ്മുടെ കൂടെ നിന്ന് ബ്രിട്ടീഷുകാരെ ഫൈറ്റ് ചെയ്യും. നാഷണൽ ലെവൽ ഇന്ത്യക്കാർ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യും. ബ്രിട്ടീഷുകാരുടെ മുറയിൽ താഴെ പോകും. അവർ പേടിച്ചിട്ട് യുദ്ധം, കാരണം പണ്ടേ യുദ്ധം ചെയ്ത രാജ്യങ്ങളെ പരാജയപ്പെടുത്തുമ്പോൾ ഈ സർപ്രൈസ് എലിമെന്റ് ഇന്ത്യൻ സോൾജേഴ്സും ബ്രിട്ടീഷ് ആർമിയിലുള്ള ആൾക്കാർ എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നുള്ള ഒരു സർപ്രൈസ് എലിമെന്റ് INAയുടെ ഗോളായിരുന്നു. പക്ഷേ ദ പോയിന്റ് ഇസ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻ സുഭാഷ് ചന്ദ്രബോസ് കോൺഫിഡൻസ് ലൈറ്റ് ഇൻ ജപ്പാൻ സക്സസ്. ജപ്പാൻ പതുക്കെ സെക്കൻഡ് വേൾഡ് വാറിൽ പരാജയപ്പെടാൻ തുടങ്ങി. INAയുടെ മെയിൻ ആയിട്ടുള്ള ഫുഡ്, മെഡിസിൻ, വെപ്പൺ, ലോജിസ്റ്റിക്സ് ജപ്പാനിൽ വരുന്നതെല്ലാം ജപ്പാനിന് വരാണ്ടായി. കാരണം അവർക്ക് തന്നെ നിലനിൽപ്പില്ല. അപ്പോൾ അത് വരാതായപ്പോൾ INA ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആയി. ബ്രിട്ടീഷ് പോയിന്റ് ബർമ നോർത്ത് ഈസ്റ്റ് റീജിയൻ ബ്രിട്ടീഷുകാർ തിരിച്ചു പിടിച്ചു, കൗണ്ടർ അറ്റാക്ക് നടത്തി. ജപ്പാൻകാരെ പരാജയപ്പെട്ട് നടന്നപ്പോൾ റീകൂപ്പ് ചെയ്തു, ബ്രിട്ടീഷ് ആർമി റീകൂപ്പ് ചെയ്തു. INAക്കാരെ ഹെവിലി സപ്രസ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ INA ഇന്റർനാഷണൽ ആർമി, ആസാദ് ഹിന്ദ് ഫോഴ്സ് കൊലാപ്സിന്റെ വക്കിലെത്തി. ജപ്പാൻ സറണ്ടർ ചെയ്തു. പിന്നെ ഒന്നുമില്ല, സപ്പോർട്ടില്ലാതായി. INA കംപ്ലീറ്റ്ലി കൊലാപ്സായി. ഒരുപാട് ആൾക്കാരെ പിടിച്ചു, ജയിലിലിട്ടു. പ്രധാനപ്പെട്ട വലിയൊരു മെസ്സേജ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊടുത്തതാണ് INA ട്രയൽസ്. റെഡ് ഫോർട്ടിൽ നടന്ന പ്രധാനപ്പെട്ട റെഡ് ഫോർട്ടിൽ നടന്ന ട്രയലാണ് ഇതിൽ നിങ്ങൾ കാണുന്നത്. INA ട്രയൽ ഓപ്പൺസ് ഇൻ റെഡ് ഫോർട്ട്. പബ്ലിക് ആയിട്ട് എല്ലാവരും അവർ മെയിനായിട്ട് ഹാങ് ചെയ്ത് കളഞ്ഞു. ഷാനവാസ് ഖാൻ, പ്രേംകുമാർ സെഹഗൽ, ഗുർബക്ഷ് സിംഗ് ധില്ലൻ, ഈ പേരുകൾ ഓർത്ത് വെച്ചോളൂ. ഇവരെ ട്രൈ ചെയ്തു. പക്ഷെ ഇന്ത്യ മൊത്തം ഒരു തരത്തിൽ പേടിയും ഉണ്ടായി, ഒരു തരത്തിൽ വലിയ ഫാൻഷിപ്പ് ആയിരുന്നു ബോസിന്. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് ഒരു പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കുറേ ആൾക്കാർ പറയുന്നു ഹി ഡിഡ് നോട്ട് ഡൈ എന്നും പറയുന്നുണ്ട്. അപ്പോൾ കഥ പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ സുഭാഷ് ചന്ദ്രബോസായിട്ട് ബന്ധപ്പെട്ട ഇന്ന കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ജപ്പാന്റെ കാര്യങ്ങളും അവരുടെ ഐഡിയോളജി എന്തായിരുന്നു എന്നുള്ള പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് പതുക്കെ 1940s സമയമായി. ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ UPSCയുടെ ഫേവററ്റ് ആയിട്ടുള്ള PYQs കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ, ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഐ ഷുഡ് സേ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള, ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയയാണ് ഓഗസ്റ്റ് ഓഫർ, ക്രിപ്സ് മിഷൻ, വേവൽ പ്ലാൻ, ഷിംല കോൺഫറൻസ്, ക്യാബിനറ്റ് മിഷൻ, മൗണ്ട് ബാറ്റൺ പ്ലാൻ, ലിയാഖത്ത് അലി പ്ലാൻ, CR ഫോർമുല, ഇങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട്. ഞാൻ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ റിവിഷനിൽ ഞാനത് പഠിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടെ നിങ്ങൾ പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകൾ മാത്രം എൻ്റെ കൂടെ ശ്രദ്ധിച്ചിരുന്ന് കേട്ടാൽ മതി. ആ ഒരു ഡെപ്തിൽ നമുക്കിത് നന്നായിട്ട് പഠിച്ചു പോകാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് ഓഗസ്റ്റ് ഓഫർ. ലോർഡ് ലിൻലിത്ഗോസ് ഓഫർ എന്ന് വേണമെങ്കിലും പറയാം. വർഷം നോക്കിക്കോളൂ, 1940കളിലാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇനിയുള്ളതെല്ലാം വേൾഡ് വാർ 2 ബാക്ക്ഡ്രോപ്പിലാണ് നടക്കുന്നത്. വേൾഡ് വാർ 2 ബ്രിട്ടന് യുദ്ധം ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യയുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. കാരണം പൈസയായിട്ടും മരിക്കാനും ആൾക്കാർ വേണം. ദേ നീഡഡ് ഇന്ത്യ വെരി ബാഡ്ലി. അപ്പോൾ ഇന്ത്യക്കാരെ സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. എങ്ങനെയെങ്കിലും സെക്കൻഡ് വേൾഡ് വാറിൽ കോൺഗ്രസ് മിനിസ്ട്രി റിസൈൻ ചെയ്തല്ലോ 1939. ഇവരോട് ചോദിക്കാതെ ചെയ്തതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെങ്ങനെയെങ്കിലും ഒന്ന് പ്രീതിപ്പെടുത്തി വി നീഡ് ടു ടേക്ക് ദം ടു ദ സെയിം പേജ്. അതെങ്ങനെ നേടിയെടുക്കാം എന്ന് പറഞ്ഞ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞൊരു സംഭവം പ്രഖ്യാപിച്ചു. ഒരു ഓഫർ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇന്ത്യ ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കോമൺ ഫാക്ടർ വെക്കുന്നത്, എന്ത് പേരിട്ട് വിളിച്ചാലും കുറേ ഓഫർ അങ്ങോട്ട് കൊടുക്കും. ഏറ്റവും രസം, ഈ ഓഫർ കോൺഗ്രസ് വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യും, മുസ്ലിം ലീഗ് വേറൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യും. രണ്ടുപേർക്കും 2 ഇന്റർപ്രിട്ടേഷൻ ആവും, ഡെഡ് ലോക്ക് വരും. സത്യമാണ്, ഇങ്ങനെയാണ് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ പോകുന്നത്. ഇവർ പറയുന്ന ഓഫർ കോൺഗ്രസിന് ഇഷ്ടപ്പെടാം, ചില പ്രൊവിഷൻസ് മുസ്ലിം ലീഗിന് ഇഷ്ടപ്പെടാം, ചിലത് കോൺഗ്രസ് ഇഷ്ടപ്പെടില്ല, ചിലത് മുസ്ലിം ലീഗിന് ഇഷ്ടപ്പെടില്ല. മൊത്തത്തിൽ ഡെഡ് ലോക്ക്. ഈ ഡെഡ് ലോക്ക് അടുത്ത 5 വർഷം കണ്ടിന്യൂ ചെയ്ത് 6ാം വർഷം 46 ആയി കഴിഞ്ഞപ്പോഴേക്കും വയലൻസും മരണങ്ങളും ഡിസ്ട്രക്ഷനും വന്നു തുടങ്ങിയപ്പോഴാണ് ഒരു തരത്തിൽ ഇവർ മനസ്സിലാക്കിയത് ഒരു രീതിയിലും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒരുമിച്ച് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. ഇറ്റ്സ് ബെറ്റർ ഫോർ എ പാർട്ടീഷൻ എന്ന് തോന്നി തുടങ്ങിയത്
ഈ ഫ്രിക്ഷൻ 1940 നല്ല ടൈറ്റ് ആവുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഈ സ്ട്രെങ്തനിങ് തന്നെയാണ് ഇത് വരാൻ കാരണം. അപ്പോൾ നമുക്ക് പ്രൊവിഷൻസ് നോക്കാം. സിമ്പിളായിട്ട് നോക്കിയാൽ മതി. ഡൊമിനിയൻ സ്റ്റാറ്റസ് തരാം. ഇവിടെ 1930 തന്നെ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ചോദിച്ചിട്ട് തന്നിട്ടില്ല. ഇപ്പോഴും ഡൊമിനിയൻ സ്റ്റാറ്റസ് തരാമെന്ന് പറഞ്ഞത് 1928 നെഹ്റു റിപ്പോർട്ടാണ് അത് ആദ്യമായിട്ട് ചോദിച്ചത്. ഇന്ത്യൻസ് വുഡ് ഹെൽപ്പ് ഫ്രെയിം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാം. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഞങ്ങൾ ഒന്നും കൂടെ വലുതാക്കി കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്തു തരാം. മൈനോറിറ്റി കൺസെന്റ് മെയിൻഡ് എസെൻഷ്യൽ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ്. മൈനോറിറ്റിയുടെ കൺസെന്റ് വേണം. ഇത് ഉറപ്പായിട്ടും ജിന്നയ്ക്ക് ഇഷ്ടപ്പെടും. വാർ അഡ്വൈസറി കൗൺസിൽ പ്രപ്പോസ്ഡ്. എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഒരു വാർ അഡ്വൈസറി കൗൺസിലൊക്കെ ഉണ്ടാക്കും. ഇതാണ് ഞങ്ങളുടെ ഓഫർ. ഇന്ത്യക്കാർക്ക് എന്ത് തോന്നുന്നു? കോൺഗ്രസ് അപ്പം തന്നെ പറഞ്ഞു ഇത് പറ്റത്തില്ല. ഇമ്മീഡിയറ്റ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആണ് സെൻട്രൽ വേണ്ടത്. ഇനി ഡൊമിനിയൻ സ്റ്റാറ്റസ് ഒന്നും അല്ല. വി വോണ്ട് 1935 ആക്ട് വന്നിട്ട് വി വോണ്ട് എ മോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ്. ആൻഡ് മൈനോറിറ്റീസ് ആ വെർച്വൽ വീറ്റോ. അങ്ങനെ ഒരു മൈനോറിറ്റീസിന് ഒരു ഓവർ കൺസെന്റും അവരുടെ വീറ്റോ എടുക്കുന്ന പവർ നല്ലതല്ല. മുസ്ലിം ലീഗ് വെൽക്കം ഞാൻ പറഞ്ഞില്ലേ മൈനോറിറ്റി സേഫ് ഗാർഡ്. ഈ ഒരു ഏരിയയിലാണ് മൈനോറിറ്റി കൺസെന്റ് അല്ലെങ്കിൽ മൈനോറിറ്റീസിന് ഒരു കൂടുതൽ പവർ വരുമ്പോൾ ജിന്നയ്ക്ക് ഒബ്വിയസ്ലി ഇഷ്ടപ്പെടും. ആൻഡ് സ്ട്രെങ്തൻ ദ ലീഗ്സ് പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ലീഗിനൊരു ഫേസ് ലിഫ്റ്റ് കിട്ടിയെന്ന് വിചാരിച്ചു. കോൺഗ്രസ് ഉറപ്പായിട്ട് ഒപ്പോസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഓഗസ്റ്റ് ഓഫറിൽ തരാമെന്ന് പറഞ്ഞത്. ഇതെല്ലാം പ്രിലിംസിന്റെ സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. സോ ആദ്യമായിട്ട് ഇന്ത്യൻസിന് റൈറ്റ് ടു ഫ്രെയിം ദർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ യുദ്ധത്തിന് ശേഷം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഓഫറാണ്. ലിൻലിത് ഗോസ് ഓഫർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇത് തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈനോറിറ്റി പൊളിറ്റിക്സ് പിന്നെ കൂടിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സോ ഇതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ അടുത്ത് പ്രധാനപ്പെട്ട ഓർക്കേണ്ട വേറൊരു കാര്യമാണ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം. ഇമ്മീഡിയറ്റ്ലി ഓഗസ്റ്റ് ഓഫർ പരാജയപ്പെട്ടു. യുദ്ധത്തിന്റെ കാര്യം നടക്കുകയാണ്. ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി വിചാരിച്ചു നമുക്ക് സ്ലോ ആയിട്ട് മുന്നോട്ട് പോവാം. എന്തായാലും സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു. ലാർജ് വയലന്റ് അപ്രൈസിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് അറസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് റെഡിയല്ല. അതുകൊണ്ട് നമുക്കൊരു ലിമിറ്റഡ്, അതാണ് എൻ്റെ വാക്ക്, ലിമിറ്റഡ് ഡിസിപ്ലിൻഡ് ആയിട്ടൊരു പ്രൊട്ടസ്റ്റ് തുടങ്ങി വെക്കാം. എന്നാൽ പിന്നെ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങി വെക്കാം. ഓരോരുത്തരായിട്ട് പോയി സത്യാഗ്രഹം ചെയ്യട്ടെ എന്നാണോ അതിൻ്റെ അർത്ഥം? ദ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ബ്രിട്ടീഷുകാരെ ഓവർത്രോ ചെയ്യാൻ വേണ്ടിയല്ല. അവരെ ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തുക നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. ഞങ്ങൾ ഫോസ്റ്റ് വേൾഡ് വാറിന്റെ പാർട്ടിസിപ്പേഷനിൽ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ പീസ്ഫുള്ളി പ്രൊട്ടസ്റ്റ് ചെയ്യും. ഞങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ. അവർ അറസ്റ്റ് ചെയ്യും. അതാണ് ഇതിന്റെ സംഭവം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം നോക്കിക്കോളൂ. സെലക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഓരോരുത്തരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യും. ആന്റി വാർ സ്പീച്ച് തരും. ഞങ്ങൾ പറയും. അതിനു മുന്നേ ഞങ്ങൾ പറയും ഞാൻ ഇന്ന സ്ഥലത്ത് വരാൻ പോവാണ്, ഞാൻ നിങ്ങളെ കുറിച്ച് തെറി വിളിക്കും, ഐ എം ഗോണ ഗിവ് യു ആൻ ആന്റി വാർ സ്പീച്ച് പ്രോബബ്ലി അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് കൊളോണിയലിസം. അത് കഴിഞ്ഞിട്ട് യു ക്യാൻ അറസ്റ്റ് മീ. ദാറ്റ് ഈസ് ദ സ്കീം ഓഫ് ദ പ്രൊജക്ട്. അപ്പോൾ ലാർജ് സ്കെയിൽ വയലൻസോ റിബല്യനോ അങ്ങനെ ഒന്നുമില്ല. പീസ്ഫുൾ ആയിട്ട് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോ. സോ അതിൻ്റെ പ്രധാനപ്പെട്ട മെസ്സേജാണ് നോട്ട് എ മാൻ നോട്ട് എ പെന്നി ഫോർ ദ വാർ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഫേമസ് ആണ്. എന്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ ഇൻഡിവിജ്വൽ സത്യാഗ്രഹയുടെ കോണ്ടെക്സ്റ്റിലാണ്. നോട്ട് എ മാൻ നോട്ട് എ പെന്നി ഫോർ ദ വാർ. ഇന്ത്യൻ ഷുഡ് നോട്ട് സപ്പോർട്ട് ദ ബ്രിട്ടീഷ് വാർ. വിനോബ ഭാവെയാണ് ആദ്യമായിട്ട് ഗാന്ധിജി ചൂസ് ചെയ്ത വ്യക്തി. വളരെ സിമ്പിളും നോൺ വയലന്റ് ആയിട്ടൊരു മനുഷ്യനായിരുന്നു. സോ ഗാന്ധിയൻ ഫോളോവറാണ്. ഒരു പവർ സീക്കിംഗ് പൊളിറ്റീഷ്യനേ അല്ല. ഗാന്ധിയുടെ കൂട്ടത്തിൽ ഇങ്ങനെയും ആൾക്കാരുണ്ടായിരുന്നു. അധികാര മോഹം ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ഇദ്ദേഹത്തിന് ആദ്യം ചൂസ് ചെയ്തു. രണ്ടാമത് ചൂസ് ചെയ്ത സത്യാഗ്രഹി ജവഹർലാൽ നെഹ്റു ആണ്. ദിസ് ഇസ് 2010 PYQ. UPSCയുടെ PYQ ആണത്. ആരാണ് വിനോബ ഭാവെ കഴിഞ്ഞെന്നുള്ളതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. എല്ലാം ഞാൻ കാണിക്കുന്നെല്ലാം എക്സാമിൽ ചോദിച്ചത് തന്നെയാണ്. ദാറ്റ്സ് വൈ ഐ പിക്ഡ് അപ്പ് ദിസ്. സോ വലിയ ഹ്യൂജ് പബ്ലിക് അറ്റൻഷൻ കിട്ടി. അറസ്റ്റഡ്. ഈവൻ ഇദ്ദേഹത്തിന് വരുന്നതിന് മുന്നേ തന്നെ അറസ്റ്റ് ചെയ്തു ജയിലിലിട്ടു. പിന്നെ കുറേ ആൾക്കാർ, ബ്രഹ്മദത്ത്, പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, മൗലാന അബുൽ കലാം ആസാദ്, C രാജഗോപാലാചാരി, ആയിരക്കണക്കിന് കോൺഗ്രസ് ഇങ്ങനെ ഇൻഡിവിജ്വൽ സത്യാഗ്രഹികൾ കുറേ വന്നു. ഇവരെയൊക്കെ ആദ്യമേ അധികാരികൾ അറിയിക്കും. ആന്റി വാർ സ്പീച്ച് കൊടുക്കും. ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ കാര്യം പറയും. അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അതാണ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ലെങ്കിൽ പോലും അന്നത്തെ കാലത്ത് അത് ചെറുതായിട്ട് ആൾക്കാർ പോപ്പുലറൈസ് ചെയ്ത് വന്നിരുന്നു. പിന്നീട് അടുത്തത് നെക്സ്റ്റ് ഇൻ 42 is ക്രിപ്സ് മിഷൻ. അടുത്ത ഓഗസ്റ്റ് ഓഫർ പരാജയപ്പെട്ടു. അടുത്ത ഡീലായിട്ട് വന്നിരിക്കുകയാണ്. വിട്ടത് അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വിൻസ്റ്റൺ ചർച്ചിലാണ് വന്നത്. ഇറ്റ് വാസ് ലെഡ് ബൈ സ്റ്റാഫോർഡ് ക്രിപ്സ് ആൻഡ് ഇറ്റ് അറൈവ്ഡ് ഇൻ March 1942. ഇതാണ് വിൻസ്റ്റൺ ചർച്ചിലാണ് വിടുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ ജാപ്പനീസ് ഇൻവേഷൻ വാസ് ആക്ച്വലി മച്ച്
seriously seen in this area. Japan was advancing rapidly. ബ്രിട്ടീഷ് ഫിയർ ജാപ്പനീസ് അറ്റാക്ക് ഇൻ ഇന്ത്യ. അത് വലിയ രീതിയിൽ അവർ പേടിച്ചിട്ടുണ്ട്, കാരണം ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് കയ്യിൽ നിന്ന് പോയി. സോ ഒരു വലിയ മിലിറ്ററി സപ്പോർട്ട് ഇന്ത്യക്ക് ബ്രിട്ടന് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജപ്പാൻ ഇങ്ങനെ കയറി വരുന്നു. ബ്രിട്ടീഷിൻ്റെ അവസ്ഥ പോകുമ്പോൾ എന്ത് വിധേനയും ഇന്ത്യൻസിൻ്റെ സപ്പോർട്ട് കിട്ടിയേ പറ്റുള്ളൂ. ജപ്പാൻ്റെ ഒരു ത്രെറ്റും കൂടെ ബ്രിട്ടൻ്റെ തലയ്ക്ക് മുകളിൽ വന്നപ്പോൾ ബ്രിട്ടീഷ് പീപ്പിൾ വെയർ ആക്ടിങ് ഇൻ ഹേസ്റ്റ്. പെട്ടെന്ന് ചെയ്യണമെന്നൊരു സംഭവം വന്നു. പ്രപ്പോസൽസ് പറയാം. പിന്നെ ഡൊമിനിയൻ സ്റ്റാറ്റസ്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഇല്ല, ഡൊമിനിയൻ സ്റ്റാറ്റസ് ഇമ്മീഡിയറ്റ്ലി തരാം, കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കി തരാം. അതൊരു പുതിയ കാര്യമാണ്. പ്രൊവിൻസസ് കുഡ് ഓപ്റ്റ് ഔട്ട് ഓഫ് ദി ഇന്ത്യൻ യൂണിയൻ. വി ഷൽ നോട്ട് സെക്സീഡ് ഫ്രം ദി യൂണിയൻ എന്ന് പറയുന്ന പോലെ ഇവിടുന്ന് പിരിഞ്ഞ് പ്രൊവിൻസുകൾക്ക് വേണമെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്ത് പിരിഞ്ഞു പോവാം. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് കുഡ് ജോയിൻ വോളണ്ടറിലി. ബ്രിട്ടീഷ് വുഡ് റീറ്റെയിൻ ഡിഫൻസ് കൺട്രോൾ ഡ്യൂറിംഗ് ദ വാർ. ടെമ്പററി പാർട്ടിസിപ്പേഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ചെറിയ രീതിയിൽ പ്രൊവിൻസുകൾക്ക് പിരിഞ്ഞു പോവാം, പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ വന്നു. ഉറപ്പായിട്ടും എന്തായിരിക്കും മുസ്ലിം ലീഗിൻ്റെയും ഇതിൻ്റെയും കോൺഗ്രസ് റിജക്റ്റഡ് ഇറ്റ് ഔട്ട് റൈറ്റ്ലി. ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഓഫ് പവറിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോഴും ഡിഫൻസ് ബ്രിട്ടീഷ് കൺട്രോൾ ചെയ്യും. പ്രൊവിൻസുകളെല്ലാം സെപ്പറേറ്റ് ആവുക എന്ന് പറയുമ്പോൾ ഡേഞ്ചർ ഓഫ് പാർട്ടീഷൻ. ഇവിടെ ഇപ്പോൾ പാകിസ്ഥാൻ്റെ മുസ്ലിം ലാൻഡ്സ് മാത്രമല്ല, ഓരോരുത്തരും ഇന്ത്യൻ യൂണിയൻ്റെ പുറത്ത് നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായി പോവില്ലേ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഡൊമിനിയൻ സ്റ്റാറ്റസ് ഡിലേഡ് അൺടിൽ ദ വാർ. ഇതൊന്നും തരുന്നില്ല. ഇപ്പോൾ ഒന്നും തരുന്നില്ല. എല്ലാം യുദ്ധം കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിക്കാം. ഒന്ന് ഫ്രീഡം തരുന്നില്ല, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഇല്ല, ഡൊമിനിയൻ സ്റ്റാറ്റസ് പോലും ഇതെല്ലാം യുദ്ധം കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ മഹാത്മാഗാന്ധി ഇവിടെയാണ് ആ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓൺ എ ക്രാഷിംഗ് ബാങ്ക് എന്ന് വിളിച്ചത്. ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണത്, ഒരു ഡേറ്റഡ് എന്നൊരു ചെക്കാണെന്നാണ് ഗാന്ധിജി എന്നെ വിളിച്ചത്. സോ ഒബ്വിയസ്ലി മുസ്ലിം ലീഗിൻ്റെ റിയാക്ഷൻ, ലീഗ് വാസ് നോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ്, ബട്ട് പ്രൊവിൻഷ്യൽ ഓപ്റ്റ് ഔട്ട് ക്ലോസ് ഇൻഡയറക്ട്ലി ഇഷ്ടപ്പെട്ടു. പ്രൊവിൻസുകൾക്ക് സ്വന്തമായിട്ട് ഇറങ്ങിപ്പോകാം എന്ന് പറഞ്ഞ സംഭവം കോൺഗ്രസിന് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഈ ലീഗിന് ഇഷ്ടപ്പെട്ടു. കാരണം ഇൻഡയറക്ട്ലി ദാറ്റ് സപ്പോർട്ടഡ് ദ കോസ് ഓഫ് പാകിസ്ഥാൻ. ദാറ്റ് വാസ് ആക്ച്വലി എ ഗുഡ് തിങ്. ആൻഡ് ദ മിഷൻ ഫെയിൽഡ് കംപ്ലീറ്റ്ലി. പിന്നെയും ബ്രിട്ടീഷ് ഇന്ത്യൻ ലീഡേഴ്സിൻ്റെ മിസ്ട്രസ്റ്റ് ഇറ്റ് ക്രിയേറ്റഡ് ഇൻ ടു എ ലാർജർ തിങ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കോൺഗ്രസിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ലീഗിന് ഇഷ്ടപ്പെടണമെന്നില്ല, തിരിച്ചും വൈസ് വേഴ്സ. ആൻഡ് പക്ഷേ ഇതിനകത്ത് ഇമ്പോർട്ടൻസ് നോക്കിക്കഴിയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കാര്യം ആദ്യമായിട്ടാണ് ഇതുവരെ അവർ പറയുന്നത്. ഫോർമലി ഡൊമിനിയൻ സ്റ്റാറ്റസ് തരാമെന്ന് പറഞ്ഞു, പക്ഷേ യുദ്ധത്തിന് ശേഷമാണ് പാർട്ടീഷൻ്റെ ഒരു സൂചന. പ്രൊവിൻസുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓപ്റ്റ് ഔട്ട് ചെയ്യാമെന്ന് പറയുന്നത് ദാറ്റ് വാസ് എ ഹിന്റ്. അതൊരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് നമ്മൾ സ്വീകരിച്ചത്. ആൻഡ് ഇത് ഫെയിലിയർ ആയിപ്പോയി. ക്രിപ്സ് മിഷൻ ഒബ്വിയസ്ലി ഇറ്റ് ഫെയിൽഡ്. ഇതേ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പതുക്കെ അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇത് പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇല്ല, എല്ലാവരും നമ്മൾ അണ്ടർഗ്രൗണ്ട് മൂവ്മെൻറ്റുകളിൽ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. PYQയിൽ ഒരുപാട് പ്രാവശ്യം UPSC ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റനാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. കഴിഞ്ഞ മെയിൻസ് ക്വസ്റ്റൻ ആയിട്ടും ചോദിച്ചു. മെയിൻസിന് ഇത് വേറെ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ്. എന്താണെന്ന് വെച്ചാൽ ബോംബെ സെഷൻ ഓഫ് കോൺഗ്രസിലാണ് തീരുമാനം വരുന്നത്. ഗവാലിയ ടാങ്ക് മൈതാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇതിന് തീരുമാനം. 8 ഓഗസ്റ്റ് 1942 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഫേമസ് ആയിട്ട് വന്നു. ഡു ഓർ ഡൈ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ ഇവിടെയാണ് വരുന്നത്. ഒന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിക്കില്ലെങ്കിൽ മരിക്കും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തി. ഡു ഓർ ഡൈ, ഐദർ അച്ചീവ് ഫ്രീഡം ഓർ സാക്രിഫൈസ് ദെംസെൽസ്. ഫേമസ് ഗാന്ധി, നെഹ്റു, പട്ടേൽ, ആസാദ്, ചന്ദ്രശേഖർ, മൗലാന അബുൽ കലാം ആസാദ്, അരുണ അസഫ് അലി, ജയപ്രകാശ് നാരായൺ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റാം മനോഹർ ലോഹിയ, JP, അരുണ അസഫ് അലിയൊക്കെ ഇതിൻ്റെ വളരെ ഫേമസ് ലീഡേഴ്സാണ്. എല്ലാവരും പോപ്പുലർ ആണെങ്കിലും റിമെമ്പർ അബൌട്ട് അരുണ അസഫ് അലി, JP ആൻഡ് റാം മനോഹർ ലോഹിയ. 8 ഓഗസ്റ്റിന് ഇത് ലോഞ്ച് ചെയ്തു. 9th ഓഗസ്റ്റ് പിറ്റേ ദിവസം തന്നെ ഗാന്ധി, നെഹ്റു, പട്ടേൽ എല്ലാ കോൺഗ്രസ് ലീഡേഴ്സിനെയും ബ്രിട്ടീഷ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ആൻഡ് ഈവൻ കോൺഗ്രസ് വാസ് ബാൻഡ് ഇല്ലീഗൽ. അപ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് പോകും? അതാണ് ഈ മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത. മറ്റ് മൂവ്മെൻറ്റ്സിനെ വെച്ചിട്ട് തുടങ്ങി അന്ന് തന്നെ എല്ലാവരും പിടിച്ച് ആത്തിട്ടു. സോ അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസ് ആയിരുന്നു. സോ അവിടുത്തെ ആൾക്കാർ റെയിൽവേ ട്രാക്ക്, ടെലിഗ്രാഫ്, പോലീസ് സ്റ്റേഷൻ, ഗവൺമെൻറ് ഓഫീസുകളെല്ലാം ട്രാക്ക് ചെയ്തു. സോ ദാറ്റ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ പാരലൈസ് ചെയ്യാൻ വേണ്ടി അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റീസ്. അതിൻ്റെ മെയിൻ നേതാക്കളാണ് JP, റാം മനോഹർ ലോഹിയ ആൻഡ് ഉഷ മെഹ്ത. ഇത് UPSCയുടെ PYQ ആണ്. ദ വെരി ഫേമസ് ലേഡി ഹു വാസ് എ റേഡിയോ അനൗൺസർ. സോ ഉഷ മെഹ്ത കോൺഗ്രസ് റേഡിയോ സ്റ്റാർട്ട് ചെയ്തു. മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടും ബ്രിട്ടീഷ് പ്രൊപ്പഗൻഡ സീക്രട്ട് ബ്രോഡ്കാസ്റ്റ് ആയിരുന്നു നടത്തിയിരുന്ന. അണ്ടർഗ്രൗണ്ട് റേഡിയോ സർവീസ് ആയിരുന്നു ബ്രിട്ടീഷ്
സമയത്ത് ദർ ഇസ് എ മൂവി അബൌട്ട് ഉഷ മെഹ്ത ടു. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ആൾക്കാരെ കുറിച്ചിട്ടുള്ള ഒരു സംഭവം കൂടെ നമുക്കിവിടെ മനസ്സിലാക്കാനുണ്ട്. സ്റ്റുഡൻസ് ഒരുപാട് പേര് പ്രൊട്ടസ്റ്റ് ചെയ്തു, കോളേജ് വിട്ടു, പാംപ്ലെറ്റ്സും അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്കിലും വർക്ക് ചെയ്തു. സ്ത്രീകൾ ഒരുപാട് വലിയ റോൾ പ്ലേ ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടതാണ് അരുണ അസഫ് അലി, വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് പ്ലീസ് റിമെമ്പർ അബൌട്ട് ആ ഗവാലെ ടാങ്ക് മൈതാനിൽ നമ്മുടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തതാണ് അരുണ അസഫ് അലി. ആൻഡ് സുചേത്ര കൃപാലിനി ഈസ് ഓൾസോ ഫേമസ്. നമുക്ക് ഒരുപാട് ഫേസ്റ്റ്സ് ഇൻ ഇന്ത്യയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, സുചേത്ര കൃപാലിനി ചീഫ് മിനിസ്റ്റർ. അപ്പോൾ മാതംഗിനി ഹസ്ര ഗാന്ധിയനാണ്, നാഷണൽ ഫ്ലാഗ് ക്യാരി ചെയ്യുന്ന സമയത്ത് വെടികൊണ്ട് മരിച്ചു. സോ മാതംഗിനി ഹസ്ര, അരുണ അസഫ് അലി ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്ത വിമൻ ലീഡേഴ്സ് ആണ്. ഇവരെക്കുറിച്ച് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമയത്ത് പാരലൽ ഗവൺമെന്റ്, സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിൽ നിന്ന് ആസാദ് ഹിന്ദ് ഗവൺമെന്റ് തുടങ്ങിയ പോലെ തന്നെ പാരലൽ ഗവൺമെന്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. കാരണം ഈ പല സ്ഥലത്തും ബ്രിട്ടീഷ് അതോറിറ്റി തകർന്നുപോയി. സോ ദാറ്റ് വാസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ പീപ്പിൾ ടു റൺ പാരലൽ ഗവൺമെന്റ്. ഒന്ന് യു പിയിലെ ബലിയ, ചിട്ടു പാണ്ഡെ എന്ന് പറഞ്ഞ അവരൊരു ഗവൺമെന്റ് പോലെ സ്റ്റാർട്ട് ചെയ്തു. സതാര ഇൻ മഹാരാഷ്ട്ര ദേ സ്റ്റാർട്ടഡ് പ്രതി സർക്കാർ എന്ന് പറയുന്ന ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തു. നാനാ പാട്ടിൽ വന്നു. ആൻഡ് തംലുക് ബംഗാളിൽ താമ്രലിപ്ത ജാതീയ സർക്കാർ, ഇതെല്ലാം അവിടുത്തെ ബലിയ പ്രതി സർക്കാർ. അപ്പം വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ബലിയ പ്രതി സർക്കാർ, താമ്രലിപ്ത ജാതീയ സർക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ പ്രധാനമായിട്ട് പാരലൽ ഗവൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട പേരുകളാണ് നമ്മളെല്ലാം നോക്കേണ്ടത്. സതാര, താംലുക് സ്ഥലങ്ങൾ യു പി, ബലിയയിൽ നടന്ന് ചിട്ടു പാണ്ഡെ, നാനാ പാട്ടിൽ ഇവരൊക്കെ ഓൾട്ടർനേറ്റ് ഗവൺമെന്റ്സ് ക്രിയേറ്റ് ചെയ്തതാണ് ക്വിറ്റ് ഇന്ത്യയുടെ മൂവ്മെന്റിന്റെ. ആൻഡ് ഗാന്ധിനെ ആ സമയത്ത് ജയിലിലിട്ടു. ആഗ ഖാൻ പാലസിലാണ്. ആ സമയത്താണ് കസ്തൂർബ ഗാന്ധി അവിടെ മരിക്കുന്ന സമയം. ഷീ ഈസ് ഡൈങ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഇൻ ദിസ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ബാക്ക്ഡ്രോപ്പിലാണ്, പ്രത്യേകം ഓർക്ക്. ആൻഡ് ഈവൻ ഇസ് കൺഫൈഡൻറ്റ് മഹാദേവ് ദേശായി, വളരെ അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരെന്ന് വിശ്വസിക്കുന്ന വ്യക്തി. ഗാന്ധി ഭയങ്കര പേഴ്സണൽ ലോസിലാണ്, എല്ലാവരും അവിടെ മരിച്ചുപോയി. ആഗ ഖാൻ പാലസിലാണ്, അന്നത്തെ ജയിലായിരുന്നത്. സോ ഈ ക്വിറ്റ് ഇന്ത്യ, മുഹമ്മദ് അലി ജിന്ന ആൻഡ് മുസ്ലിം ലീഗ് ഡിഡ് നോട്ട് സപ്പോർട്ട് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അറ്റ് ഓൾ. ബിക്കോസ് അവർ ആ സമയത്ത് പാകിസ്ഥാൻ അല്ലാതെ വേറെ എന്ത് പറഞ്ഞാലും ദേ ആർ നോട്ട് എഗ്രീങ് ഫോർ ദാറ്റ്. എന്ത് സംഭവിച്ചാലും പാകിസ്ഥാൻ, നത്തിങ് ലെസ് ദാൻ ദാറ്റ്. സോ കോൺഗ്രസ്, അവർ വിചാരിച്ചത് കോൺഗ്രസ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ഹിന്ദുസ്. സോ അതുകൊണ്ട് തന്നെ അവർ ബ്രിട്ടീഷുകാരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് അങ്ങ് പോകുമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ കൂടെ നിന്നൊന്നുമില്ല മുസ്ലിം ലീഗ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ് പൊസിഷൻ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊസിഷൻ നോക്കുമ്പോഴും ഇനിഷ്യലി അവർ ഇതിൻ്റെ ബ്രിട്ടീഷുകാർക്കെതിരെ സെക്കൻഡ് വേൾഡ് വാറിനെതിരെയായിരുന്നു. പക്ഷേ ജർമ്മനി USSRനെ അറ്റാക്ക് ചെയ്തു. സോ ഒബ്വിയസ്ലി അവിടെ വരുന്നതെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാർ കൂടെ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയായിരുന്നല്ലോ ബ്രിട്ടീഷുകാരുടെ കൂടെ. പക്ഷേ ജർമ്മനി USSRനെ അറ്റാക്ക് ചെയ്തപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. USSRനെ അറ്റാക്ക് ചെയ്താൽ കമ്മ്യൂണിസ്റ്റുകാർ സഹിക്കില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് വാർ അഗെയിൻസ്റ്റ് ഫാസിസം, ഇറ്റ് ഡിഡ് നോട്ട് സപ്പോർട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. കമ്മ്യൂണിസ്റ്റുകാർ സപ്പോർട്ട് ചെയ്തില്ല. അവിടെയാണ് അത് പറ്റിയത്. കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടേഴ്സായി മാറി, കാരണം USSRനെ അറ്റാക്ക് ചെയ്തല്ലോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹിന്ദു മഹാസഭ ഡിഡ് നോട്ട് ആക്റ്റീവ്ലി സപ്പോർട്ട് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇപ്പോൾ ഹിന്ദു മഹാസഭ സംഭവിച്ചില്ല. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമ്മൾ പലപ്പോഴും പഠിക്കാൻ വിട്ടുപോകുന്നൊരു സംഭവമുണ്ട്. 1943 പ്രധാനപ്പെട്ട ബംഗാൾ ഫാമിൻ. ബംഗാളിൽ വി ഹാഡ് ക്വിക്ക് ഫാമൈൻസ് ഇൻ ഹിസ്റ്ററി. ഒത്തിരി ഫാമൈൻസിൻ്റെ സ്റ്റോറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ 1940s വലിയൊരു ഏകദേശം 30 ലക്ഷത്തോളം ആൾക്കാർ മരിച്ചുപോയി, ഭക്ഷണമില്ലാതെയും റൈസ് കിട്ടാതെയൊക്കെ. ഇവിടെയും ജപ്പാൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് ഇവിടെയുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ജപ്പാൻ്റെ പേടി. ബിക്കോസ് ബംഗ്ലാദേശ് റീജിയനിലാണ് കൂടുതൽ. അറൌണ്ട് 20 മുതൽ 30 ലക്ഷം ആൾക്കാർ മരിച്ചു. സ്റ്റാർവേഷൻ, മാൽന്യൂട്രീഷൻ, കോളറ, മലേറിയ, ഡിസെൻട്രി ഒക്കെ വന്ന് ഒരുപാട് ആൾക്കാർ മരിച്ചു. മിയാൻമാർ ഓൾറെഡി ജപ്പാൻ ഓക്യുപ്പൈ ചെയ്തു. കാരണം ബർമയിൽ നിന്നാണ് ബംഗാളിലേക്ക്, നമ്മൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയില്ല, ഏകദേശം ഈ ഒരു ഏരിയയിൽ നിന്നും ഇവിടെ നിന്നാണ് കൂടുതൽ റൈസും കാര്യങ്ങളും വന്നിരുന്നത്. പെട്ടെന്ന് ജപ്പാൻ വന്നു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് ടെറിട്ടറീസിലേക്ക് ജപ്പാൻ ഒരു മണി അരി പോലും കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ പാനിക്കും ഷോർട്ടേജും ഉണ്ടായി, അരി കിട്ടാണ്ടായി. ആൻഡ് ബ്രിട്ടീഷ് പീപ്പിൾ ഡിഡ് നോട്ട് ഇന്റർവീൻ ടു സോൾവ് ദിസ് പ്രോബ്ലം. കാരണം ജപ്പാൻ്റെ കൂടെ കൂടുതൽ എൻഗേജ്മെൻറ്റിന് പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഫെമൈനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദ ബംഗാൾ ഫെമൈൻ ഓഫ് 1943. ഇനി അങ്ങോട്ട് നേരത്തെ ഞാൻ പറഞ്ഞു ഒരുപാട് ഫോർമുലയുണ്ട്. CR ഫോർമുല, ലിയാഖത്ത് ഫോർമുല, ലിയാഖത്ത് ദേശായി പാക്ട്.
ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ അങ്ങനെ ബുക്കുകളിൽ കാണാതെയും നമ്മൾ പൊതുവെ അങ്ങനെ ഒബ്സർവ് ചെയ്ത് പഠിക്കാത്തതായിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ്. സോ ഇറ്റ്സ് വെരി ഗുഡ് ദാറ്റ് വി ഡിസ്കസ് വാട്ട് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് CR ഫോർമുല ആൻഡ് വാട്ട് എക്സാക്ട്ലി ഇസ് ദിസ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഡ്രോ ചെയ്യുമ്പോൾ ഐ ഗിവ് യു ദ മെയിൻ കോണ്ടെക്സ്റ്റ് റൈറ്റ് ഹിയർ. ഈ കോണ്ടെക്സ്റ്റ് ഡ്രോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ ഓൾറെഡി സെഡ് ബ്രിട്ടീഷുകാർ പല രീതിയിൽ ഫോർമുലാസ് ട്രൈ ചെയ്യുന്നുണ്ട് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവരാൻ. ഇപ്പുറത്തെ സൈഡിൽ കോൺഗ്രസിൻ്റെതായ ഫുൾ ഇൻഡിപെൻഡൻസും അങ്ങനെ ഒരുപാട് ഡിമാൻഡുകളൊക്കെ ഉണ്ട്. ആൻഡ് ഒബ്വിയസ്ലി മുസ്ലിം ലീഗിൻ്റെ സൈഡിൽ ഇവിടെയും ദേ ഓൾസോ ഹാവ് സെപ്പറേറ്റ് ഡിമാൻഡ് ഓഫ് പാകിസ്ഥാൻ. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹാവ് ദ സിറ്റുവേഷൻ. ഇനി അങ്ങോട്ട് ഇത് മനസ്സിലാവണമെങ്കിൽ 3 ഡിമാൻഡുകളാണ്. ബ്രിട്ടീഷുകാർക്ക് യുദ്ധത്തിൻ്റെ ഡിമാൻഡുണ്ട്. ദേ വോണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വാർ ആൻഡ് ദേ നീഡ് സപ്പോർട്ട് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ at any cost. കോൺഗ്രസ് ഹാസ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. യുദ്ധം നമുക്ക് വി വോണ്ട് ടു ക്രിയേറ്റ് എ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി വേണം, കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം. വി ഹാവ് മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ് ആൻഡ് മുസ്ലിം ലീഗ് ഓട്ടോമാറ്റിക്കലി ഹാഡ് എ ഡിമാൻഡ് ഓഫ് പാകിസ്ഥാൻ. അപ്പോൾ ഈ ഒരു ഡിസ്കഷനിൽ ബ്രിട്ടീഷുകാർ എന്ത് ഫോർമുല കൊണ്ടുവന്നാലും കോൺഗ്രസും മുസ്ലിം ലീഗും ഒരേ പേജിലല്ല. ദേ ആർ നോട്ട് അറ്റ് ഓൾ എഗ്രീയിങ് വിത്ത് ഈച്ച് അതർ. സോ ദർ ഇസ് ഓൾവേസ് എ ഡെഡ് ലോക്ക്. സോ വലിയൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ CR രാജഗോപാലാചാരി തിരിച്ചറിഞ്ഞ വലിയൊരു ഫാക്ടറാണ്. നമ്മളിനി കുറേ വർഷം മുന്നോട്ട് പോകാനുണ്ട്. നമുക്ക് ഫ്രീഡം വേണം. വി നീഡ് ഫ്രീഡം, വി നീഡ് ഇൻഡിപെൻഡൻസ്. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് ദിസ് ഫ്രീഡം ഓർ ഇൻഡിപെൻഡൻസ് ദ ബ്രിട്ടീഷ് ഷുഡ് ആക്ച്വലി ഗിവ് ഇറ്റ് ടു അസ്. നമുക്ക് ബ്രിട്ടീഷുകാർ ഇത് തരണം. പക്ഷേ ഈ തരുന്ന പോയിന്റിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഇത് തരണമെങ്കിൽ ദർ ഇസ് എ പാർട്ടി കോൺഗ്രസ് ആൻഡ് ദർ ഇസ് എ മുസ്ലിം ലീഗ് വിച്ച് ഡസ് നോട്ട് കം വിത്ത് ഈച്ച് അതർ. അറ്റ് എനി കോസ്റ്റ് വി ഹാവ് ടു ബ്രേക്ക് ദിസ് ഡെഡ് ലോക്ക്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കാതെ ഇത് എങ്ങനെ സംഭവിക്കുക? അപ്പോൾ എങ്ങനെയെങ്കിലും ഈ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു ഫോർമുല സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം മുന്നോട്ട് പോകണമെങ്കിൽ വളരെ സീംലെസ് ആയിട്ട് മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കണം. അതിനു വേണ്ടിയുള്ള ഫോർമുലകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെല്ലാം. സോ ദിസ് ഇസ് ദ സ്റ്റോറി ഫോർ ദാറ്റ്. അപ്പോൾ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യണം കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ബൈ 40s ഭയങ്കരമായ ടെൻഷൻസ് ഉണ്ടായി എന്നുള്ളതും ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ മുഹമ്മദ് അലി ജിന്ന സ്ട്രോങ് ആയിട്ട് പാകിസ്ഥാൻ ഡിമാൻഡ് ചെയ്യുന്നു. രാജഗോപാലാചാരി ബിലീവ് ചെയ്തൊരു ഫാക്ടർ ഉണ്ട്. എന്തായാലും മുസ്ലിം ലീഗ് നമ്മുടെ കൂടെ ഉണ്ട്. വി ആർ ഓൾ പാർട്ട് ഓഫ് വൺ സിസ്റ്റം. ഇഗ്നോറിംഗ് ദ പാകിസ്ഥാൻ ഡിമാൻഡ് കംപ്ലീറ്റ്ലി വുഡ് നോട്ട് സോൾവ് ദ ക്രൈസിസ്. കോംപ്രമൈസ് വാസ് നെസസറി. എന്തായാലും ഇയാൾ പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഓൾ പാർട്ട് ഓഫ് വൺ സിസ്റ്റം. സോ നമ്മുടെ കൂടെയുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മൾ കേൾക്കാതിരിക്കുന്നതിനെക്കാട്ടും നല്ലത് അത് കേട്ടിട്ട് എന്താണോ ചെയ്യാൻ പറ്റുക, ക്രിയേറ്റ് എ ബിഗ് കോംപ്രമൈസ് എന്നുള്ളതായിരുന്നു ആ സമയത്തുള്ള മേജർ ആയിട്ടുള്ള ഒരു പ്രധാന കാര്യം. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. സോ CR ഫോർമുല പറയുന്നതാണ്, രാജഗോപാലാചാരിയുടെ ഫോർമുല. The Muslim League should support Indian independence at any cost. Because without that, there is no alternate for this. So the strategy and the formula was very simple. Cooperate with the Congress. Muslim League should cooperate with the Congress. Demand for complete independence from British rule. We were already demanding complete independence from the British rule. So they should also make sure we are on the same page. ഒരുമിച്ച് കിട്ടണം. അപ്പോൾ ഇതിൽ സപ്പോർട്ട് ചെയ്യണം. We should conduct a plebiscite. മുസ്ലിം മെജോറിറ്റി ഏരിയാസിൽ നമ്മൾ റെഫറൻഡം പ്ലെബിസൈറ്റ് എന്ന് പറഞ്ഞ പോലെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലെറ്റ്സ് ഡു എ വോട്ട്. മുസ്ലിം മെജോറിറ്റി ഡിസ്ട്രിക്ട്സ് ഓഫ് നോർത്ത് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഇന്ത്യ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അന്നത്തെ പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ, സിന്ധ്, ഈസ്റ്റേൺ ഇന്ത്യ, ബംഗ്ലാദേശ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട മുസ്ലിം മെജോറിറ്റി ഏരിയാസിൽ നമുക്ക് ഒരു വോട്ടിട്ട് ചോദിച്ചിട്ട് ലെറ്റ് ദ പീപ്പിൾ ഡിസൈഡ് വെദർ ദേ വോണ്ട് പാകിസ്ഥാൻ ഓർ നോട്ട്, വിച്ച് വാസ് ദ മെയിൻ തിങ്. ജിന്ന ഒരിക്കലും ഇത് സമ്മതിക്കില്ല. സെപ്പറേഷൻ ഓൺലി ആഫ്റ്റർ ദ വോട്ട്. വോട്ടിട്ട് തീരുമാനിച്ചതിന് ശേഷം ഒരു സോവറിൻ സ്റ്റേറ്റ് ഉണ്ടാക്കണോ വേണ്ടെന്ന് അപ്പോൾ തീരുമാനിക്കുക. അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ വേണ്ടെന്ന് ആൾക്കാർക്ക് വേണമെന്ന് അറിയാമല്ലോ. പ്ലെബിസൈറ്റ് നടക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പാർട്ടീഷൻ വന്നു കഴിഞ്ഞാൽ വി വിൽ മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ ഡിഫൻസ്, കൊമേഴ്സ്, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് 2 പാർട്ടീഷനിൽ നമുക്ക് കൊണ്ടുപോകാം. ദ ഫസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യം ഇന്ത്യൻസ് എന്ന് പറയുന്ന, അന്ന് പാകിസ്ഥാനി എന്നൊരു കോൺസെപ്റ്റ് ഇല്ല, ഇന്ത്യൻ നമുക്ക് ആദ്യം എങ്ങനെയെങ്കിലും ഫുൾ ഇൻഡിപെൻഡൻസ് കിട്ടണം. അതിനുശേഷം കിട്ടിയ സംഭവത്തിനെ പാർട്ടീഷൻ ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കാം. സോ ദാറ്റ് മുസ്ലിം ലീഗ് ഹാസ് ടു കോപ്പറേറ്റ്. ഇതാണ് CR ഫോർമുല. കോൺഗ്രസ് ഇൻഡയറക്ട്ലി accepted the possibility of partition. For the first time, major Congress leader accepted. എന്തായാലും ഇതെന്തായാലും പാർട്ടീഷനെ കുറിച്ച് എന്തായാലും നമ്മൾ സമ്മതിക്കണം. കാരണം CR ഫോർമുല അനുസരിച്ചിട്ട് പാർട്ടീഷനെ നമ്മൾ എഗ്രി ചെയ്താണ്ട് വേറെ വഴിയില്ല എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടൊരു സംഭവം വന്നു. ഗാന്ധി ജിന്ന ടോക്സ് നടന്നു ഇതിൻ്റെ ഭാഗമായിട്ട് 1944. ഈ ഫോർമുല വെച്ചിട്ടാണ് ചർച്ച നടന്നത്. ബോംബെയിലാണ് ഈ ചർച്ച നടന്നത്. ഗാന്ധിയും നെഹ്റുവും തമ്മിൽ
ഗാന്ധി ഉണ്ടായിരുന്നു, ജിന്ന ഉണ്ടായിരുന്നു. ദേ ഹാവ് എ ബിഗ് ടൈം കോൺഫറൻസ് ഗോയിങ് ഓൺ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ. ജിന്ന വാസ് നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ്. ഹി സെഡ് CR ഫോർമുല അനുസരിച്ചിട്ട് പാകിസ്ഥാൻ ഇസ് നോട്ട് ക്ലിയർലി ആക്സെപ്റ്റഡ്. ഇമ്മീഡിയറ്റ് ആയിട്ട് പാകിസ്ഥാൻ റെക്കഗ്നൈസ് ചെയ്യുക, അല്ലാതെ ഫ്രീഡം കിട്ടിയിട്ട് നമുക്ക് ബൗണ്ടറി തീരുമാനിക്കാമെന്നല്ല. ഇപ്പൊ പാകിസ്ഥാൻ തരാമെന്ന് തീരുമാനിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാം. പ്ലെബിസൈറ്റ് ഒക്കെ നമുക്ക് പിന്നെ പ്ലെബിസൈറ്റ് അനുസരിച്ചിട്ട് പിന്നെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി പാകിസ്ഥാൻ തരാമെന്നുള്ളതായിരുന്നു ജിന്നയുടെ കോണ്ടെക്സ്റ്റ്, വിച്ച് CR ഫോർമുല എഗ്രി ചെയ്യുന്നില്ല. രാജഗോപാലാചാരി ഡിസ്ട്രിക്ട് ബേസ്ഡ് പ്ലെബിസൈറ്റാണ് പറഞ്ഞത്. മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ വോട്ടിടാനാണ് പറഞ്ഞത്. ജിന്ന പറഞ്ഞു അതൊന്നും പറ്റില്ല, മുസ്ലിം മെജോറിറ്റി ആണെന്ന് തോന്നുന്ന എല്ലാ പ്രൊവിൻസുകളും ഒരുമിച്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലാതെ നിങ്ങൾ ഇന്ന ജില്ലയിൽ പോയി വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. സോ ജിന്ന വാസ് ആക്ച്വലി അഗെയിൻസ്റ്റ് എവറിത്തിങ്. സോ പിന്നീട് അവസാനമായപ്പോൾ ജിന്നയുടെ എഗ്രിമെൻറ്റോടെ വന്നപ്പോൾ കോൺഗ്രസ് ലീഡേഴ്സും ടോട്ടലി ഡിസഗ്രി ചെയ്തു. ബിക്കോസ് ദേ വർ വെരി അൺഹാപ്പി. ബിക്കോസ് ദേ സെഡ് പാർട്ടീഷൻ ചെയ്യേണ്ടി വന്നാൽ എന്താവും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ സമയത്തും ഇന്ത്യ പാർട്ടീഷൻ ചെയ്യണ്ട എന്ന് വിശ്വസിച്ച ആൾക്കാരാണ്. സോ ഇത് വന്നാൽ കമ്മ്യൂണൽ പൊളിറ്റിക്സ് വരില്ലേ, നാഷണൽ യൂണിറ്റി പോവില്ല എന്നൊക്കെയായിരുന്നു കോൺഗ്രസിൻ്റെ സംഭവം. ദ ഫോർമുല ഫെയിൽഡ് ആൻഡ് ജിന്ന ഗാന്ധി ടോക്സ് ഓൾസോ ഫെയിൽഡ്. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കി ഏത് ഫോർമുലയിൽ പാകിസ്ഥാൻ ഇല്ലാത്ത എനിത്തിങ് ലെസർ ദൻ പാകിസ്ഥാൻ, ജിന്ന വാസ് നോട്ട് അറ്റ് ഓൾ എഗ്രീയിങ് വിത്ത് ദാറ്റ്. അതാണ് ഇവിടുത്തെ മെയിൻ കോൺസെപ്റ്റ്. ഇനിയും ഇതേപോലത്തെ വേറൊരു സംഭവമുണ്ട്, ദേശായി ലിയാഖത്ത് പാക്ട്. ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ്? അപ്പോൾ ദേശായി ലിയാഖത്ത് അലി പാക്ട് 1945 വന്നു. ഇതും ഒരു പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഭൂലഭായ് ദേശായിയും ലിയാഖത്ത് അലി ഖാനും തമ്മിൽ ഒരു അൺഒഫീഷ്യൽ അറ്റംപ്റ്റ് ആണ്. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ ഇതേപോലെ തന്നെ അവസാനത്തെ സമയത്ത് ഇവരുടെ ഐസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വേറൊരു കോംപ്രമൈസ് സൊല്യൂഷനാണ് CR ഫോർമുല പോലെ. ഒന്ന് ശ്രമിച്ചു നോക്കാം. രണ്ടാം ലോകമഹായുദ്ധം ഏകദേശം എൻഡിലേക്ക് വരുന്നൊരു സമയമാണ്. മേജർ കോൺഗ്രസ് ലീഡേഴ്സ് എല്ലാം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമയത്ത് ജയിലിലാണ്. ടെൻഷൻസ് ഉണ്ട്. മുസ്ലിം ലീഗ് പാകിസ്ഥാൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ കോൺഗ്രസ് ആൻഡ് മുസ്ലിം ലീഗ് ആർ ആക്ച്വലി ഒരിക്കലും ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലാത്തതുകൊണ്ട് തന്നെ ടെൻഷനുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഭാവി എന്ന് അറിയാത്തതുകൊണ്ട് ഈ പാക്റ്റും അത് തന്നെയാണ്. ദിസ് ഇസ് മിസ്റ്റർ ഭൂലഭായ് ദേശായി, വൺ ഓഫ് ദ സീനിയർ കോൺഗ്രസ് ലീഡർ, ഫോമർ ലീഡർ, ലോയർ ആൻഡ് അന്നത്തെ INA സോൾജേഴ്സിന് റെഡ് ഫോർട്ട് ട്രയൽസിൽ ഡിഫെൻഡ് ചെയ്ത വ്യക്തിയാണ്. ഇങ്ങനത്തെ ക്വസ്റ്റനൊക്കെ വേണമെങ്കിൽ പ്രിലിംസിൽ ചോദിക്കാം. ഭൂലഭായ് ദേശായി ഡിഫെൻഡഡ് INA സോൾജേഴ്സ് ഇൻ ദ റെഡ് ഫോർട്ട് ട്രയൽസ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട വ്യക്തി. ആൻഡ് ലിയാഖത്ത് അലി ഖാൻ സീനിയർ മുസ്ലിം ലീഡറാണ്, ജിന്നയുടെ ക്ലോസ് ലിയാഖത്ത് അലി ഖാൻ. പിന്നീട് പാകിസ്ഥാന്റെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയ വ്യക്തിയും കൂടെയാണ് ലിയാഖത്ത് അലി ഖാൻ, ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് പാകിസ്ഥാൻ. അപ്പോൾ ഇവർ എല്ലാവരും ഇന്ത്യയിൽ ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു ഇതിനെക്കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ പാക്ട് നമുക്ക് സൊല്യൂഷൻ എങ്ങനെ കിട്ടും? കോൺഗ്രസും മുസ്ലിം ലീഗും ഈക്വൽ റെപ്രസെൻറ്റേഷൻ കിട്ടും. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഉറപ്പായിട്ടും കോൺഗ്രസ് ഒരു കാരണവശാലും ഇത് സംഭവിക്കാൻ പോകുന്നില്ല. ഈക്വൽ നമ്പർ ഓഫ് സീറ്റ്സ്. ഇന്ററിം ഗവൺമെന്റ് എന്തായാലും നമുക്ക് ഫ്രീഡം കിട്ടണം, ഇൻഡിപെൻഡൻസ് കിട്ടണം. അതിനൊരു ഇന്ററിം ഗവൺമെന്റ് എന്തായാലും ഉണ്ടാക്കുമല്ലോ. ആ ഗവൺമെന്റിൽ തുല്യമായ ഈ സീറ്റുകൾ 100 എണ്ണം ഉണ്ടെങ്കിൽ 50 എണ്ണം കോൺഗ്രസിനും 50 എണ്ണം മുസ്ലിം ലീഗിനും. ദിസ് വാസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. മറിച്ച് സിഖിനും ഷെഡ്യൂൾ കാസ്റ്റിനും അതേഴ്സിനും ആൾക്കാർക്കും, ഷെഡ്യൂൾ കാസ്റ്റിന് അംബേദ്കറിനെ സന്തോഷിപ്പിക്കാൻ അവർക്കും നമുക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. പക്ഷെ ബാക്കിയുള്ളതെല്ലാം തുല്യമായി വീതിക്കും. ഇന്ററിം ഗവൺമെന്റ് അറ്റ് ദ സെന്റർ. ഇന്ത്യൻ ലീഡേഴ്സ് ആയിരിക്കും ഒരു സെന്റർ ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ടാക്കണം, അത് സെൻട്രലായിരിക്കണം. ഗവർണർ ജനറൽസിന്, വൈസ്രോയ്ക്കും ഗവർണർ ജനറലിനും ചില പവേഴ്സ് കൊടുക്കാം, പക്ഷെ ഇന്ത്യൻസ് ആയിരിക്കും കൂടുതൽ മാനേജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ പവർ. കോൺഗ്രസ് ഇൻഡയറക്ട്ലി അക്സെപ്റ്റഡ് ലീഗ്സ് ഇമ്പോർട്ടൻസ്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇത് വന്നു കഴിഞ്ഞാൽ തുല്യ ഈക്വാലിറ്റി കോൺഗ്രസിന് മുസ്ലിം ലീഗിന് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് വാസ് ട്രീറ്റഡ് ആസ് പൊളിറ്റിക്കലി ഈക്വൽ ടു ദ കോൺഗ്രസ്. അത് ഒരിക്കലും കോൺഗ്രസിന് സ്വീകാര്യമല്ലായിരുന്നു. മുഹമ്മദ് അലി ജിന്ന പിന്നീട് പറഞ്ഞു ഞാൻ തയ്യാറല്ല. ആദ്യം മുഹമ്മദ് ജില്ലൻ ഇതിന് സപ്പോർട്ടൊന്നും ചെയ്തൊന്നും, ലിയാഖത്ത് പാക്ട് കേട്ടിട്ട് പറഞ്ഞു ആളുടെ തോട്ട് അനുസരിച്ചിട്ട് കോൺഗ്രസിന് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുകയാണ് ഇതിനകത്ത്. സോ പൊളിറ്റിക്കൽ ഇക്വേഷൻസ് പോവുകയാണ്. പാകിസ്ഥാന്റെ ഡിമാൻഡിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇപ്പൊ ലിയാഖത്ത് അലി ഉണ്ടാക്കിയിട്ടും ഈ പ്ലാൻ പൊളിഞ്ഞുപോയി. കോൺഗ്രസ് റിയാക്ഷൻ അനുസരിച്ചിട്ട് കോൺഗ്രസിന് ഡോമിനൻസ് പോവുകയാണ്. കോൺഗ്രസ് ഓൾ ദ പാർട്ടി വരികയാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ പ്ലാനും വിജയിച്ചില്ല. ഏകദേശം ഒരേ കഥ തന്നെയാണ് CR ഫോർമുലയിലെ. അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് വേവൽ പ്ലാൻ അല്ലെങ്കിൽ ഷിംല കോൺഫറൻസ്. ലോർഡ് വേവൽ മുന്നോട്ട് വെച്ചൊരു പ്ലാൻ. ഇപ്പോൾ പല ആൾക്കാരും വെച്ചല്ലോ, രാജഗോപാലാചാരി വെച്ചു, ലിയാഖത്ത് അലി ഖാൻ വെച്ചു. ലോർഡ് വേവൽ ഒരു പ്ലാൻ വെക്കുകയാണ്. നമുക്ക് ഷിംലയിൽ we'll actually meet in Shimla and have a discussion on this and have a clarity on that. അതായിരുന്നു ഇമ്മീഡിയറ്റ് ഐഡിയ.
ദ വേവൽ പ്ലാൻ വാസ് എ ബ്രിട്ടീഷ് പ്രൊപ്പോസൽ ഇൻ 1945. ഇതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഡെഡ് ലോക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ലോർഡ് വേവൽ അനൗൺസ് ചെയ്ത പ്ലാനാണ്. ഇതേ കാര്യം തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും എല്ലാം കൊണ്ടും 45 ശേഷം വി വർ ഹാവിങ് എ വെരി ടഫ് ടൈം. ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ടൈമാണ്. സോ വി നീഡ് ടു ഹാവ് ക്ലാരിറ്റി ഇൻ ഓർഡർ ടു ഗിവ് യു ഫ്രീഡം. അത് ഫിക്സ് ചെയ്യാൻ അഗെയിൻ കോൺഗ്രസ് ആൻഡ് മുസ്ലിം ലീഗിന്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ ചർച്ച നടക്കുന്നത്. ബ്രിട്ടൻ അറ്റംപ്റ്റഡ് കോംപ്രമൈസ്. ഇത് നേരത്തെ രാജഗോപാലാചാരി അറ്റംപ്റ്റ് ചെയ്തു, ലിയാഖത്ത് അലി ഖാൻ അറ്റംപ്റ്റ് ചെയ്തു, ഇനി ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. വേവൽ ഒരു പ്ലാൻ അങ്ങോട്ട് വെക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്കഷൻ തുടങ്ങാം, ഒരു ടെമ്പററി പൊളിറ്റിക്കൽ സെറ്റിൽമെന്റ് കൊടുക്കാം, ഇന്ത്യക്കാരെ ഇൻക്ലൂഡ് മോർ ഇന്ത്യൻസ് ഇൻ ഗവേണൻസ്, കോൺഫ്ലിക്റ്റ് നമുക്ക് തീർക്കാം എന്നുള്ള രീതിയിൽ വന്നു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ പണ്ട് തൊട്ടേ വലുതാക്കാം എന്ന് പറയുന്നതിൽ ഇത് റീസ്ട്രക്ചർ ചെയ്ത് തരാം. ഓൾ മെമ്പേഴ്സ് വിൽ നൗ ബി ഇന്ത്യൻസ്. 1945 ആയേ, ഏതാണ്ട് പോവാറായി. അതുകൊണ്ട് തന്നെ ലെറ്റ് ഓൾ ദി ഇന്ത്യൻസ് ബി എ പാർട്ട് ഓഫ് ദിസ്. വൈസ്രോയും കമാൻഡർ ചീഫ് മാത്രം ബ്രിട്ടീഷുകാരായിക്കോളൂ, ബാക്കി എല്ലാം നിങ്ങൾ തീരുമാനിച്ചോളൂ. അത് വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആയിരുന്നു. ഈക്വൽ റെപ്രസെൻറ്റേഷൻ ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. സോ കോൺഗ്രസ് ഡോമിനേറ്റ് ചെയ്യുന്നുള്ള പരാതി വേണ്ട, മുസ്ലിം ലീഗിന് ഇമ്പോർട്ടൻസ് കിട്ടി. ഇതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേ സാധനം ലിയാഖത്ത് പാക്ടി പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് സമ്മതിക്കാത്തത്. ഈക്വൽ സാധനം പറഞ്ഞു. റെപ്രസെൻറ്റേഷൻ 6നും ഷെഡ്യൂൾ കാസ്റ്റിനും ക്രിസ്ത്യൻസിനും എല്ലാം കൊടുക്കാം. ഇന്ത്യൻസ് ടു ഹാൻഡിൽ ഇമ്പോർട്ടൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഫിനാൻസ്, എഡ്യൂക്കേഷൻ, ഹോം അഫയേഴ്സ് എല്ലാം ഇനി ഇന്ത്യക്കാർ കൺട്രോൾ ചെയ്തോ. സാധാരണ ഹെൽത്ത്, ലോക്കൽ ഗവർണൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളല്ലേ കൊടുക്കുന്നത്. ഇപ്പോൾ ഫിനാൻസും എഡ്യൂക്കേഷനും ഹോമും ആഭ്യന്തരവും നിങ്ങൾ ഇന്ത്യക്കാരെ എടുത്തോളൂ. പക്ഷെ അപ്പോഴും ഡിഫൻസ് തരില്ല, ബിക്കോസ് അത് കമാൻഡർ ഇൻ ചീഫ് ബ്രിട്ടീഷുകാരുടെ കയ്യിലിരിക്കും. അതൊഴിച്ച് ബാക്കി എല്ലാം ഇനി ഇന്ത്യക്കാരെടുത്തോ. ദിസ് വാസ് എ ബിഗ് വിക്ടറി ഫോർ ഇന്ത്യൻസ്, അറ്റ്ലീസ്റ്റ് ഫോർ ഇയേഴ്സ്. കുറേ കാലമായിട്ട് നോക്കുമ്പോൾ അത് വലിയൊരു വിക്ടറിയാണ്. ഇൻഡിപെൻഡൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ടെമ്പററി അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റ് കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇമ്മീഡിയറ്റ് ഇൻഡിപെൻഡൻസോ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയോ ഒന്നും പറയുന്നില്ല. ഇങ്ങനത്തെ കുറച്ചൊരു എഗ്രിമെന്റ് പറഞ്ഞു. ആൻഡ് ഒബ്വിയസ്ലി ഷിംല കോൺഫറൻസിൽ ഇത് ഡിസ്കസ് ചെയ്യാൻ ഇതിൽ കാണുന്ന പോലെ വൈസ്രീഗൽ ലോഡ്ജ്, പണ്ടത്തെ രാഷ്ട്രപതിയും അന്നത്തെ വിന്റർ പാലസ് ഷിംലയിലുള്ള അവിടെയാണ് ഡിസ്കഷൻ നടന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഷിംല കോൺഫറൻസ് എന്ന് വിളിക്കുന്നത്. ഈ വൈസ്രീഗൽ ലോഡ്ജിലാണ് ഇത് നടക്കുന്നത്. അപ്പം ഇത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരിക്കലും പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുമ്പോൾ നെഹ്റു, ഗാന്ധി, മൗലാന ആസാദും എല്ലാവരും ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഷിംല കോൺഫറൻസിൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ബാക്കിയൊക്കെ ഡിസ്കസ് ചെയ്യാം, ഒരു ഇന്ററിം ഗവൺമെന്റ് സെൻട്രൽ ഉണ്ടാക്കുമല്ലോ, മുസ്ലിം മെമ്പേഴ്സിനെ ആര് നോമിനേറ്റ് ചെയ്യും? ദാറ്റ് ഈസ് എ കീ ക്വസ്റ്റ്യൻ. മുസ്ലിം ലീഗും കോൺഗ്രസോട് ഒരുമിച്ച് വന്നിരിക്കുകയാണ്. മുസ്ലിം ലീഗും കോൺഗ്രസോട് ഇരിക്കുകയാണ്. ഓൾറെഡി കുറേ സംഭവങ്ങൾ പറഞ്ഞു. ഹൂ വിൽ നോമിനേറ്റ് ദ മുസ്ലിം മെമ്പേഴ്സ്? ഷിംല കോൺഫറൻസിലെ ബിഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും നോമിനേറ്റ് ചെയ്യും. കാരണം വി സ്റ്റാൻഡ് ഫോർ ഓൾ കമ്മ്യൂണിറ്റീസ്, ഹിന്ദു, മുസ്ലിം, സിഖ്സ്, ഡിപ്രസ് ക്ലാസസ്, ആംഗ്ലോ ഇന്ത്യൻസ്, എല്ലാവരും ഞങ്ങൾ റിപ്രസെൻറ്റ് ചെയ്യും. അതുകൊണ്ട് മുസ്ലിമും കോൺഗ്രസും കൂടെ ചേർന്നിട്ട് നോമിനേറ്റ് ചെയ്യും. പക്ഷേ മുസ്ലിം ലീഗിൽ ജിന്ന പറഞ്ഞൊരു കാര്യമുണ്ട്, ഓൺലി മുസ്ലിം ലീഗ് റെപ്രസെൻറ്റ്സ് ഇന്ത്യൻ മുസ്ലിംസ്, ദെയർഫോർ ഓൺലി ലീഗ് ഷുഡ് നോമിനേറ്റ് മുസ്ലിം മെമ്പേഴ്സ്. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന തർക്കത്തിൽ പുതിയൊരു തർക്കം കൂടെ കിട്ടി. ഒരു ഇന്ററിം ഗവൺമെന്റ് സെൻട്രൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അപ്പം ഇതിൽ നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആര് നോമിനേറ്റ് ചെയ്യും? രണ്ടുപേരും തമ്മിൽ തല്ലായി, വഴക്കായി. എഗെയിൻ a small deadlock became a much more bigger deadlock. അങ്ങനെ ഫെയിലർ ഓഫ് ഷിംല കോൺഫറൻസ് കഴിഞ്ഞു. പിന്നെയും റെപ്രസെൻറ്റേഷൻ്റെ പേരിൽ ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. അങ്ങനെ പിന്നെയും സംഭവങ്ങൾ ഒരുമിച്ച് നിന്നില്ല. ആൻഡ് ഫൈനലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് കെയിം, ആൻഡ് ദാറ്റ് ഈസ് ദ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പ്രാവശ്യം, ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യക്ക് ഒരു സംഭവം. നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് അടുക്കുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ദ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു മിഷൻ പ്ലാൻ ഇവിടെ വരുന്നുണ്ട്. സോ വാട്ട് എക്സാക്ട്ലി ഇസ് ദിസ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്നുള്ളതും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് ചർച്ച ചെയ്യാം. ഇത് അവസാനം 46 ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ പവർ പീസ്ഫുള്ളി ആൻഡ് കീപ് ഇന്ത്യ യുണൈറ്റഡ് ബിഫോർ ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് കൊടുക്കാം, പക്ഷെ അതിനു മുന്നേ ഇന്ത്യ ഒരുമിച്ച് നിർത്തണ്ടേ? ഇപ്പൊ തന്നെ പാകിസ്ഥാൻ, ഇന്ത്യ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് കാണിക്കുമ്പോൾ വി നീഡ് ടു കീപ് ഇറ്റ് പീസ്ഫുള്ളി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ് മുസ്ലിം യൂണിറ്റി, ഇപ്പോൾ ഓൾറെഡി കോൺഗ്രസ് മുസ്ലിം യൂണിറ്റി പ്രശ്നമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യണം. പാകിസ്ഥാൻ്റെ 3 കാര്യങ്ങൾ, കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം, പാകിസ്ഥാൻ്റെ ഡിമാൻഡ് എന്ത് വേണം എന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. യുദ്ധമൊക്കെ കഴിഞ്ഞു, വേൾഡ് വാർ 2 കഴിഞ്ഞു, ബ്രിട്ടൻ വാസ് എക്സോസ്റ്റഡ്, എക്കണോമിക്കലി ബ്രിട്ടൻ വാസ് ഡിവാസ്റ്റേറ്റഡ്. ഇനി ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു.
ലേബർ പാർട്ടി കെയിം ടു പവർ ഇൻ ബ്രിട്ടൻ. അപ്പോൾ ലേബർ പാർട്ടി എന്ന് വന്നാലും ഇന്ത്യക്കാർക്ക് കൺസെഷൻ കൊടുക്കുന്നുള്ളത് കൺസർവേറ്റീവ് പാർട്ടിക്ക് പണ്ടേ ഉള്ള പേടിയാണ്. അപ്പോൾ ലേബർ പാർട്ടിയും കൂടെ വന്നു കഴിഞ്ഞു. ക്ലെമന്റ് ആറ്റ്ലി ഹാസ് കം ഇൻ. ഇന്ത്യൻ നാഷണലിസം വളരെ സ്ട്രോങ് ആയി കഴിഞ്ഞപ്പോൾ ഇനി ഇന്ത്യനെ പെർമനൻ്റ്ലി ഭരിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർക്ക് പറ്റില്ല എന്നുള്ളത് ഏകദേശം മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ക്ലെമന്റ് ആറ്റ്ലി പറയുന്നുണ്ട്. ക്ലെമന്റ് ആറ്റ്ലി ഡിക്ലറേഷനും ഉണ്ട്, നമ്മൾ 1948 മുന്നേ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫറിങ് ചെയ്തിട്ട് നമ്മൾ പോവും, ബ്രിട്ടീഷുകാർ പോകും എന്നുള്ള ക്ലെമന്റ് ആറ്റ്ലി ഓൺ റെക്കോർഡ് പറയുന്നുമുണ്ട്. സോ ക്യാബിനറ്റ് മിഷൻ വന്നു എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ കൊടുക്കുക പീസ്ഫുള്ളി, സിവിൽ വാർ ഇല്ലാണ്ടാക്കുക, ഇന്ത്യൻ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക, കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയിട്ട് പാകിസ്ഥാൻ വേണോ വേണ്ടെന്ന് തീരുമാനിക്കുക. ഇറ്റ് വാസ് എ 3-member മെയിൻ കമ്മിറ്റി. പെത്വിക് ലോറൻസ് ഹെഡ് ഓഫ് ദ മിഷൻ, സ്റ്റാഫോർഡ് ക്രിപ്സ് നെഗോഷിയേറ്റർ, A.V. അലക്സാണ്ടർ ഫസ്റ്റ് ലോർഡ് ഓഫ് അഡ്മിറാലിറ്റി. ലോറൻസ്, ക്രിപ്സ്, അലക്സാണ്ടർ ഇവരാണ് ക്രിപ്സ് മിഷന് വേണ്ടി ഇവിടെ വന്നത്. അപ്പോൾ മിഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു യുണൈറ്റഡ് ഇന്ത്യ വിത്ത് എ വീക്ക് സെൻട്രൽ ഗവൺമെന്റ്, അതാണ് ഇവരുടെ മെയിൻ ഐഡിയ. പക്ഷെ അത് നടക്കൂല, നമുക്കിപ്പോൾ നോക്കാം. The mission rejected Pakistan. Very, very, very important. That is the most important point for your prelims examination. Cabinet mission പാകിസ്ഥാന്റെ പ്ലാൻ റിജക്ട് ചെയ്തു. കാരണം ആദ്യം ഇൻഡിപെൻഡൻസ് വന്നതിന് ശേഷം പാകിസ്ഥാന്റെ ഡിമാൻഡ് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ കൊടുക്കുന്നത്. സോ റിജക്റ്റഡ്. ഇമ്മീഡിയറ്റ് സോവറിൻ പാകിസ്ഥാൻ എന്നുള്ളൊരു സംഭവം ഇമ്മീഡിയറ്റ്ലി പറയുന്നില്ല. ബിക്കോസ് അവർ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഇസ് ബേസിക്കലി എക്കണോമിക്കലി വീക്ക്. ഒരു പുതിയ രാജ്യം വന്നാലും ഭയങ്കര വീക്ക് ആവില്ല. കാരണം റിസോഴ്സസ് ഇൻ ദ സെൻസ് ഡിഫൻസ് പ്രോബ്ലം വരും, പഞ്ചാബും ബംഗാളും അഡ്മിനിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടാവും, മൈനോറിറ്റീസ് വിൽ സ്റ്റിൽ റിമെയിൻ ഇൻ ബോത്ത് ദ സ്റ്റേറ്റ്സ്. പാകിസ്ഥാനിൽ ഹിന്ദു മൈനോറിറ്റി ഉണ്ടാവും, ഇന്ത്യയിൽ മുസ്ലിം മൈനോറിറ്റി ഉണ്ടാവും എന്ന് പറയുന്ന ഈ തോട്ട് പ്രോസസ്സ് ക്യാബിനറ്റ് മിഷൻ സീരിയസ് ആയിട്ട് കണ്ടു. ഒബ്വിയസ്ലി ജിന്ന വിൽ നെവർ ലൈക്ക് ദിസ് ഐഡിയ. അവർ വിചാരിച്ചത് ഒരു യൂണിയൻ ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്യും ക്യാബിനറ്റ് മിഷൻ അനുസരിച്ചിട്ട്. ആ ഇന്ത്യൻ യൂണിയൻ ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം കൺട്രോൾ ചെയ്യും. എല്ലാം ഡിഫൻസും കൊടുത്തോട്ടെ. അവൻ ഫൈനലി ഡിഫൻസ് കൂടെ ഇന്ത്യക്ക് കിട്ടി. ആൻഡ് പ്രൊവിൻസസ് ടു ഹാവ് മാക്സിമം പവേഴ്സ്. ഓൾ ദി അതർ സബ്ജക്ട്സ് ഇതുണ്ട്. പ്രൊവിൻഷ്യൽ ഓട്ടോണമി ഉണ്ട്. ഒരു തരത്തിൽ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. നോട്ട് എക്സാക്ട്ലി ദ സെയിം വേ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഡിഫൻസും കൂടെ ബ്രിട്ടീഷുകാർ കൈയടക്കി തിരിച്ചു കൊടുത്തു. പ്രൊവിൻസുകൾക്ക് പ്രൊവിൻഷ്യൽ ഓട്ടോണമി ഉണ്ട്. ഈ പ്രധാനപ്പെട്ട സംഭവം എക്സാമിന് ഓർത്ത് വെക്കുക. ഇവർ 3 ഗ്രൂപ്പായിട്ട് ഇന്ത്യയിലെ പ്രൊവിൻസുകളെ തിരിച്ചു. ഈ 3 ഗ്രൂപ്പായിട്ടാണ് ഇവരിവിടുത്തെ പ്രൊവിൻസുകളെ തിരിക്കുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹിന്ദു മെജോറിറ്റി ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് ഹിന്ദു മെജോറിറ്റിയാണ്, ഒരു ഗ്രൂപ്പിംഗ് ആണ് പ്രൊവിൻസുകൾ. മദ്രാസ്, ബോംബെ, യുണൈറ്റഡ് പ്രൊവിൻസ്, ബീഹാർ, സെൻട്രൽ പ്രൊവിൻസ്, ഒഡീഷ. ഇത് ഓർത്ത് വെച്ചോളൂ. മദ്രാസ്, ബീഹാർ ഈ സ്ഥലങ്ങളെല്ലാം ഹിന്ദു മെജോറിറ്റി ഏരിയ. ഗ്രൂപ്പ് ബി നോർത്ത് വെസ്റ്റ് മുസ്ലിം മെജോറിറ്റി, പഞ്ചാബ്, സിന്ധ്, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്, ബലൂചിസ്ഥാൻ. ഇതെല്ലാം ഗ്രൂപ്പ് ബി. ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് ബംഗാൾ, ഈസ്റ്റേൺ മുസ്ലിം മെജോറിറ്റി. ഗ്രൂപ്പ് ബിയും സിയും മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ആണ്. ഒന്ന് വെസ്റ്റിൽ ആ റീജിയനിൽ, ഒന്ന് ഈസ്റ്റിൽ. സി എന്ന് പറയുന്നത് ഓർക്കാൻ എളുപ്പമാണ്. ബാക്കിയുള്ള ഈ സ്ഥലങ്ങൾ മൈനസ് ചെയ്താൽ ഈ സ്ഥലങ്ങൾ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഈ ഗ്രൂപ്പ് എ, യു ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് വാട്ട് എക്സാക്ട്ലി ഇസ് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് സി കൺട്രീസ്. ഐ മീൻ നോട്ട് കൺട്രീസ് ഇൻ ദ സെൻസ് പ്രോവിൻസുകൾ ഏതാണെന്നുള്ളൊരു ക്ലാരിറ്റി. സോ മുസ്ലിം ലീഗ് ലൈക്ഡ് ഇറ്റ് ബിക്കോസ് ഇത് ജിന്നയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഈ ഒരു കാര്യം, ഈ ഗ്രൂപ്പിംഗ് ആണ് ജിന്നയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഈ 2 സ്ഥലങ്ങൾ കണ്ടോ, ഇത് രണ്ടും ഒരു തരത്തിൽ പാകിസ്ഥാൻ, ഇതൊരു തരത്തിൽ ബാംഗ്ലാദേശ്. അന്ന് ബാംഗ്ലാദേശ് ഇല്ല, അന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ. അപ്പോൾ രണ്ടും ഈസ്റ്റ് പാകിസ്ഥാൻ, രണ്ടും പാകിസ്ഥാൻ എന്ന രീതിയിൽ ജിന്നയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗ്രൂപ്പിംഗ്. കോൺഗ്രസിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ ഗ്രൂപ്പിംഗ് ഇന്ത്യൻ യൂണിറ്റി പോവാണ്. കോൺഗ്രസ് ഓൾറെഡി സ്റ്റുഡ് ഫോർ ഇന്ത്യൻ യൂണിറ്റി എല്ലാ കാലത്തും. അന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് 1930s തൊട്ടിട്ട് ഇന്ത്യൻ വേണം. അതുകൊണ്ടാണ് ഇനിഷ്യലി ഒരു പാർട്ടീഷൻ സമ്മതിക്കാത്തത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വുഡ് ബി, ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ക്രിയേറ്റ് ചെയ്യും. അതേപോലെ ഒരു യൂണിയൻ ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ക്രിയേറ്റ് ചെയ്യും. ഇൻഡയറക്ട്ലി എലക്റ്റഡ് ബൈ ദ പ്രൊവിൻഷ്യൽ അസംബ്ലീസ്. നമ്മുടെ ഇവിടെ നിന്ന് എലക്ട് ചെയ്യുന്ന പോലെ ഇൻഡയറക്ട്ലി പ്രൊവിൻഷ്യൽ അസംബ്ലിയിൽ നിന്ന് കൊണ്ടുവരും. സീറ്റുകളെല്ലാം ഇതേപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദാറ്റ്. ആൻഡ് ദർ വിൽ ബി എൻ ഇന്ററിം ഗവൺമെന്റ്. സെൻറ്ററിൽ കൊണ്ടുവരും. ടെമ്പററി ആയിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ എല്ലാം ഓക്കെയാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഇന്ററിം ഗവൺമെന്റ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊവിൻസുകൾ, യൂണിയൻ ഓഫ് ഇന്ത്യ, ഇതെല്ലാം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ആൻഡ് ഫൈനലി ഇതിന്റെ ഭാഗമായിട്ട്, ക്യാബിനറ്റ് മിഷന്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇലക്ഷൻ നടത്തി. 1946 ഇലക്ഷൻ നടത്തി. കോൺഗ്രസ് കൂടുതൽ ഒരുപാട് സീറ്റ് കോൺഗ്രസ് ജയിച്ചു. ഈ പറഞ്ഞ ക്യാബിനറ്റ് മിഷന്റെ അനുസരിച്ചിട്ട് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും ഓൾമോസ്റ്റ് മുസ്ലിം സീറ്റ്സിൽ കണ്ടസ്റ്റ് ചെയ്ത
മേജർ സീറ്റുകളെല്ലാം ജയിച്ചു. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ക്യാബിനറ്റ് മിഷന്റെ ഗ്രൂപ്പിങ്ങിനെ ശരിവെക്കുന്ന രീതിയിലാണ് അത് വന്നത്. മെജോറിറ്റി ഏരിയയിൽ ഇവർ ജയിക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ദർ ഇസ് എ നീഡ്, ഇൻഹറന്റ് നീഡ് ഫോർ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഡിമാൻഡാണ് ആക്ച്വലി ദേ വർ ആക്ച്വലി ട്രൈങ് ടു അപ്ഹോൾഡ്. സോ കോൺഗ്രസ് പൊസിഷൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഐഡിയ, യുണൈറ്റഡ് ഐഡിയ ഒക്കെ എടുത്തു. ബട്ട് കമ്പൽസറി ഗ്രൂപ്പിംഗ് ഇഷ്ടപ്പെട്ടില്ല ക്യാബിനറ്റ് മിഷന്റെ. പ്രൊവിൻസുകൾക്ക് കോൺഗ്രസ് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രൊവിൻസുകൾക്ക് ആരുടെ കൂടെ ജോയിൻ ചെയ്യണം, ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യണോ പാകിസ്ഥാന്റെ കൂടെ ജോയിൻ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം കൂടെ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. മുസ്ലിം ലീഗ് ഇനിഷ്യലി അക്സെപ്റ്റ് ചെയ്തു, ബട്ട് ലേറ്റർ ലീഗ് സപ്പോർട്ട് വിഡ്രോ ചെയ്തു. ബിക്കോസ് ഗ്രൂപ്പിംഗ് കുഡ് ലേറ്റർ ഹെൽപ്പ് ക്രിയേറ്റ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ അവർ സപ്പോർട്ട് പിൻവലിച്ചു കുറച്ച് കഴിഞ്ഞതിന് ശേഷം. പ്രധാനപ്പെട്ട ഈ ഗ്രൂപ്പിംഗ് ആണ് മെയിൻ ഇഷ്യൂ. ABC എന്ന് പറയുന്ന ഗ്രൂപ്പിംഗ്, കോൺഗ്രസ് പറഞ്ഞ ഗ്രൂപ്പിംഗ് ഓപ്ഷനിലാണ്, ലീഗ് പറഞ്ഞ ഗ്രൂപ്പിംഗ് മസ്റ്റ് ആയിട്ടും വേണം. ബിക്കോസ് ഗ്രൂപ്പ് ചെയ്താലേ അവർക്ക് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കോൺഗ്രസ് ഡിഡ് നോട്ട് ലൈക്ക് ദി ഐഡിയ ഓഫ് ABC. പാകിസ്ഥാൻ ദേ ലൈക്ഡ് ഇറ്റ് ബിക്കോസ് ദാറ്റ് വാസ് ദി ഐഡിയ ഓഫ് പാകിസ്ഥാൻ. സോ 1946 ഇന്ററിം ഗവൺമെന്റ് ഉണ്ടാക്കി. ജവഹർലാൽ നെഹ്റു ബോയ്ക്കോട്ടഡ് ഇറ്റ്. പിന്നീട് ഇത് ആക്ച്വലി ഹെഡ് ചെയ്തത് ഇന്ററിം ഗവൺമെന്റ് ഇവർ അവസാനം പറഞ്ഞ എഗ്രിമെന്റ് ക്യാബിനറ്റ് മിഷൻ അനുസരിച്ചിട്ട് നെഹ്റു ആണ് ഹോൾഡ് ചെയ്തത്. ഒബ്വിയസ്ലി മുസ്ലിം ലീഗ് ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ജിന്ന വരണമായിരുന്നല്ലോ. സോ ഒബ്വിയസ്ലി പക്ഷേ ലീഗ് ബോയ്ക്കോട്ട് ചെയ്തു. പക്ഷെ പിന്നെ ജോയിൻ ചെയ്തു, ഓക്കെ ആണെന്ന് പറഞ്ഞു, പിന്നീട് ജോയിൻ ചെയ്തു. സോ എങ്ങനെയെങ്കിലും പാകിസ്ഥാൻ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളൊരു ലെവലിൽ എത്തിയവർ. ആൻഡ് 1946 they created the മുസ്ലിം ലീഗ് അനൗൺസ് ചെയ്ത ഡയറക്റ്റ് ആക്ഷൻ ഡേ. ഡയറക്റ്റ് ആക്ഷൻ ഡേ ആണ് പാർട്ടീഷനിലെ പാകിസ്ഥാനിലേക്കുള്ള അവരുടെ ആദ്യത്തെ ചുവട് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എല്ലാ എഗ്രിമെന്റുകളും പരാജയപ്പെട്ടു. ഇതുവരെ ഒരു കോംപ്രമൈസും എത്താൻ പറ്റിയിട്ടില്ല. ഇതിന് ശേഷം കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടായി ഇന്ത്യയിൽ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിച്ചു. ഇന്ത്യ മൊത്തം ഹിന്ദു മുസ്ലിം കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടായി. ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു. ബ്രിട്ടീഷ് പീപ്പിൾ ടുക്ക് ദിസ് ആസ് വെരി സീരിയസ്. ഇത് ഇങ്ങനെ എസ്കലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. പീസ്ഫുൾ ട്രാൻസിഷൻ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലായി. ഇത് ഭയങ്കര വലിയൊരു സംഭവമായി മാറി. ആൻഡ് കമ്മ്യൂണൽ വയലൻസ് ഇൻക്രീസ് ചെയ്തു. പാകിസ്ഥാൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. പതുക്കെ പാർട്ടീഷൻ ചെയ്യാതെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈ ഇലക്ഷനൊക്കെ മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയാസിൽ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഒരു യൂണിഫൈഡ് ഇന്ത്യ വെക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. വി നീഡ് ടു പാർട്ടീഷൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രീതി അവിടെ മുന്നോട്ട് വന്നു. ബ്രിട്ടീഷ് പീപ്പിൾ ഓൾസോ അണ്ടർസ്റ്റുഡ് ദിസ് ഐഡിയ. കാരണം ഈ ഒരു ഏരിയയും രണ്ടായിട്ട് തന്നെ പാർട്ടീഷൻ ചെയ്തെടുക്കണം എന്നുള്ള രീതിയിൽ വന്നു. ഫൈനലി സിറിൽ റാറ്റ്ക്ലിഫ് അങ്ങനെ ഒരു പാർട്ടീഷനിലേക്ക് വന്നു. 1947 നമ്മുടെ പാർട്ടീഷൻ എത്തി. അപ്പോൾ ഈ പാർട്ടീഷനിലേക്കുള്ള കഥ പോലും ഡയറക്റ്റ് ആക്ഷൻ ഡേയിലെ വയലൻസ് വലിയ രീതിയിൽ പാർട്ടീഷനെ സ്വാധീനിച്ചു എന്നുള്ളത് ഓർത്തു വെക്കാൻ 1946 മുസ്ലിം ലീഗിൻ്റെ ഡയറക്റ്റ് ആക്ഷൻ ഡേ. ആൻഡ് ഫൈനലി ഈ ഒരു കോണ്ടെക്സ്റ്റ് ഇത്രയും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ ഒരു കോൺസെപ്റ്റൂടെ നമുക്കിനകത്തുനിന്ന് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടിനി എന്ന് പറയുന്ന ഇന്ത്യൻ സെയിലേഴ്സ് ഷിപ്പിനകത്ത് ക്രിയേറ്റ് ചെയ്തൊരു മ്യൂട്ടിനി വലിയ ചർച്ച നടന്നിരുന്ന സമയമാണ്. പക്ഷേ കോൺഗ്രസിലെ ഗാന്ധി ഉൾപ്പെടെ പല ആൾക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ എന്താണ് ഈ റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടിനി എന്ന് പറയുന്നത്? റോയൽ ഇന്ത്യൻ നേവൽ അല്ലെങ്കിൽ മ്യൂട്ടിനി എന്ന് പറഞ്ഞാൽ 1946 നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഫ്രീഡം വരെ നമ്മൾ എത്തി എല്ലാം ഡിസ്കസ് ചെയ്തു. ഈ ഒരു കോൺസെപ്റ്റും കൂടെ ഇവിടെ നോക്കാനുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് 1946 തുടങ്ങി. മുംബൈയിലെ അന്നത്തെ ഒരു കപ്പൽ HMIS തൽവാറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അവിടുത്തെ സെയിലേഴ്സാണ് ഇത് തുടങ്ങി വെച്ചത്. പതുക്കെ 20,000 സെയിലേഴ്സ് ഇതിൽ പങ്കെടുത്തു. ഇറ്റ് ഓൾമോസ്റ്റ് സ്പ്രെഡ് ടു 78 ships, 20 establishments across multiple ports in India. ഈ ഒരു മൂവ്മെന്റ് നമ്മൾ സാധാരണ കരയിലൂടെ നടത്തി വെക്കുന്ന പോലെ ഇത് ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയാസിൽ കപ്പലുകൾ ഷിപ്പിൽ പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഷിപ്സിലുണ്ടായിരുന്ന സെയിലേഴ്സിൻ്റെ ഇടയിൽ ഒരു വികാരം ഒരു വൈൽഡ് ഫയർ പോലെ പടർന്ന് ആൻറ്റി ബ്രിട്ടീഷ് സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്തതാണ് ഈ റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടിനി. ഇതിൽ വലിയ രീതിയിൽ ഇന്ത്യൻ നാഷണൽ ആർമി, ഇത് 1946 പോലും ഇന്ത്യൻ നാഷണൽ ആർമിയും സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ ആ ഒരു കോൺസെപ്റ്റും പ്രത്യേകിച്ച് INA ട്രയൽസ് അവരെ തൂക്കിക്കൊന്നത് ഇന്ത്യ മൊത്തം ഭയങ്കരമായിട്ട് അവരെ സ്പാർക്ക് ചെയ്തു. ഇതെല്ലാം ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഈ റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടിനി. അപ്പോൾ ബോസ് വലിയ രീതിയിൽ ഇവിടെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ടേക്ക് എ ലുക്ക് അറ്റ് ദാറ്റ്. ഓൾ ദീസ് ആർ പിക്ചേഴ്സ് ഫ്രം ദാറ്റ്.
അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് INA ട്രയൽസ് വലിയ രീതിയിൽ ഇവരെ ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഓർത്ത് വയ്ക്കാം. ഷിപ്പിലുള്ള പ്രശ്നങ്ങളാണ് ബേസിക് ഇഷ്യൂസ്. ഉറപ്പായിട്ടും ഇന്ത്യൻസിൻ്റെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ 1857 തൊട്ടേ നമ്മൾ കാണുന്നതാണ്. ഇൻസൾട്ട്, അൺഈക്വൽ ട്രീറ്റ്മെൻറ്റ്, ഹ്യൂമിലിയേഷൻ, പ്രൊമോഷൻ ഇല്ല, ഇന്ത്യൻ റേറ്റിംഗ് ഷിപ്പ്, നേവൽ ഓഫ് ആൾക്കാരൊക്കെ വളരെ സിവിയർലി, വളരെ മോശം വർക്കിംഗ് കണ്ടീഷൻ, ശമ്പളമില്ല, അക്കോമഡേഷൻ ഇല്ല, ലോ ക്വാളിറ്റി ഫുഡ്, ഏറ്റവും ഷിപ്പിൽ ചീത്തയായി പോകുന്ന റോട്ടൻ ഫുഡാണ് ഇന്ത്യൻ സെയിലേഴ്സിന് കഴിക്കാൻ കൊടുക്കുന്നത് ബ്രിട്ടീഷ് ആൾക്കാർ കഴിച്ചതിന് ശേഷം. ഇതെല്ലാം സഹിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആൻഡ് ദേ വർ ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ സുഭാഷ് ചന്ദ്ര ബോസ്, INA ആൻഡ് ഈവൻ ദി INA ട്രയൽസ് ഓഫ് ഹൗ ദ ലീഡേഴ്സ് വെർ ഹാങ് ടു ഡെത്ത്. ഇതെല്ലാം വലിയൊരു പോസിറ്റീവ് സ്പാർക്കാണ് ക്രിയേറ്റ് ചെയ്തത്. ഇത് തുടങ്ങുന്നത് വളരെ പ്രധാനപ്പെട്ട നേവൽ റേറ്റിംഗ്, അവിടുത്തെ നേവൽ ഒരു ചെറിയ നേവൽ സെയിലർ ആയിരുന്ന BC ദത്ത് ആൻറ്റി ബ്രിട്ടീഷ് സ്ലോഗൻസ് ആ ബ്രിട്ടീഷ് ഷിപ്പിൽ HMIS തൽവാറിൽ എഴുതി വെച്ചു. ഇതിനകത്ത് വലിയ സ്ട്രൈക്ക് തുടങ്ങി ബ്രിട്ടീഷ് ആൾക്കാർക്കെതിരെ. ഈ വികാരമാണ് മറ്റ് ഷിപ്പിലേക്ക് സ്പ്രെഡ് ആയപ്പോൾ എല്ലാവരും എല്ലാ ഷിപ്സിലേക്കും ഇത് പടർന്ന ആൾക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ 1857 മ്യൂട്ടിനി പോലെ തന്നെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് പതുക്കെ എസ്കലേറ്റ് ചെയ്തു. സെയിലേഴ്സ് ഷിപ്പ് പിടിച്ചെടുത്തു, ബ്രിട്ടീഷുകാരുടെ ഷിപ്പ് പിടിച്ചെടുത്തു, നേവൽ ഓഫീസുകൾ പിടിച്ചെടുത്തു, വർക്ക് ചെയ്യാൻ നിർത്തി, കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്തു, ഫ്ലാഗുകൾ ഹോയിസ്റ്റ് ചെയ്തു. ഭയങ്കര വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു അത്. കോൺഗ്രസ് ഫ്ലാഗ്, മുസ്ലിം ലീഗിൻ്റെ ഫ്ലാഗ്, കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗ്, അങ്ങനെ എല്ലാവരും എല്ലാവരുടെ വിഷൻ അനുസരിച്ചിട്ട് എല്ലാവരുടെയും ഐഡിയോളജി ഉള്ള ഫ്ലാഗുകൾ അവിടെ വിരിച്ചു, കംപ്ലീറ്റ്ലി ഹോയിസ്റ്റ് ചെയ്തു. ആൻഡ് ദിസ് സ്പ്രെഡ് ക്വിക്ക്ലി. ഇവിടെ നിന്ന് ബോംബെയിൽ നിന്നും ഇറ്റ് ആക്ച്വലി സ്പ്രെഡ് ടു കറാച്ചി, കൽക്കട്ട, മദ്രാസ്, കൊച്ചി, വിശാഖപട്ടണം. ഒരു നേഷൻ വൈഡ് നേവൽ മ്യൂട്ടിനി ഉണ്ടായി, കപ്പലുകളിൽ മാത്രം, കരയിലല്ല. അപ്പം അത് വലിയൊരു ചലഞ്ചായിട്ട് ബ്രിട്ടീഷുകാർ കണ്ടു. ആൻഡ് ദ കീ തിങ് ഇസ് മഹാത്മാഗാന്ധി did not support this movement because he thought this was going to be an armed violence, military indiscipline ആണ്. ഇതൊരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു സംഭവം, മ്യൂട്ടനിയാണ്. ആൻഡ് ഗാന്ധി ഡിഡ് നോട്ട് സപ്പോർട്ട് ദിസ്. ബട്ട് ഒരു തീരുമാനം എടുത്തുമില്ല. പക്ഷേ സർദാർ പട്ടേൽ ആക്ച്വലി എക്സ്റ്റെൻഡഡ് എ ബിഗ് ടൈം ഹെൽപ്പ്. പട്ടേൽ സെയിലേഴ്സായിട്ടും നെഗോഷിയേറ്റ് ചെയ്ത് സറണ്ടർ ചെയ്യാനൊക്കെ പറഞ്ഞു. കാരണം നമുക്ക് സറണ്ടർ ചെയ്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവാം. അറ്റ്ലീസ്റ്റ് ഹി കൺവിൻസ്ഡ് ദെം. Gandhi did not bother to talk to them or convince them, but Patel took an extra hand. അവരെ കൺവിൻസ് ചെയ്ത് സറണ്ടർ ചെയ്ത് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു എഫേർട്ട് എടുത്തു. അതാണ് ഈ റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടനി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അവസാനം നമ്മൾ 1947 എത്തുന്നു. നമ്മൾ അവസാനം 47 നമുക്ക് ഫ്രീഡം കിട്ടുന്നു എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ എങ്ങനെയാണിത് നമ്മൾ അവസാനിപ്പിക്കുന്നത് എന്നുള്ള മെയിൻ പോയിന്റിലേക്കാണ് എത്തുന്നത്. മൗണ്ട് ബാറ്റൺ വന്നു. മൗണ്ട് ബാറ്റനോട് ലോർഡ് വേവലിനെ റീപ്ലേസ് ചെയ്ത് മൗണ്ട് ബാറ്റൺ വരുമ്പോൾ തന്നെ പറഞ്ഞു, എത്രയും പെട്ടെന്ന് it should be as fast, as quick as it is possible to give them the freedom, make the complete procedures and leave. അതായിരുന്നു ഇവരുടെ മെയിൻ. എത്രയും പെട്ടെന്ന് 3rd June 1947 മൗണ്ട് ബാറ്റൺ വാസ് എ ഫൈനൽ പ്ലാൻ. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ 3rd June 1947 പ്രഖ്യാപിച്ചു അവർ. വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ. ക്യാബിനറ്റ് മിഷൻ ഫെയിലായി. ഹിന്ദു മുസ്ലിം ടെൻഷൻസ് പിന്നെയും കൂടി. ഡയറക്റ്റ് ആക്ഷൻ ഡേ ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോലെ മൗണ്ട് ബാറ്റനെ ഇൻസ്പയർ ചെയ്തു. കാരണം ഈ വയലൻസ് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഒരു രീതിയിൽ ക്ലെമന്റ് അറ്റ്ലി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ജൂൺ 1948 മുന്നേ ക്ലെമന്റ് അറ്റ്ലീസ് ഡെക്ലറേഷൻ ഉണ്ട് ദാറ്റ് വി വിൽ ലീവ് ഇന്ത്യ ബൈ ജൂൺ 1948 വിൽ. അപ്പോൾ അതിനു മുന്നേ മേക്ക് ഇറ്റ് സീംലെസ് എന്ന രീതിയിലാണ് മൗണ്ട് ബാറ്റനെ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുവരാനുള്ള പ്ലാൻസ് ആണ് നടത്തിയത്. പാർട്ടീഷൻ അക്സെപ്റ്റ് ചെയ്തു. ഈവൻ കോൺഗ്രസ് പോലും ഇനിഷ്യലി കോൺഗ്രസ് യൂണിറ്റി എന്ന് പറഞ്ഞു നിന്നു. പക്ഷേ ഇറ്റ് ഹാസ് ടു, കാരണം 1947 നടന്ന കമ്മ്യൂണൽ വയലൻസ്, ഡയറക്റ്റ് ആക്ഷൻ ഡേക്ക് ശേഷം മുസ്ലിം ലീഗ് പാകിസ്ഥാന് വേണ്ടി പറയുന്നു, അഡ്മിനിസ്ട്രേഷൻ തകരുന്നു, സിവിൽ വാർ ഉണ്ടാവുന്നു, ആൾക്കാർ മരിക്കുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുന്നു. ഫൈനലി നെഹ്റുവും വല്ലഭായ് പട്ടേലും ഗാന്ധിയും എല്ലാവരും തീരുമാനിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ യൂണിറ്റി എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതിനെക്കാട്ടും നല്ലത് ദ ലെസർ ഇവിൽ ഇസ് പാകിസ്ഥാൻ. ദാറ്റ് ഇസ് ദ പോയിന്റ്. യൂണിറ്റി ഇസ് ദ ബിഗസ്റ്റ് തിങ് ദാറ്റ് വി വാണ്ട്, ബട്ട് ദ ലെസർ ഇവിൽ ഇസ് പാകിസ്ഥാൻ. യൂണിറ്റിക്ക് വേണ്ടി ലക്ഷങ്ങൾ ആൾക്കാരാണ് മരിക്കുന്നത്. അതിൻ്റെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ദ ലെസർ ഇവിൽ. അത് കൊടുത്തേക്കാൻ എന്ന രീതിയിൽ അക്സെപ്റ്റിംഗ്, അങ്ങനെയാണ് ഇവർ എത്തിയത്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിവൈഡഡ് ഇൻ ടു പാകിസ്ഥാൻ 2 ഡൊമിനിയനായിട്ട് ആദ്യം കൊണ്ടുവരും. ആദ്യം രണ്ടും ബ്രിട്ടീഷ് കോമൺവെൽത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് നിൽക്കുന്ന 2 ഡൊമിനിയനായിട്ട് ക്രിയേറ്റ് ചെയ്യും. പിന്നീട് എന്നാണ് ഇവരുടെ ഐഡിയ പോയത്. ആൻഡ് പാർട്ടീഷൻ ഓഫ് പഞ്ചാബും ബംഗാളും കറക്റ്റായിട്ട് ചെയ്യണം. ബിക്കോസ് ഇത് മിക്സഡ് പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ 2 ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാവും. അതും പാർട്ടീഷൻ ചെയ്യപ്പെടും. സെപ്പറേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വുഡ് വോട്ട് ഓൺ പാർട്ടീഷൻ. വേണോ വേണ്ടെന്നുള്ളതെല്ലാം കൊണ്ടുവരും. ആൻഡ്
നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിൽ റെഫറൻഡം കൊണ്ടുവരും. ഇനിയിപ്പോൾ അടുത്ത റെഫറൻഡം പ്ലെബിസൈറ്റ് പോലത്തെ സംഭവങ്ങൾ വേണമല്ലോ. കാരണം ഐദർ ദേ ഷുഡ് ജോയിൻ വിത്ത് ഇന്ത്യ ഓർ ദേ ഷുഡ് ജോയിൻ വിത്ത് പാകിസ്ഥാൻ. ആരുടെ കൂടെയാണ് ജോയിൻ ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിച്ചേ പറ്റുള്ളൂ. സോ റെഫറൻഡം കൊണ്ടുവന്നു. ഇപ്പോൾ ഇതിൽ പഞ്ചാബ് ബംഗാളും പാർട്ടീഷൻ ചെയ്യണം. പഞ്ചാബിന്റെ മേജർ ഏരിയ ആയിരുന്നില്ലേ ലാഹോർ എന്ന് പറയുന്ന, ലാഹോർ തൊട്ടുള്ള സ്ഥലങ്ങളെല്ലാം പഞ്ചാബിന്റെ പോയില്ലേ. ബംഗാളിന്റെ മേജർ ആയിട്ടുള്ള ബാംഗ്ലാദേശ് ഏരിയ മൊത്തം ഇവർ പോയി. അപ്പോൾ അവിടെയും പാർട്ടീഷൻ നടന്നു. ആൻഡ് റെഫറൻഡം നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിൽ കൊണ്ടുവന്നു. മൗണ്ട് ബാറ്റൻ പ്ലാൻ അനുസരിച്ചിട്ട് മെജോറിറ്റി ആൾക്കാർ പാകിസ്ഥാന്റെ കൂടെ ജോയിൻ ചെയ്തു. ഇവിടെ റെഫറൻഡം നടത്തി വോട്ടിട്ടു, അവർ തീരുമാനിച്ചു. അസാമിലെ സിൽഹെട്ട്, അവിടെയും സിൽഹെട്ട് ഡിസ്ട്രിക്ട് ഓഫ് അസാമിലും റെഫറൻഡം നടന്നു. എല്ലാവരും പാകിസ്ഥാന്റെ കൂടെ ഈസ്റ്റ് ബംഗാളിൽ ജോയിൻ ചെയ്താൽ മതി എന്ന് തീരുമാനിച്ചു. ആൻഡ് ആ സമയത്തുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അവർക്ക് ഉള്ളൊരു ഓപ്ഷൻ കൊടുത്തു. ഐദർ ജോയിൻ വിത്ത് ഇന്ത്യ ഓർ പാകിസ്ഥാൻ ഓർ സ്റ്റേ ഇൻഡിപെൻഡന്റ് ഇഫ് യു വാണ്ട്. ആൻഡ് നിങ്ങളുടെ ജോഗ്രഫി നോക്കിയിട്ടും കൂടെ പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഇന്ത്യയുടെ നടുക്ക് കിടന്നിട്ട്, ഇപ്പോൾ ഇന്ത്യയിൽ നടുക്ക് കിടന്നിട്ട് ഈ ഒരു പോർഷനിൽ കിടന്നിട്ട് നിങ്ങൾക്ക് പാകിസ്ഥാനോട് പോയി ജോയിൻ ചെയ്യാൻ പറ്റില്ല. ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നോക്കിയിട്ടും പോപ്പുലേഷൻ നോക്കിയിട്ടും പ്രാക്ടിക്കാലിറ്റി നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തു എന്നുള്ള രീതിയിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനോടും പറഞ്ഞു. പക്ഷെ പ്രശ്നം നടന്നത് ഈ 3 സ്റ്റേറ്റ്സിലാണ്. എല്ലാ സ്റ്റേറ്റ്സും വളരെ ഈസി ആയിട്ട് ജോയിൻ ചെയ്തു, ഐദർ ഇന്ത്യ ഓർ പാകിസ്ഥാൻ. ഈ 3 സ്റ്റേറ്റ് കശ്മീർ, ഹൈദരാബാദ്, ജുനഗഡ് ആണ് ഏറ്റവും പ്രോബ്ലം ആയത്. നമ്മൾ നോക്കാം. അങ്ങനെ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കി ഇന്ത്യ പാകിസ്ഥാനിന് വേണ്ടി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഏർലിയർ ഡെഡ് ലൈൻ 1948 എന്നുള്ളത് 15th August 1947 ആക്കി. കൂടുതൽ വയലൻസും പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ മൗണ്ട് ബാറ്റൻ അത് പാർട്ടീഷൻ ചെയ്ത് കൊടുത്തു എന്നാണ് നമ്മുടെ ഹിസ്റ്ററി നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 മൗണ്ട് ബാറ്റൻ പ്ലാനിന്റെ ബേസിസിൽ 1947 നമുക്ക് ജൂലൈയിൽ ഇത് വന്നു. ഓഗസ്റ്റിൽ നമുക്ക് പാർട്ടീഷൻ കിട്ടി, ഫ്രീഡം കിട്ടി. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ബൗണ്ടറി കമ്മീഷൻ, ദിസ് ഇസ് മിസ്റ്റർ സിറിൽ റാറ്റ്ക്ലിഫ്, ദ റാറ്റ്ക്ലിഫ് ലൈൻ. പാകിസ്ഥാനും നമ്മൾ ഇന്ന് കാണുന്ന ഇൻഡോ പാക് ബോർഡർ എന്ന് പറയുന്ന ഇത് നമുക്ക് ബംഗാളും പഞ്ചാബും റാറ്റ്ക്ലിഫ് ലൈൻ, പാകിസ്ഥാനിലെ പഞ്ചാബും ഡിവൈഡ് ചെയ്തു, ഇപ്പുറത്തെ സൈഡിൽ ബംഗാളും ഡിവൈഡ് ചെയ്ത് ഈസ്റ്റ് പാകിസ്ഥാനും എടുത്തു. അപ്പോൾ ഈ രണ്ടും റാറ്റ്ക്ലിഫ് ആണ്. അതുകൊണ്ടാണ് റാറ്റ്ക്ലിഫ് ലൈൻ ഇന്ത്യ പാക്കിന് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുന്നേ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിരിക്കണം. ഇന്ത്യയിൽ ഏകദേശം 565 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. രാജ, മഹാരാജ, നവാബ്സ്, നിസാംസ്, രാജ, ഇവരൊക്കെ ഭരിച്ചിരുന്ന, ഇവരൊക്കെ എങ്ങനെ ജോയിൻ ചെയ്തു എന്നുള്ളതും കൂടെ വളരെ പിവട്ടലായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ഇപ്പോൾ ഹൈദരാബാദ്, കശ്മീർ, മൈസൂർ, ട്രാവൻകൂർ, ജുനഗഡ്, ഭോപ്പാൽ, ഒരുപാട് നാട്ടുരാജ്യങ്ങൾ 565. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ചിട്ട് ബ്രിട്ടീഷ് പാരമൗൺസി അവസാനിച്ചു. ഇറ്റ് എൻഡഡ്. 3 ജോയിൻ വിത്ത് ഇന്ത്യ, ജോയിൻ വിത്ത് പാകിസ്ഥാൻ ഓർ സ്റ്റേ ഇൻഡിപെൻഡന്റ്. ദിസ് വാസ് ദി ഓപ്ഷൻ. അപ്പോൾ ഈ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സെഷൻ. ദിസ് ഇസ് ദി ലെജൻഡറി പട്ടേൽ ആൻഡ് VP മേനോൻ. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ കൺസോളിഡേറ്റ് ചെയ്തത്. ഇവിടെ അടുത്ത ചോദ്യം, ഇന്ത്യക്കും പാകിസ്ഥാനിനും ആരൊക്കെയാണ് കൂടെ ചേരാൻ പോകുന്നത്, ആരൊക്കെയാണ് ചേരാത്തത്? അപ്പോൾ ഇതൊന്ന് ഫോർമലൈസ് ചെയ്യാൻ ഇന്ത്യയിൽ നമുക്ക് VP മേനോനും പട്ടേലുമാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. അപ്പോൾ റൂളർ നമ്മൾ ഇന്ന് പറഞ്ഞാൽ നിങ്ങൾ നാട്ടുരാജ്യങ്ങൾ ഞങ്ങളുടെ കൂടെ ചേരുക, നമ്മളൊരു സ്ട്രോങ് സെൻറ്റർ ഉണ്ടാവും, ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ് ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യും, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പിടിക്കും, ഒരു യൂണിറ്റി എന്ന രീതിയിൽ നമ്മൾ പിടിക്കും. ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സെഷൻ, ദ കശ്മീർ അക്സീഡ്സ് ടു ഇന്ത്യ. അപ്പോൾ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സെഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഒപ്പിടണം. അപ്പോൾ അത് ഒപ്പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും രസം, ഒരുപാട് സ്റ്റേറ്റ്സ് വളരെ ഈസിലി തന്നെ ഒപ്പിട്ടു. മൈസൂർ, അങ്ങനത്തെ കുറേ സ്റ്റേറ്റ്സ് പെട്ടെന്ന് ഒപ്പിട്ടു. ആൻഡ് മോസ്റ്റ് ഓഫ് ദി മുസ്ലിം ഡോമിനേറ്റഡ് വെസ്റ്റേൺ സ്റ്റേറ്റ്സ്, ജോഗ്രഫിക്കലി പാകിസ്ഥാനോട് അടുത്തിരിക്കുന്ന സ്റ്റേറ്റുകളെല്ലാം പെട്ടെന്ന് തന്നെ പാകിസ്ഥാനോട് ജോയിൻ ചെയ്തു. ഇപ്പോൾ ഉദാഹരണത്തിന് ബഹവൽപൂർ, ഖൈർപൂർ, കലാട്ട്, ദ ഖാൻ ഓഫ് കലാട്ട്, ബലൂചിസ്ഥാനിൻ്റെ അവിടെയുള്ളൊരു പ്രധാന സംഭവമാണ് ദ ഖാൻ ഓഫ് കലാട്ട്. ഓൾ ഓഫ് ദം ജോയിൻ വിത്ത് പാകിസ്ഥാനി ടെറിട്ടറീസ്. പെട്ടെന്ന് തന്നെ അവിടെയാണ് പ്രധാനപ്പെട്ട, നേരത്തെ ഞാൻ പറഞ്ഞത്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം കെയിം വിത്ത് ദി പ്ലേസസ് ഓഫ് കശ്മീർ, ഹൈദരാബാദ്, ജുനഗഡ്. ഇവർ മൂന്നുമാണ് ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാക്കിയ നമ്മൾ ഇന്ന് ഓർത്തു വെക്കുന്ന ഒരു മെയിൻ കാര്യം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിസിംഗ്, അന്നത്തെ കശ്മീരിൻ്റെ രാജാവായിരുന്ന ഹരിസിംഗ് എന്താണെന്ന് വെച്ചാൽ ഇനിഷ്യലി സെറ്റ് ഇൻഡിപെൻഡൻസ്, ഞങ്ങൾ രണ്ടിടത്തും ഇല്ല, ഇന്ത്യയിലും ഇല്ല പാകിസ്ഥാനിലും ഇല്ല, എനിക്ക് ഇൻഡിപെൻഡൻസ് മതി. പക്ഷെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാന് കശ്മീർ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ, കശ്മീർ മെ നോട്ട് ജോയിൻ ഇന്ത്യ ലേറ്റർ,
അവർ 1947 ഒക്ടോബർ ആയി കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ട്രൈബൽ മിലിഷ്യനെ പാകിസ്ഥാൻ സൈഡിൽ നിന്ന് കശ്മീർ ഇൻവേഡ് ചെയ്യിപ്പിച്ചു. പാകിസ്ഥാൻ ഇവിടെ വന്ന് കശ്മീരിൽ പ്രശ്നം ഉണ്ടാക്കി ആൻഡ് സപ്പോർട്ടഡ് ഇൻഡയറക്ട്ലി ബൈ പാകിസ്ഥാൻ. അന്ന് തുടങ്ങിയതാണ് കശ്മീർ ഇഷ്യൂ എന്ന് പറയുന്ന. കശ്മീർ ഇഷ്യൂവിൻ്റെ ബേസിക് സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. ഇത് ആരോടെ കൂടെ ജോയിൻ ചെയ്യുന്ന പറയുമ്പോൾ കശ്മീരിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ഇവിടെ നിന്ന് തുടങ്ങിയതാണ്. അവർ ശ്രീനഗറിലേക്ക് വന്നു. ഈ സമയമായപ്പോൾ രാജ ഹരിസിംഗിന് ടെൻഷനായി. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സഹായം ചോദിച്ചു, മിലിറ്ററി സപ്പോർട്ട് ചോദിച്ചു. മിലിറ്ററി സപ്പോർട്ട് ഇന്ത്യ കൊടുത്തു. അങ്ങനെ ഹരിസിംഗ് മിലിറ്ററി സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ ഒപ്പിട്ടു. ഹി ആക്ച്വലി ജോയിൻഡ് വിത്ത് ഇന്ത്യ. അങ്ങനെ ഇമ്മീഡിയറ്റ്ലി കശ്മീർ വാസ് ആക്ച്വലി എ പാർട്ട് ഓഫ് ഇന്ത്യ. അത് ഒബ്വിയസ്ലി ആ ട്രീറ്റി അനുസരിച്ചിട്ട് തന്നെ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ഹൈദരാബാദിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. അത് അന്നത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള നവാബാണ് ഒസ്മാൻ അലി ഖാൻ, ദ ഗ്രേറ്റ് നിസാം, ദ വെരി റിച്ച് മാൻ. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ നിസാമിന്റെ പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ, നിസാമും ഹരിസിംഗിനെ പോലെ ഇൻഡിപെൻഡൻസ് ഇന്ത്യ ആയിട്ട് വേണ്ട. കാരണം അത് അത്രയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള പൈസ ഉണ്ട്. ആ സമയത്ത് ദർ വാസ് എ മൂവ്മെന്റ് കോൾഡ് ആസ് റസാക്കസ്. റസാക്കസ് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ട്രൈബൽ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഇവര് ഹരിസിംഗിനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ്, ഒസ്മാൻ അലി ഖാനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ്. സോ ദാറ്റ് നമ്മൾ ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഖാസിം റാസ്വി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് നിസാമിനെ അഗ്രസീവ്ലി സപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഇന്ത്യൻ ഗവൺമെന്റ് മനസ്സിലായി, ഇന്ത്യക്കകത്ത് ഡെക്കാൻ റീജിയനിൽ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സോവറിനിറ്റിക്ക് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കി ദേ ലോഞ്ച്ഡ് ഓപ്പറേഷൻ പോളോ ഓർ പോലീസ് ആക്ഷൻ. ഈ റസാക്കേഴ്സിനെ എല്ലാം അടിച്ചമർത്തി സപ്രസ് ചെയ്ത് ഹൈദരാബാദിനെ കൊണ്ട് ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ ഒപ്പിടിപ്പിച്ച് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഈ റസാക്കേഴ്സ് ഇവർ കുറേ ശ്രമിച്ചു. ഖാസിം റാസ്വിയുടെ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷേ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യം പറ്റില്ല എന്ന് മനസ്സിലാക്കി ഇന്ത്യൻ ഗവൺമെന്റ് വളരെ പെട്ടെന്ന് ആക്ട് ചെയ്തു. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് നവാബ് ഓഫ് ജുനഗഡ്സ് ഡിസിഷൻ, മുഹമ്മദ് മഹബത് ഖൻജി. ഈ മഹബത് ഖൻജി എന്ന് പറയുന്ന ആൾക്ക് പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു താല്പര്യം. പക്ഷേ ജുനഗഡിൽ കൂടുതലും ആ സമയത്ത് ഹിന്ദു പോപ്പുലേഷൻ ആയിരുന്നു. സോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജോഗ്രഫിക്കലി ജുനഗഡിന് പാകിസ്ഥാനിൽ പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു ക്ലോസ് ക്യാബിനറ്റ് മിഷന് ശേഷം മൗണ്ട് ബാട്ടൺ പ്ലാനിൽ ഉണ്ടായിരുന്നു. ടേക്ക് എ ലുക്ക് അറ്റ് ദ ജോഗ്രഫിക്കൽ മാപ്പ്. ജുനഗഡ് ഇവിടെ നിൽക്കുന്നത്. പാകിസ്ഥാനിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഈ ഇത്ര ഏരിയ എങ്ങനെ പാകിസ്ഥാൻ എടുക്കാൻ പറ്റും? ഇന്ത്യൻ ഏരിയ കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യൻ ടെറിട്ടറിക്കകത്തല്ല നിൽക്കുന്നത്. സോ നോ പ്രോപ്പർ ലാൻഡ് കണക്ഷൻ വിത്ത് പാകിസ്ഥാൻ. ആൻഡ് ഒബ്വിയസ്ലി ഇറ്റ് ഹാഡ് എ ഹിന്ദു മെജോറിറ്റി പോപ്പുലേഷൻ. സോ ഇന്ത്യ ഒബ്ജെക്ട് സ്ട്രോങ്ലി. ഇന്ത്യ പറഞ്ഞു, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പാകിസ്ഥാനോട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒബ്വിയസ്ലി അവിടെ യുദ്ധം വേണ്ടി വന്നു. പബ്ലിക് റിവോൾട്ട് ഉണ്ടായി. പബ്ലിക് റിവോൾട്ട് ചെയ്തു. അവസാനം പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്താൽ മതി. അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ തകർന്നു. നവാബ് ഇവിടെ ഓടി രക്ഷപ്പെട്ട് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു. ഹി മൈഗ്രേറ്റഡ് ടു പാകിസ്ഥാൻ. അപ്പോൾ ജുനഗഡും അങ്ങനെ ഫൈനലി ഇന്ത്യ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. സോ ഇന്ത്യ entered Junagadh. Plebiscite was conducted. Huge majority voted for India and Junagadh became a part of India. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ആൻഡ് നൗ ഐ തിങ്ക് ഐ എം കമ്മിങ് ടു ദി എൻഡ് ഓഫ് ദിസ് മാരത്തോൺ സെഷൻ ഓഫ് മോഡേൺ ഇന്ത്യ. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആർ വെരി ക്വിക്ക് പോയിന്റ്സ് ഫോർ മോഡേൺ ഇന്ത്യയുടെ റിവിഷൻ പർപ്പസിന്. എല്ലാം പ്രിലിംസിൻ്റെ MCQ കണക്കാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഐ വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. ആൻഡ് മോഡേൺ ഇന്ത്യയിലെ ഈ കാര്യങ്ങൾ നന്നായി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് സോൾവ് ചെയ്യാൻ പറ്റും. Okay, thank you so much and keep learning with IS Factor.